ഹലോ, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? ക്ലിയർ ആയിട്ട് കേൾക്കാം, കാണാം, നോ പ്രോബ്ലം റൈറ്റ്? പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. യെസ്, ഓക്കെ. സ്റ്റുഡൻസ് പെട്ടെന്ന് ലിങ്ക് ഷെയർ ചെയ്യാൻ. നിങ്ങൾക്കറിയാം ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു ലോങ് ചാപ്റ്ററാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ ഷുവർ 12 to 16 മാർക്സ് ഉറപ്പാണ്. കാരണം ഞാൻ എല്ലാ കിങ്ഡമിനും എല്ലാ ഫൈലത്തിനും ഞാൻ എക്സാമ്പിൾസ് ഓർക്കാനുള്ള ട്രിക്കുമായിട്ടാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എനിക്കിവിടെ കൂടുതൽ പിള്ളേരെ കാണണം. ഓക്കെ, സോ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടാവും. സോ പെട്ടെന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. ഞാൻ ടെലിഗ്രാമിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, I want more students, so share it as much as possible. പെട്ടെന്നായിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റേറ്റസിലെല്ലാം ഇടുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. ആൻഡ് യു സീ അറ്റ് ദി എൻഡ് ഓഫ് ദ സെഷൻ നിങ്ങൾ ഡെഫിനറ്റായിട്ടും എൻ്റെ അടുത്ത് പറയും, മാം ദ സെഷൻ വാസ് സോ ഹെൽപ്ഫുൾ എന്ന്. കാരണം ഐ നോ ഇറ്റ്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സെഷൻ ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട് എൻ്റെ പിള്ളേരുമായിട്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു. സോ എനിക്കത് അൺഅക്കാഡമി നീറ്റ് മലയാളത്തിലും ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന് ചെയ്യുന്നത്. സോ എനിക്ക് അതുപോലൊരു റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ ഒരു എനർജി ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ പെട്ടെന്നായിക്കോട്ടെ, എല്ലാവരും ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്തേ. അതുകഴിഞ്ഞ് നമുക്ക് തുടങ്ങാം. യെസ്, ഓക്കെ, ഷെയർ ചെയ്തോ? ഷെയർ ചെയ്തെങ്കിൽ പെട്ടെന്നൊരു ലൈക്ക് അടിക്കുക കേട്ടോ. ഞാനും ഒന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്ന് അല്ലേ ഷെയർ ചെയ്യട്ടെ. ഫ്രണ്ട്സ് അല്ല കേട്ടോ, എൻ്റെ സ്റ്റുഡൻസ്. ഓക്കെ, യെസ്. സോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആനിമൽ കിങ്ഡം ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു മെജോറിറ്റി നല്ലൊരു വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. 3 to 4 questions, സംടൈംസ് 4 to 5 questions വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം 5 questions എന്ന് പറയുമ്പോൾ ഒരു 20 മാർക്സ് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ എന്താ ഏറ്റവും വെരി ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഡിഫിക്കൽട്ടും അല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഒരു ഫൈലത്തിനെ പറ്റി ചോദിക്കും, അതിൻ്റെ എക്സാമ്പിൾസ് തരും, ചൂസ് ചെയ്യാൻ പറയും, അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ. അല്ലാതെ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരത്തില്ല. ഓക്കെ, പക്ഷേ ഈ ചാപ്റ്റർ പഠിക്കാൻ കുറേ സമയമെടുക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ എക്സാമ്പിൾസ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് മാം എക്സാമ്പിൾസിനെ പറ്റിയാണ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾസും കൂടെ നമുക്ക് പഠിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ടയറിങ് ഫോർ യു ആസ് എ സ്റ്റുഡൻറ്റ്. സോ ഞാനിവിടെ വന്നേക്കുന്നത് അതൊന്ന് ഈസി ആക്കാനാണ്. ഓക്കെ, സോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കുറേ പേര് ആദ്യമായിട്ട് എനിക്ക് പേരുകൾ കണ്ടിട്ട് ഐ ഫീൽ ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം. സോ ഇഫ് യു ആർ സീയിങ് മീ ഫോർ ദ ഫസ്റ്റ് ടൈം, മൈ നെയിം ഇസ് ഗോപിക ആൻഡ് എല്ലാവർക്കും അൺഅക്കാഡമി നീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാനാണ് നിങ്ങളുടെ ബയോളജി എഡ്യൂക്കേറ്റർ. സോ ഞാനായിരിക്കും നിങ്ങളുടെ സുവോളജി ആൻഡ് ബോട്ടണി പാർട്ട് ഈ ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഡിലേ ഇല്ല. സോ സ്റ്റുഡൻസ്, നീറ്റ് UG 2024 നീറ്റ് മലയാളം പിള്ളേർക്ക് അറിയാത്തൊരു കാര്യം, ഈ ഒരു കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നീറ്റ് 24 പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൂൾ കിറ്റ് കിട്ടും. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ഇതിനെപ്പറ്റി ഇതുവരെ ഇവിടെ സംസാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിനെപ്പറ്റി ഇവിടെ ഈ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാമെന്ന്. ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതി. അതിനകത്ത് എല്ലാ PYQs ഉണ്ട്, മൈൻഡ് മാപ്സ് ഉണ്ട്, ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആനിമൽ കിങ്ഡം. സോ ആനിമൽ കിങ്ഡം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? കുറച്ച് എനർജി കാണിച്ചു തന്നു ചാറ്റ് ബോക്സിൽ. സ്റ്റുഡൻസ്, എനർജി ഇല്ലെങ്കിൽ വലിയൊരു സെഷനാണ്. നിങ്ങൾ ഒട്ടും എനർജി കാണിച്ചില്ലെങ്കിൽ എനിക്കും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ പെട്ടെന്നായിട്ട് നല്ലൊരു ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ, നിങ്ങളുണ്ടെന്ന്, നിങ്ങളുടെ അറ്റൻഡൻസ് അറിയിക്കാൻ വേണ്ടി ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ അറ്റൻഡൻസ് മാറ്റേഴ്സ്. എല്ലാവട്ടും ഒരു പുതിയ പേര് കാണുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് നോട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ആനിമൽ കിങ്ഡം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഫൈലം പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഫൈലത്തിനെ പറ്റി ഇൻ ഡെപ്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ലിവിങ് വേൾഡിൽ നമ്മൾ കിങ്ഡം, ഫൈലം, സ്പീഷീസ്, ജീനസ് അതെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മൾക്ക് അതിനും കൂടുതൽ പഠിക്കണം. എല്ലാ ഫൈലത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം അല്ലേ. അപ്പോൾ ആനിമൽ കിങ്ഡമിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളായിരിക്കും കേട്ടോ. സോ ആദ്യത്തെ കാര്യം ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുറച്ച് എനർജിയൊക്കെ വന്നു. വെരി ഗുഡ് സൃഷ്ടി, വെരി ഗുഡ്. ഞാൻ പേര് കറക്റ്റായിട്ട് വായിച്ചതെന്ന് വിചാരിക്കുന്നു. സൃഷ്ടി. ഓക്കെ,
സൃഷ്ടിയുടെ എനർജിയാണ് എനിക്ക് ഈ ത്രൂ ഔട്ട് ക്ലാസ്സിൽ വേണ്ടത് കേട്ടോ. അതേ എനർജി പോലെ ആയിരിക്കണം നിങ്ങളെല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം ദാറ്റ് ഈസ് എ മോട്ടിവേഷൻ അല്ലേ. എനിക്ക് കാണുമ്പോൾ ഒരു ചിരി വരും എൻ്റെ മുഖത്ത്. അപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ കുറച്ചും കൂടെ എനർജി വരും, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പഠിപ്പിക്കണമെന്ന് തോന്നും അല്ലേ. അത്രേ ഉള്ളൂ. അതിനാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല നിങ്ങളുടെ അടുത്ത് ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ എനർജി കാണിക്കുക, അത് മാത്രം. ഓക്കെ, യെസ്. ഹായ് ആതിര. സോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ആനിമൽ കിങ്ഡമിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 1 മാർക്ക് വരാം, എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വരാം, അപ്പോൾ 4 മാർക്ക്. ഓക്കെ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, പിന്നെ നോൺ കോർഡേറ്റ്സ് ആൻഡ് കോർഡേറ്റ്സ്. ഇത് 3 ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ ഫുൾ അല്ലേ. ഓക്കെ ഓക്കെ, ഈ ഒരു 3 കോൺസെപ്റ്റ്സേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഈ 3 കോൺസെപ്റ്റ്സിൽ കുറേ ഡിഫറൻസിയേഷനും വേരിയേഷനും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ 3 കോൺസെപ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫോർ ഷുവർ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതാണ്. ഏതിൻ്റെ ബേസിസിലാണ് ഈ ഫൈലത്തിനെ എല്ലാം ക്ലാസിഫൈ ചെയ്തത്, പിന്നെ നോൺ കോർഡേറ്റ്സ് എന്താ, കോർഡേറ്റ്സ് എന്താ, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ ഫൈലമാണ് നമ്മുടെ കിങ്ഡം അനിമാലിയ, പ്ലാന്റേ, അതൊക്കെ നമ്മൾ കുറേ കേട്ട കാര്യമാണ്. അപ്പോൾ നമുക്കറിയാലോ ഇതെല്ലാം വരുന്നത് നമ്മുടെ കിങ്ഡം അനിമാലിയയിലാണ് അല്ലേ. സോ കിങ്ഡം അനിമാലിയയിൽ നമ്മുടെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് നടന്നത്, നോൺ കോർഡേറ്റ്സ് എങ്ങനെയാണ് ക്ലാസിഫൈഡ്, കോർഡേറ്റ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത്, ഇതാണ് നമ്മൾ ഇനിയും ഇൻ ഡെപ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ when I talk about say basis of classificationൽ നമ്മൾ ഈ ഫുൾ ഫൈലം പഠിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കുറച്ച് വേർഡ്സ് ആണ് ഞാൻ നിങ്ങളെ ഫെമിലറൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ യു വിൽ സീ അബൌട്ട് ദ ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷൻ എന്താ, നമ്മൾ RH വിറ്റേക്കറിൻ്റെ കാര്യം പഠിക്കുമ്പോൾ വി ഓൾവേസ് സ്റ്റഡി ദാറ്റ് ഹീ വെൻറ്റ് ഇൻ ടു ദ ബോഡി ഹീ അണ്ടർസ്റ്റുഡ് ദ ബോഡി ഓർഗനൈസേഷൻ. ബിക്കോസ് ഹീ അണ്ടർസ്റ്റുഡ് ദ ബോഡി ഓർഗനൈസേഷനാണ് RH വിറ്റേക്കറിന് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയത് അല്ലേ. അപ്പോൾ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലുലർ ലെവലാണോ, ടിഷ്യൂ ലെവലാണോ, ഓർഗൻ ലെവലാണോ, ഓർഗൻ സിസ്റ്റം ആണോ, അതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ എഴുതുവാണേ, സെല്ലുലർ ലെവലായിരിക്കുമോ, ടിഷ്യൂ ആയിരിക്കുമോ, or is it organ or organ system? Okay, on these basis is when your phylums were classified. അപ്പോൾ ആദ്യം അവർ നോക്കിയത് എന്താ, ബോഡി ഓർഗനൈസേഷൻ. ഓക്കെ, ഇത് സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഒരു ഫൈലത്തിലിടാം. അതാണ് നമ്മൾ ഈ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിപ്ലോബ്ലാസ്റ്റിക്, ട്രിപ്ലോബ്ലാസ്റ്റിക്. ഇതെല്ലാം ഇൻ ഡീറ്റെയിൽ നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. ബട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ടേംസ് എല്ലാം ഒന്ന് ഞാൻ പറഞ്ഞു തരുക. ഓക്കെ, ഡിപ്ലോബ്ലാസ്റ്റിക്, ട്രിപ്ലോബ്ലാസ്റ്റിക്. അത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്ന ഒരു വേർഡായിരിക്കും സീലോം. ഓക്കെ, സീലോമേറ്റ്, സീലോമേറ്റ്, സ്യൂഡോ സീലോമേറ്റ്, ഈ വേർഡ്സ് ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതായിരിക്കും സീലോമേറ്റ്, അതൊക്കെ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വേറെ ശ്രദ്ധിക്കുന്ന ലൈക്ക് ഏറ്റവും എന്താ പറയുക, സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ജനറൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ആ ജനറൽ ക്യാരക്ടറിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണോ അതോ എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണോ എന്ന്. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണോ അതോ എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണോ. അപ്പോൾ ഇതൊരു അതുപോലെ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ എന്ന്. Is it asexual reproduction or sexual reproduction? സ്റ്റുഡൻസ് ത്രൂ ഔട്ട് ക്ലാസ്സിൽ ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് വെച്ചിരിക്കുക, NCERT ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഏതെങ്കിലും പോയിൻറ്റ്സ് മിസ് ചെയ്താലും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ. കാരണം ഞാനിത് മുഴുവൻ ഓർക്കണ്ടേ. അപ്പോൾ ഞാൻ ചില സമയത്ത് എന്തെങ്കിലും ഒരു പോയിൻറ്റ്സ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NCERT നോക്കി എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഞാൻ ആ പോയിൻ്റ് ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് നിങ്ങളുടെ നോട്ട്സിന് വേണ്ടിയാണ് ഞാൻ ഈ എഴുതുന്നത്. ഓക്കെ, സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇനിയും ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണോ ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണോ, ഈ ടേംസ് എല്ലാം ഞാൻ ഇൻ ഡീറ്റെയിൽ പഠിപ്പിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഈ ടേംസ് എല്ലാം ഒന്ന് അറിഞ്ഞു വെക്കണം. ഇതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ അങ്ങോട്ട് ഫൈലംസ് എല്ലാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണോ. അതേപോലെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ഏതെങ്കിലും ഒരു സെൽസ് ഉണ്ടാവും, ചിലപ്പോൾ ഓർഗൻസ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ആയിരിക്കും നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ. പിന്നെ എങ്ങനെയായിരിക്കും അതിൻ്റെ ബോഡി ഡിവിഷൻ. അപ്പോൾ ഇതൊക്കെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ്.
ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? ഞാൻ എഴുതി ക്രോസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ത്രൂ ഔട്ട് പഠിക്കാൻ പോകുന്നത്. ഈ വേർഡ്സ് ഒക്കെ തന്നെയാണ്, പിന്നെയും അതൊരു ഓരോ ഡിഫറെൻറ്റ് രീതിയിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഗ്രേറ്റ്. സോ സ്റ്റുഡൻസ്, പെട്ടെന്ന് സ്റ്റേറ്റസ് ഇടുക, നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇടുക, ഈ ലിങ്ക് ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാം എത്ര പിള്ളേർ വരും, എത്ര ഫ്രണ്ട്സിന് പഠിക്കണമെന്നുണ്ട്. ചിലപ്പോൾ കുറേ പേര് തപ്പി നടക്കുമായിരിക്കും, അയ്യോ ആനിമൽ കിങ്ഡം ഏതെങ്കിലും ഒരു ടീച്ചർ എല്ലാ എക്സാമ്പിൾസും ഒന്ന് ട്രിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഷെയർ ചെയ്യുക. ചിലപ്പോൾ പറയാൻ പറ്റില്ല, യു മൈറ്റ് ബി ഹെൽപ്പിംഗ് എ ഫ്രണ്ട് അല്ലേ. സോ പെട്ടെന്ന് ആയിക്കോട്ടെ. ആൻഡ് ഐ ഹാവ് ലോട്ട് ഓഫ് പ്രതീക്ഷ ഓൺ മൈ സ്റ്റുഡൻസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കാൻ പോകും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ടേംസ് മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഡെഫിനീഷൻസ് എന്ന് വെച്ചാൽ എന്താണ് ഇത് ആക്ച്വലി. ഓക്കെ, സോ സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൽസ് ആണ് അറേഞ്ച്ഡ് അല്ലേ. സോ സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് അഗ്രിഗേറ്റ്സ് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ പോറിഫെറ, ഓക്കെ, അല്ലെങ്കിൽ സ്പോഞ്ചസ്. അപ്പോൾ ഈ ഒരു പോറിഫെറ ഫൈലത്തിൽ മാത്രമേ ഉള്ളൂ സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ സെൽസ് എല്ലാം കൂടി ഇങ്ങനെ ഒരു ക്ലസ്റ്റർ പോലെ, ഒരു അഗ്രിഗേറ്റ് പോലെ ഫോം ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ടിഷ്യൂ, അപ്പോൾ ഓർഗൻ ലെവൽ അതൊന്നുമില്ല. ഓക്കെ, പിന്നെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്തായിരിക്കും? ടിഷ്യൂ ഉണ്ടാവും അല്ലേ. കുറേ സെൽസും കൂടെ തീരുമാനിക്കും, അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഫംഗ്ഷൻ, നമ്മളെല്ലാവരും കൂടെ ഒരു ഫംഗ്ഷൻ ചെയ്യാം. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു സെറ്റ് ഓഫ് ടിഷ്യൂ ആവും. അതേപോലെ വേറെ ഒരാൾക്കാർ വന്നിട്ട് പറയും, അന്ന് ഞാൻ ഈ ഫംഗ്ഷൻ ചെയ്യാം. അപ്പോൾ അവരൊരു ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആവും അല്ലേ. അപ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സെൽസ് പെർഫോമിങ് ദ സെയിം ഫംഗ്ഷൻ ഫോം ടിഷ്യൂസ്. മനസ്സിലായോ? കുറേ സെൽസ് എല്ലാം കൂടെ പറയും. ഇപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കാൻ ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻറ്റ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് നീറ്റ് ഈ വർഷം തന്നെ ക്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളായിരിക്കും എൻ്റെ മോസ്റ്റ് ലോയൽ സ്റ്റുഡൻസ് അല്ലേ. ഞാൻ എപ്പോഴും നിങ്ങളുടെ പേരുകളുണ്ടോ എന്ന് ഞാനിങ്ങനെ ശ്രദ്ധിക്കും അല്ലേ. സോ നിങ്ങളെല്ലാവരും കൂടെ ഒരേ മോട്ടിവേഷനോടാണ് നമ്മളെല്ലാവരും മൂവ് ചെയ്യുന്നത്. സോ വി വിൽ ഓൾ ബിക്കം വൺ സെറ്റ് ഓഫ് പീപ്പിൾ, റൈറ്റ്? അതേപോലെ ഒരു ടീം പോലെയാണ് ഈ ടിഷ്യൂസ്. ഓക്കെ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ടുഗെദർ ടു ഫോം എൻ ഓർഗൻ. ഓക്കെ, അതാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സ്റ്റുഡൻസ് ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ചില സ്ഥലത്ത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ചില സ്ഥലത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണും. അപ്പോൾ ഇത് തമ്മിൽ തെറ്റിക്കരുത്. ഇത് വായിച്ച് നോക്കി മനസ്സിലാക്കുക. ടിഷ്യൂസ് ഗ്രൂപ്പ് ടുഗെദർ ടു ഫോം ആൻ ഓർഗൻ. ടിഷ്യൂസ് എല്ലാം ഗ്രൂപ്പായി ഓർഗൻ ഫോം ചെയ്യും. ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? എ ഫ്യൂ ഓർഗൻസ് കോർഡിനേറ്റഡ്ലി പെർഫോം എ സർട്ടൻ ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ഓക്കെ, മനസ്സിലായോ? ഇവിടെ അഗ്രിഗേഷൻ ഓഫ് ടിഷ്യൂസ് ആണ് പിന്നെ ഓർഗൻ ആവുന്നത്. ഇവിടെ ഓർഗൻസ് കുറച്ച് പേരും കൂടി ഡിസൈഡ് ചെയ്യും നമുക്കൊരു ഫിസിയോളജിക്കൽ ഫങ്ഷൻ ചെയ്യാൻ. അപ്പോൾ അതിനെ നമ്മൾ ഓർഗൻ സിസ്റ്റം എന്ന് വിളിക്കും. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ? ഇത് രണ്ടും കൺഫ്യൂസ് ആവുന്ന കുറേ സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്തത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൂടെ പോകുക അല്ലേ. ബ്ലഡിന് ഒരു സ്ട്രീം ഇല്ല, ലൈക്ക് ഒരു വെസൽ ഇല്ല, വെയിൻ ഇല്ല, ആർട്ടറി ഇല്ല, കാപ്പിലറീസ് ഇല്ല, ഒന്നുമില്ല. അത് ജസ്റ്റ് ഇങ്ങനെ സെൽസിലും ടിഷ്യൂസിലും കവറായി പോയിക്കൊണ്ടിരിക്കുക. സോ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൽസ് ആൻഡ് ടിഷ്യൂസ് ഡയറക്ട്ലി റിസീവ് ദ ബ്ലഡ് പമ്പിങ് ഔട്ട് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ അവർക്കൊരു വേ ഇല്ല പോകാൻ, ലൈക്ക് അവിടുത്തെ ആർട്ടറീസിൽ കൂടെ കയറി വെയിൻസിൽ കൂടെ പോകണം, അങ്ങനെ ഒന്നുമില്ല. ദേ വിൽ ജസ്റ്റ് ഗോ. ഓക്കെ, ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ബ്ലഡ് വെസൽസ് ഇവിടെ ഉണ്ട്, ഇവിടെ ബ്ലഡ് വെസൽസ് ആബ്സെൻ്റ് ആട്ടോ. യെസ്, ബ്ലഡ് വെസൽസ് ഇവിടെ ആബ്സെൻ്റ് ആണ്. ഓക്കെ, അതേപോലെ ഡിപ്ലോബ്ലാസ്റ്റിക്, ഇത് ശ്രദ്ധിക്കേണ്ട പോലെ കേട്ടോ. എംബ്രിയോ വിത്ത് 2 ജെർമിനൽ ലെയേഴ്സ്. അപ്പോൾ നമ്മൾ പഠിക്കും, മോറിയുല പഠിക്കും, ബ്ലാസ്റ്റോസീൽ പഠിച്ചു, ബ്ലാസ്റ്റ്യൂല പഠിച്ചു, ഗ്യാസ്ട്രൂല പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിലെല്ലാം നമുക്കറിയാം ഈ ജേം ലെയർ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഈ 2 ജെർമിനൽ ലെയേഴ്സ് ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ എക്ടോഡേമും എൻഡോഡേം ഫോർമേഷൻ മാത്രം. ഓക്കെ, സോ സേ ഇതാണ് നമ്മുടെ എക്ടോഡേം, ഇതാണ് നമ്മുടെ എക്ടോഡേം എന്ന് വെച്ചാൽ പുറത്തുള്ള സെൽസ് കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് സേ എൻഡോഡേം ഉണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു ഇതിന് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വരയ്ക്കാം കേട്ടോ. സോ ഇത് എൻഡോഡേമും എക്ടോഡേമും ഉണ്ട്. നടുക്കുള്ള മീസോഡേം ആബ്സെൻ്റ് ആണ്. ആബ്സെൻ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. ഡൈ എന്ന് പറയുമ്പോൾ 2 ലെയേഴ്സ്. അപ്പോൾ 2 ജെർമിനൽ ലെയേഴ്സ് ഉള്ള ഓർഗാനിസത്തിനെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്നും 3 ലെയർ ഉള്ളതിനെ നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. സോ എംബ്രിയോ വിത്ത് 2 ജെർമിനൽ ലെയേഴ്സ്, okay, 2 germinal layers are called as, which has an external ectoderm and an internal endoderm, is called your diploblastic. അതാരൊക്കെയാ? പോറിഫെറയും സീലൻട്രേറ്റയും. പോറിഫെറ, നിഡേരിയ, സീലൻട്രേറ്റ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ട്രിപ്ലോബ്ലാസ്റ്റിക് embryo with 3 germinal layers, that is mesoderm between the ectoderm. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഒരു മീസോഡേം ലെയർ വരും. ഓക്കെ, സോ എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. മനസ്സിലായോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ?
So ectoderm, mesoderm, endoderm. ഈ 3 ലെയർ വരുമ്പോൾ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ ട്രിപ്ലോബ്ലാസ്റ്റിക്കിന് കുറേ എഴുതിയിട്ടുണ്ട്. പ്ലാറ്റിഹെൽമിന്തെസ് ടു നമ്മുടെ കോർഡേറ്റ്സ്. ഓക്കെ, asymmetrical. സിമെട്രി എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ മൗസ് ഞാൻ കട്ട് ചെയ്യുവാണെങ്കിൽ ഇതിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യും അല്ലേ? രണ്ടായിട്ട് കട്ട് ചെയ്യും. ഇപ്പോൾ എനിക്ക് വേറെ സൈഡിൽ കൂടെ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ്സ് കിട്ടണം നിർബന്ധമില്ല. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്താൽ എനിക്ക് 2 ഈക്വൽ ഹാഫ് കിട്ടും അല്ലേ? അപ്പോൾ സിമെട്രി, ഓർഗാനിസത്തിനെ നമ്മൾ ഒരു ലൈൻ, ഒരു പ്ലെയിനിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സിമെട്രി നമുക്ക് മനസ്സിലാക്കണം അല്ലേ? സോ അതിൻ്റെ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് വി ഹാവ് asymmetrical. asymmetrical എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ഇതിനെ 2 ഹാഫ് അല്ലെങ്കിൽ 2 ഈക്വൽ ഹാഫിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? asymmetrical എന്ന് വിളിക്കും. സോ asymmetrical, നോ ലൈൻ ഓഫ് സിമെട്രി ഇൻ ദ ബോഡി. അത് പോറിഫെറയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ എങ്ങനെ കട്ട് ചെയ്താലും ഹാഫ് കിട്ടാൻ ഒരു ചാൻസും ഇല്ലയെന്ന്. പിന്നെ റേഡിയൽ സിമെട്രി, എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഡിവൈഡ്സ് ദ ബോഡി ഇൻ ടു 2 symmetrical half. ഓക്കെ, എവിടെ കൂടെ പോയാലും അത് കറക്റ്റായിട്ട് 2 ഈക്വൽ ഹാഫിലേക്ക് സ്പ്ലിറ്റ് ആവും. ഓക്കെ, ക്ലിയർ ആണോ സ്റ്റുഡൻസ്? ഇത്രയും മനസ്സിലായോ? ഒന്ന് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. പിന്നെ സീലൻട്രേറ്റ്സ് ആൻഡ് ടീനോഫോഴ്സ് ആണ് എക്സാമ്പിൾ. ബൈലാറ്ററൽ സിമെട്രിക്കൽ, എ പ്ലെയിൻ ഡിവൈഡ്സ് ദ ബോഡി. ഒരു പ്ലെയിനിൽ കൂടെ മാത്രം നമുക്ക് അതിനെ കട്ട് ചെയ്താൽ നമുക്ക് 2 ഹാഫ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും കിട്ടത്തില്ല. ഒരു കറക്റ്റ് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് a left and a right half. ഓക്കെ, എക്സാമ്പിൾ ഏതാ കൊടുത്തേക്കുന്നത്? അന്നലിഡ്സ് ആൻഡ് ആർത്രോപോഡ്. ഓക്കെ, ലാസ്റ്റ് വന്നിട്ട് ബോഡി ക്യാവിറ്റി. ഇവിടെയാണ് നിങ്ങൾ ഈ സീലോം, സ്യൂഡോസീലോമേറ്റ് ഇതൊക്കെ കാണുന്നത്. ഓക്കെ, സോ ബോഡി ക്യാവിറ്റി ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് ദ ഗട്ട് വാൾ. ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാ? ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് ദ ഗട്ട് വാൾ. ഓക്കെ, എന്ന് വെച്ചാൽ സ്റ്റൊമക്ക് ലൈനിങ്ങിലെ നമ്മുടെ ആ ബോഡി വാളും സ്റ്റൊമക്കിൻ്റെ ആ വാളിൻ്റെ ഇടയ്ക്ക് ഒരു ലെയർ ഉണ്ട്, ഒരു സ്കിൻ, ഒരു ബോഡി ലെയർ ഉണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ക്യാവിറ്റി ഉണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? സീലോം. അപ്പോൾ ആ ഒരു ലെയർ മീസോഡേം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സീലോം എന്ന് വിളിക്കും. സോ ബോഡി ക്യാവിറ്റി ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് ദ ഗട്ട് വാൾ ലൈൻഡ് ബൈ മീസോഡേം. ഓക്കെ, അവിടെ മീസോഡേം ഉണ്ടെങ്കിൽ നമ്മളതിനെ സീലോം എന്ന് വിളിക്കും. ഓക്കെ, മീസോഡേം ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സീലോമേറ്റ് എന്ന് വിളിക്കും. സീലോം ഉണ്ടെങ്കിൽ അതിനെ സീലോമേറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിനെ സീലോമേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സീലോമേറ്റ്, ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെൻറ്റ് എന്ന് വെച്ചാൽ ഈ മീസോഡേം ഇവിടെ ഇല്ല. ഓക്കെ, മീസോഡേം ഇല്ല. സോ സ്റ്റുഡൻസ് ഇത് എന്തിനാ? ഇപ്പോൾ നിങ്ങൾ വേംസ് ഒക്കെ മൂവ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇപ്പോൾ വേംസ് ഒക്കെ ഇങ്ങനെ കുറേ മൂവ്മെൻറ്റ്, അത് സ്പെഷ്യലി നിങ്ങൾക്ക് നാട്ടിലൊക്കെ കാണാം. നിങ്ങൾ കുറച്ച് റെയിനി സീസണൊക്കെ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം എല്ലാ സ്ഥലത്തും ഉണ്ടാവും വേംസ് അല്ലേ? അപ്പോൾ അത് മൂവ് ചെയ്യുന്ന കണ്ടിട്ടില്ല ഇങ്ങനെ. അപ്പോൾ ഈ സീലോമേറ്റ്സ് ഉണ്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മീസോഡേം ലെയർ വിൽ ഹെൽപ്പ് ഫോർ ഷോക്ക് അബ്സോർപ്ഷൻ. ഈ ബോഡി ഇങ്ങനെ മൂവ് ആവുമല്ലോ, ബോഡി മൂവ് ആകുമ്പോൾ ഇതിനെ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് എന്ന് വെച്ചാൽ അധികം വേറെ ഒരു ആ ജേർക്ക് വരാതിരിക്കാൻ വേണ്ടി ആ ഒരു ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ ആരെ ഹെൽപ്പ് ചെയ്യും? മീസോഡം ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവർക്കതില്ല. അപ്പോൾ എക്സാമ്പിൾ ആരാ? പ്ലാറ്റിഹെൽമിന്തെസ്. ഓക്കെ, അപ്പോൾ ഇത് സ്പെഷ്യൽ ആട്ടോ. പ്ലാറ്റിഹെൽമിന്തെസ് ഇസ് ദ ഓൺലി വൺ ദാറ്റ് ഹാസ് എ സേ ദിസ് വൺ ആസ്കെൽമിന്തെസ് is the only one that has a pseudocoelomate. Okay, അതേപോലെ നിങ്ങളുടെ പ്ലാറ്റിഹെൽമിന്തെസ് ascoelomate ആണ്. ഓക്കെ, സോ pseudocoelomate mesoderm is present as a scattered pouch. ഇത് വെരി ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. മീസോഡേം യൂഷ്വലി ഇങ്ങനെയായിരിക്കും ഇവരുടെ. ഓക്കെ, സോ ആസ്കെൽമിന്തെസിൽ മീസോഡേം ഇതുപോലെ ഉണ്ടാവും, പൗച്ച് പോലെ, ചെറിയ ചെറിയ കുട്ടി പൗച്ച് പോലെ ആ നടുക്ക് ലെയർ ഉണ്ട്. പക്ഷെ അത് ലൈക്ക് ഫോൾസ് മീസോഡേമാണ്. കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? പ്രോപ്പർ ഒരു ലെയർ ആയിട്ട് ഉണ്ടാവണം. പക്ഷെ പ്രോപ്പറായിട്ടില്ല. അതിന് പകരം ഇങ്ങനെ ചെറിയ ചെറിയ പൗച്ചസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫോൾസ് സീലോം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്യൂഡോ സീലോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ സീലോമേറ്റ്സ് ഹാവിങ് സീലോം. അപ്പോൾ ഞാൻ ആ ടേംസും കൊണ്ട് ജസ്റ്റ് ഇട്ടാട്ടോ. സീലോമേറ്റ്സ്, ദറ്റ് മീൻസ് ദേ ഹാവ് സീലോം. ഓക്കെ, എർത്ത്വർംസ് ബോഡി ഷോ മെറ്റാമെരിക് സെഗ്മെൻറ്റേഷൻ. മെറ്റാമെരിക് സെഗ്മെൻറ്റേഷൻ നമ്മളത് ഇൻ ഡീറ്റെയിൽ പഠിക്കുന്നതായിരിക്കും. പക്ഷേ മനസ്സിലാക്കുക, ഒരു വേമിന് ഇൻസൈഡിലും ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഇഫ് ദർ ഇസ് എ സെഗ്മെൻറ്റേഷൻ അല്ലേ? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മാത്രം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു യു ക്യാൻ സീ എ സ്മോൾ ഒരു കട്ട് പോലെ അല്ലേ? പക്ഷേ അതേ സമയത്ത് നമ്മൾ നല്ലൊരു ഷാർപ്പ് നൈഫ് വെച്ച് ആനൊന്ന് കട്ട് ചെയ്ത് എന്താവും അകത്തും നമുക്ക് ആ ഒരു സെഗ്മെൻറ്റേഷൻ കാണാൻ പറ്റും. അതേപോലെ മെറ്റാമെരിക് സെഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് നമുക്ക് അതിനെ കാണാൻ പറ്റും, അതേപോലെ അകത്തും ആ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. അത് നമ്മൾ എവിടെയാണ് കാണുന്നത്? എർത്ത് വർംസ്, അനലിഡ്സിൽ. ഓക്കെ, ആനിമൽസ് വിത്ത് നോട്ടോകോഡ്സ് ആർ കോൾഡ് കോർഡേറ്റ്സ്.
നോട്ടോകോഡ് എന്ന് വെച്ചാൽ നോട്ടോകോഡ് ഗോട്ട് റിപ്ലേസ്ഡ് ലേറ്റർ ഇൻ ടു യുവർ വെർട്ടിബ്രൽ കോളം വിൽ ബി കോൾഡ് വെർട്ടിബ്രേറ്റ്സ്. ഇത് നമ്മൾ കൊച്ചിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ ആനിമൽസ് വിത്ത് നോട്ടോകോഡ്സ് ആർ കോൾഡ് കോർഡേറ്റ്സ്, ആനിമൽസ് വിത്തൗട്ട് നോട്ടോകോഡ്സ് ആർ കോൾഡ് നോൺ കോർഡേറ്റ്സ്. ഓക്കെ, നോൺ കോർഡേറ്റ്സ്. ക്ലിയർ ആണോ എല്ലാവർക്കും ഈ ടേംസ്? ഈ ടേംസ് മനസ്സിലായില്ലെങ്കിൽ അങ്ങോട്ട് ഒന്നും മനസ്സിലാവത്തില്ല കേട്ടോ. ടേംസ് ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്, ക്ലിയർ ആണെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ. സോ സ്റ്റുഡൻസ്, ഫൈലം പഠിക്കാൻ ഞാനൊരു ട്രിക്ക് പറയാം കേട്ടോ. നിങ്ങൾ ചോദിക്കും മാം എന്തിനാ മാം ഞാൻ ഫൈലം പഠിക്കുന്നതിന് ട്രിക്ക് അല്ലേ? പക്ഷേ ഞാൻ പറയാം, ഫൈലം പഠിക്കുന്നതിന് ഒരു ട്രിക്കുണ്ട്. ഓക്കെ, ഇതാണ് ട്രിക്ക്. നിങ്ങൾക്ക് ആരൊക്കെ അമർ അക്ബർ ആൻ്റണി സിനിമ കണ്ടിട്ടുണ്ട്? ആരൊക്കെ അമർ അക്ബർ ആൻ്റണിയിൽ സിനിമ കണ്ടിട്ടുണ്ട്? ആ സിനിമ കണ്ടിട്ടുണ്ട്, അമർ അക്ബർ ആൻ്റണി. അതിൻ്റെ കാസ്റ്റ് ആരൊക്കെയാണ്? ആരൊക്കെയാണ് അതിൻ്റെ ഹീറോസ്? പെട്ടെന്നൊന്ന് പറഞ്ഞേ, ഞാൻ നോക്കട്ടെ എത്ര പേരാ സിനിമ കണ്ടിട്ടുണ്ടെന്ന്. അമർ അക്ബർ ആൻ്റണി കണ്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കണ്ടിട്ടില്ലേ? ഭയങ്കര ഒരു ആ സമയത്ത് നല്ലൊരു ഹിറ്റായ സിനിമ അല്ലേ? കുറച്ച് ആ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് എന്താ പറയുക, ആക്ച്വലി സോഷ്യൽ ഇഷ്യൂസ് എല്ലാം എടുത്തൊരു സിനിമ അല്ലേ? യെസ്, കറക്റ്റ്. ഓക്കെ, സോ എല്ലാവരും ആ സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അവരെ പറ്റിയാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഫൈലം ഓർക്കാൻ വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് വേറെ ഒന്നുമല്ല, പ്രിൻസിപ്പിൾ കോൾഡ് ടു, എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ? പൃഥ്വിരാജ്, കറക്റ്റ്. ആട്ടര പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് ആൻഡ് ജയസൂര്യ അല്ലേ? ഓക്കെ, പ്രിൻസിപ്പൽ കോൾഡ് ടു പണിഷ് നമ്മുടെ ആരെ? അമർ അക്ബർ ആൻ്റണി. ഓക്കെ, കേട്ടോ, ഞാൻ അവരുടെ പേര് ഇടുന്നു പറഞ്ഞില്ലേ? ഓക്കെ, ഞാൻ ഫോർ വേറെ ഒരു കളറിൽ എഴുതാം കേട്ടോ, കാരണം ഫോറിനെ കൊണ്ട് നമുക്കൊരു ജോലിയില്ല. നമ്മൾ ജസ്റ്റ് ഗ്രാമാറ്റിക്കൽ. ഫോർ മിസ്ബിഹേവിങ് ഞാൻ ഇവിടെ അങ്ങോട്ട് എഴുതിയ കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക്. ഇൻ ഹിസ്റ്ററി ക്ലാസ്. എന്താ ഞാൻ പറഞ്ഞേ? പ്രിൻസിപ്പൽ കോൾ ടു പണിഷ് അമർ അക്ബർ ആൻ്റണി ഫോർ മിസ്ബിഹേവിങ് ഇൻ ഹിസ്റ്ററി ക്ലാസ്. അവർ ഭയങ്കര പ്രശ്നക്കാരാണല്ലോ. അപ്പോൾ അവർ മിസ്ബിഹേവ് ചെയ്തു. ഏത് ക്ലാസ്സിൽ? ഹിസ്റ്ററി ക്ലാസ്സിൽ. ഇപ്പോൾ അവർ മിസ്ബിഹേവ് ചെയ്തുകൊണ്ട് നമ്മളതിന് പ്രിൻസിപ്പൾ അവരെ വിളിച്ചു അല്ലേ, പണിഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് വെച്ചാണ് നമ്മുടെ ഫുൾ എല്ലാ ഫൈലംസിനും കറക്റ്റ് ഓർഡറിൽ ഓർക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പ്രിൻസിപ്പൽ കോൾ ടു ഈസിയാണോ ഓർക്കാൻ? പ്രിൻസിപ്പൽ കോൾ ടു പണിഷ് അമർ അക്ബർ ആൻ്റണി ഫോർ മിസ്ബിഹേവിങ് ഇൻ ഹിസ്റ്ററി ക്ലാസ് അല്ലേ? നിങ്ങൾക്ക് ഈ സിനിമ അറിയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വേറെ പിള്ളേർക്ക്, ഈ സിനിമ അറിയാത്ത പിള്ളേർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും ഈ ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ. എല്ലാവർക്കും മനസ്സിലായോ ഇല്ലയോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, സോ നമുക്ക് ഫൈലംസ് എഴുതി തുടങ്ങാം. ആദ്യം എന്താ? പി ഫോർ, ഞാൻ ABCD പഠിപ്പിക്കുന്നല്ലോ, പോറിഫെറ. സി ഫോർ നമ്മുടെ സീലൻട്രേറ്റ. എല്ലാവരും ഉണ്ടോ എൻ്റെ കൂടെ? അത് ഉറങ്ങുവാണോ എല്ലാവരും? ഓക്കെ, സീലൻട്രേറ്റ. 2 ഇവിടെ സ്റ്റുഡൻസ്, ഇത് ആക്ച്വലി ടീനോഫോറയ്ക്ക് ടി ആണല്ലോ ലൗഡ് വോയിസ്, സി സൈലൻ്റ് അല്ലേ, അതുകൊണ്ടാണ് നമ്മളിവിടെ 2 എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ടീനോഫോറ, ടി ആണ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുക. പ്ലാറ്റിഹെൽമിൻസ്. ഇനി ഒരിക്കലും നിങ്ങൾ ഫൈലംസ് മറക്കത്തില്ല കേട്ടോ. ആസ്കെൽമിൻതെസ്. അടുത്ത എന്താ? എല്ലാവരും അടുത്ത പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ആസ്കെൽമിൻതെസ് കഴിഞ്ഞു ഞാൻ. ഓക്കെ, ആസ്കെൽമിൻതെസ് കഴിഞ്ഞു. അടുത്ത ഏതാ? അക്ബറിനാരാ വരിക? വെരി ഗുഡ്, അനലിഡ. അക്ബറിനാരാ വന്നേ? അനലിഡ. ഓക്കെ, ആൻ്റണിക്ക് ആരാ വരുന്നേ? ആർത്രോപോഡ. മിസ്ബിഹേവിങ്, മൊലസ്ക. ഇൻ എക്കൈനോഡെർമേറ്റ. ഹിസ്റ്ററി ഹെമികോർഡേറ്റ. ക്ലാസ് ആരാ? കോർഡേറ്റ.
അങ്ങനെ നമ്മളെല്ലാ ഫൈലംസ് വെരി ഗുഡ് എല്ലാവരും റിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നോ? സോറി ഞാൻ കണ്ടില്ല. അപ്പോൾ എല്ലാ ഫൈലും നമ്മൾ പഠിച്ചു അല്ലേ? So, principal called to punish Amar Akbar Antony for misbehaving in history class. Porifera, Ctenophora, Ctenophora, Platyhelminthes, Aschelminthes. അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും അല്ലേ? So, Aschelminthes, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata and Chordata. ഇപ്പം തന്നെ ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. മാമിൻ്റെ നോട്ട്സ് വന്നിട്ട് ഞാൻ ഇനി എഴുതാമെന്നൊക്കെ പറയരുത്. ഇപ്പം തന്നെ അതങ്ങ് എഴുതി വെക്കുക. കാരണം ആ പണി അങ്ങ് കഴിയും. കാരണം നിങ്ങൾക്ക് അതങ്ങ് ഓർത്ത് വെക്കും തലയിൽ അല്ലേ? ഒരു വട്ടം എഴുതുമ്പോൾ യു വിൽ റിമെമ്പർ ഇറ്റ് വെൽ. ഓക്കെ. സോ ഇനി ആരെങ്കിലും ഫൈലം മറക്കുമോ? സ്റ്റുഡൻസ് സത്യം പറയാം, എൻ്റെ സമയത്ത് ടീച്ചേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സത്യമായിട്ടും കുറേ കാര്യങ്ങളൊക്കെ ഓർത്തേനെ. കാരണം ഈ ചാപ്റ്ററൊക്കെ ഞാൻ കുറേ ഇരുന്ന് എഴുതി പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഐ യൂസ് ടു സിറ്റ് ആൻഡ് റൈറ്റ് ഈച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ എക്സാമ്പിൾസ് പഠിക്കാൻ ഞാൻ കുറേ ഐ വാസ് ലൈക്ക് എന്നെക്കൊണ്ട് പറ്റില്ല, ഐ കനോട്ട് ലേൺ ബയോളജി എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. സോ ഇപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഐ എം ലൈക്ക് അയ്യോ ഇതുപോലെ അന്ന് എന്നെ ആരെങ്കിലും പഠിപ്പിച്ചായിരുന്നെങ്കിൽ മേ ബി ഐ വുഡ് ഹാവ് ബീൻ ഇൻ എ ബെറ്റർ മാർക്സ് ഒക്കെ ആ സമയത്ത് സ്കോർ ചെയ്തേനെന്ന്. ഓക്കെ. സോ ഇത് ക്ലിയർ ആണല്ലോ? ക്യാൻ ഐ മൂവ് ഓൺ? ഓക്കെ. സോ യെസ്, നമ്മളിപ്പോൾ ഫൈലംസ് പഠിച്ചു. നമ്മൾ ആദ്യത്തെ ഫൈലത്തിൻ്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് ഹാബിറ്റാറ്റിൽ നിന്നാണ്. അപ്പോൾ പോറിഫെറയുടെ ഹാബിറ്റാറ്റ് എന്താ? മറൈൻ. ഓക്കെ. പോറിഫെറയുടെ ഹാബിറ്റാറ്റ് മറൈൻ. സോ സ്റ്റുഡൻസ്, ഈ പോറിഫെറ മറൈൻ ആണെന്ന് വെച്ചാൽ ഇതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എവിടെയാണ്? മറൈൻ എന്ന് വെച്ചാൽ നമ്മുടെ സീ, ഓഷ്യൻസ് അല്ലേ, ആ ഒരു സോൾട്ടി കണ്ടീഷനിലായിരിക്കും ഇതിനെ കാണുന്നതല്ല. നമ്മുടെ ഫ്രഷ് വാട്ടറിൽ കാണാൻ ചാൻസ് കുറവാണ്. ഓക്കെ. യെസ്, യു ക്യാൻ ഗെറ്റ് 700 ഇൻ നീറ്റ്. പക്ഷേ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവണം ഓൾറെഡി കേട്ടോ. കാരണം നമുക്ക് ഇനി 5 months കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1.5 month റിവിഷൻ ചെയ്യണമെങ്കിൽ ഇനി നിങ്ങൾക്ക് 4 months ഉള്ളൂ കേട്ടോ. 4 months ഉള്ളൂ. സ്റ്റുഡൻസ്, ഞാൻ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, പിന്നെ കുറച്ച് സ്റ്റുഡൻസുമായിട്ട് നന്നായിട്ട് സ്കോർ ചെയ്ത സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒരു ടൈം ടേബിളും അവരുടെ ഒരു സ്റ്റഡി റൂട്ടീനും ഒക്കെ ഞാൻ എൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ജസ്റ്റ് എൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ പോയി അത് വാച്ച് ചെയ്യുക. ഷോർട്ട് വീഡിയോസാണ്. പിന്നെ പിള്ളേർ ചോദിച്ച ഡൗട്ട്സൊക്കെ ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ പേര് ചോദിച്ച ഡൗട്ടാണ്, മാം ഞാൻ 12th പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ എങ്ങനെ നീറ്റും കൂടെ പഠിക്കുന്നതെന്ന്. ആ ഡൗട്ട്സ് ഞാൻ ഇൻ ഡീറ്റെയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. Yes, Shrishti, with dedication, aims also is possible. Okay? It's not that hard. Okay? So students, അടുത്തത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇത് asymmetrical ആണ്. Asymmetrical എന്ന് വെച്ചാൽ this body, how much ever you try, ഏതൊക്കെ രീതിയിൽ നിന്ന് ട്രൈ ചെയ്താലും ഇതിൻ്റെ ബോഡി 2 ഹാഫിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഇമേജ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ ഇത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, ബിക്കോസ് നമ്മൾ ഈ സ്റ്റാർട്ടിങ് ഓർഗാനിസത്തിലൊക്കെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കും കണ്ടുവരുന്നത്. കാരണം പിന്നെയാണ് കുറച്ച് എവല്യൂഷൻ നമ്മൾ കാണുന്നത്. പിന്നെ ആയിരിക്കും നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടുവരുന്നത്. സോ ദിസ് ഇസ് ഡിപ്ലോബ്ലാസ്റ്റിക്. ഓക്കെ. ഇറ്റ്സ് മറൈൻ, എസിമെട്രിക്കൽ, ഡിപ്ലോബ്ലാസ്റ്റിക്. ഡെഫിനറ്റ്ലി ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് എസീലോമേറ്റ് ആവാം, ബിക്കോസ് നമുക്ക് മീസോഡം പ്രസൻറ്റ് അല്ലേ? ഡിപ്ലോബ്ലാസ്റ്റിക്കിലും മീസോഡം ഇല്ല. എസീലോമേറ്റ് എന്ന് പറഞ്ഞാലും മീസോഡം ഇല്ല അല്ലേ? ആ മീസോഡം ലെയർ ഇല്ല. Are you all with me? പിന്നെ ഇതിൻ്റെ ലെവൽ ഓർഗനൈസേഷൻ ഏതാ? സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ. സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അടുത്ത ഞാൻ കോമൺ ക്യാരക്ടർ എന്താ പറഞ്ഞത്? ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ ഫെർട്ടിലൈസേഷൻ? ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ്. എന്ന് വെച്ചാൽ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. സോ ഇൻഡയറക്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റുഡൻസ്? അതിൻ്റെ ആ ഓർഗാനിസത്തിന് ഫ്രം യങ്ങർ വൺ ടു അഡൾട്ട് ആവുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ലാർവൽ സ്റ്റേജ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് കാണാം കേട്ടോ. സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറിസ്റ്റിക്കിൽ ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഹാസ് എ പ്രസൻസ്. ഈ പോറിഫെറയുടെ എക്സാമ്പിൾ തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താ? സ്പോഞ്ചസ്. നിങ്ങൾ സ്പോഞ്ചസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ നോർമൽ സ്പോഞ്ചിൽ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും സ്പോഞ്ച് വെച്ചിട്ട് അവിടെ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ ആ സ്പോഞ്ച് പെട്ടെന്ന് അത് വെള്ളം അബ്സോർബ് ചെയ്യും അല്ലേ? അതെന്തുകൊണ്ടാണ്? ആ സ്പോഞ്ചിന് ചുറ്റും പോർസ് ഉണ്ട് അല്ലേ? സ്മോൾ ടൈനി ഹോൾസ് ഉണ്ട്. അപ്പോൾ അതേപോലെ ഈ ഓർഗാനിസത്തിനും ചെറിയ പോർസ് ഉണ്ട്. ആ പോർസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓസ്റ്റിയ. ആ പോർസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഓസ്റ്റിയ. ഓക്കെ. ഈ ഓസ്റ്റിയ ഓപ്പൺ ചെയ്യുന്നത് വേറൊരു സ്പേസിലേക്കാണ്. അതാണ് സ്പോഞ്ചോസീൽ. ഓക്കെ. സോ ഞാനത് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ, അയ്യോ പോയി മുഴുവൻ,
ഞാൻ സ്പേസ് ഇട്ട് വരയ്ക്കുന്നു. സ്റ്റുഡൻസ് ഈ സ്പേസ് എനിക്ക് അറേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഈ ഇങ്ങനെ വരയ്ക്കുന്നതെല്ലാം നിങ്ങളുടെ പോഴ്സ് ആട്ടോ. Okay, so imagine this is a sponge. Okay, this is a sponge. Yes, very good. Water canal system അല്ലേ. അപ്പോൾ ഈ സ്പോഞ്ചിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഇത് വാട്ടർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഒബ്വിയസ്ലി ഇത് വെള്ളത്തിനകത്താണ്, അപ്പോൾ എല്ലാ സ്ഥലത്തും വെള്ളമാണ്. അപ്പോൾ ഈ വാട്ടർ ആദ്യം കയറുന്നത് എങ്ങനെയാണ്? ഈ പോറിൽ കൂടെ. വാട്ട് ഇസ് എ പോർ കോൾ? ഓസ്റ്റിയ അല്ലേ. ദിസ് സ്മോൾ പോർ, ദിസ് എ സ്മോൾ ഓപ്പണിംഗ് ഹിയർ ഇസ് കോൾഡ് ഓസ്റ്റിയ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാവിറ്റി ഇല്ലേ, ഈ ഒരു മിഡിലുള്ള ക്യാവിറ്റി, ആ ക്യാവിറ്റിനെ നമ്മൾ പറയുന്നത് എന്താ? സ്പോഞ്ചോസീൽ. ഓക്കെ, ഈ ക്യാവിറ്റിനെ നമ്മൾ പറയുന്നത് എന്താ? സ്പോഞ്ചോസീൽ. ഒരു മിനിറ്റ്, അപ്പോൾ ഇത് ഞാൻ ലേബിൾ ചെയ്യാം. ഓസ്റ്റിയ, ഓക്കെ, സ്പോഞ്ചോസീൽ. ഓക്കെ, ഈ ക്യാവിറ്റീനെ നമ്മൾ സ്പോഞ്ചോസീൽ എന്ന് പറയാം അല്ലേ. നമ്മൾ കുറേ ക്യാവിറ്റീസിനെ പറ്റി കേട്ടിട്ടുണ്ട്, ബ്ലാസ്റ്റോസീൽ അല്ലെ ഗ്യാസ്ട്രോസീൽ. അപ്പോൾ ഈ സീൽ വേർഡ് നമ്മൾ എപ്പോഴും ക്യാവിറ്റീസ് യൂസ് ചെയ്യും. അപ്പോൾ ഈ നടുക്കുള്ള ഈ ഒരു എംറ്റി സ്പേസ് ഇല്ല, അതിനെ നമ്മൾ സ്പോഞ്ചോസീൽ എന്ന് വിളിക്കും. ഈ സ്പോഞ്ചോസീലിന് ഈ വലിയൊരു ഓപ്പണിംഗ് നിങ്ങൾ കാണുന്നതാണ് ഓസ്ക്യുലം. ഈ ഒരു വലിയ മൗത്ത് ലൈക്ക് ഓപ്പണിംഗ്, ഒരു വലിയ ഓപ്പണിംഗ്, അതിനെയാണ് നമ്മൾ ഓസ്ക്യുലം എന്ന് വിളിക്കുന്നത്. സോ എന്താവും? നോർമലി വാട്ടർ മൂവ് ആവണമെങ്കിൽ, അവരുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ വാട്ടർ ഓസ്റ്റിയയിൽ നിന്ന്, so through ostia it will enter, it will move into the spongocele. So it will come into the spongocele. From spongocele it will go out through the osculum. എന്ന് വെച്ചാൽ അൺവാണ്ടഡ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫുഡും കൊണ്ടാണ് ഈ വാട്ടർ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ഫുഡ് ഈ ഓർഗാനിസം ക്യാപ്ചർ ചെയ്യും അല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഓസ്ക്യുലത്തിൽ കൂടെ റിമൂവ്ഡ് ആയി. ഓക്കെ, നൗ ഈ വെള്ളം ഒന്ന് മൂവ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാരും കൊണ്ടുണ്ട്. ദേ ആർ കോൾഡ് ക്വാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ്. ദാറ്റ് മീൻസ് ദീസ് സെൽസ് വിൽ ബി പ്രസൻറ്റ് എവ്രിവെയർ. ഓക്കെ, ഇങ്ങനെ പ്രസൻ്റ് ആയിട്ടുണ്ടാവും എല്ലാ സ്ഥലത്തും, ഫുൾ ത്രൂ ഔട്ട് ദ ബോഡി. സോ ദിസ് ബേസിക്കലി എന്താ ചെയ്യുന്നത്? ഈ വെള്ളത്തിന് മൂവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രഷർ ഇല്ല, ആ ഒരു മൂവ്മെൻറ്റ് ഇവരുടെ ഈ സീലിയ ലൈക്ക് സ്ട്രക്ചറും കൊണ്ട് അവരിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താ? വാട്ടർ മൂവ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ. സോ ഫ്രം ഓസ്റ്റിയ ഇറ്റ് വിൽ മൂവ് ഔട്ട് ടു ദ ഓസ്ക്യുലം. സോ ദിസ് സെൽസ് ആർ കോൾഡ് ആസ് യുവർ കോളർ സെൽസ്. വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? കോളർ സെൽസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചാണ് വാട്ടർ കനാൽ സിസ്റ്റം. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറഞ്ഞാണ് വാട്ടർ കനാൽ സിസ്റ്റം. സോ ഞാൻ ഇവിടെ എഴുതുമ്പോൾ എന്താ എഴുതുക? ഓസ്റ്റിയയിൽ നിന്ന് വാട്ടർ എങ്ങോട്ടാണ് പോകുന്നത്? സ്പോഞ്ചോസീൽ. ഫ്രം സ്പോഞ്ചോസീൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഓസ്ക്യുലം. എല്ലാവർക്കും മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവരും പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, ക്ലിയർ ആണോ? യെസ്. സോ ഈ ഒരു ഹോൾ സിസ്റ്റത്തിനെ എനിക്ക് എന്ത് വിളിക്കാം? വാട്ടർ കനാൽ സിസ്റ്റം എന്ന് വിളിക്കാം അല്ലേ. വാട്ടർ കനാൽ സിസ്റ്റം. ഓക്കെ, പിന്നെ what did I say? The presence of cells. So those cells are called choanocytes or collar cells that helps for movement. അല്ലേ, that helps for movement. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്. ഓക്കെ, ഗ്രേറ്റ്. സ്റ്റുഡൻസ് പെട്ടെന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. എല്ലാവരും ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടാവും. ലിങ്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. 11th പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രമേ ചാറ്റ് ബോക്സിൽ അങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ക്വാനോസൈറ്റ്സ് എന്ത് ചെയ്യും? ഓക്കെ, ക്വാനോസൈറ്റ്സ് എന്ത് ചെയ്യും? ഇവിടെ ഒരു ഓക്കെ, ക്വാനോസൈറ്റ്സ് എന്ത് ചെയ്യും? കോളർ സെൽസ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് കോളർ സെൽസ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ മൂവ്മെൻറ്റ് അല്ലേ. ആ ഒരു വാട്ടർ മൂവ്മെൻറ്റിനെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ ബോഡി അല്ലെങ്കിൽ ഇതിൻ്റെ സ്കെലിറ്റൻ എങ്ങനെയാണ് ഫോം ആയിരിക്കുന്നതെന്ന് നമ്മൾ പഠിക്കണം അല്ലേ. ദാറ്റ് സ്കെലിറ്റൻ ഫോർമേഷൻ. സോ ദാറ്റ് സ്കെലിറ്റൻ ഫോർമേഷന് ഒരു മിനിറ്റ് സ്റ്റുഡൻസ്. യെസ്. ഓക്കെ, സോ ആ സ്കെലിറ്റൻ ഫോർമേഷന് it's made up of spicules. Okay, the skeleton is made up of spicules or spongin fibers. Okay, spongin fibers. Okay, students, very important ato.
Yes, very good. Athira, skeleton is made up of specules or spongin fibers. Okay, ഇതൊക്കെ ഈ ഓറഞ്ചിൽ എഴുതുന്നതൊക്കെയാണ് നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടേഴ്സ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഇത് തന്നെ ആയിരിക്കും എല്ലാ ഓർഗാനിസത്തിലും ഡിഫറെൻ്റ് ആണോ എന്ന് നോക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഈ ഓർഗാനിസത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ, ഈ ഒരു ഫൈലത്തിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു കളറിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? Sexes are not separate, right? Sexes are not separate. Male female, egg sperm form ആവുന്നത് ഒരേ individual ആണ്. So this is called, it is called hermaphrodite. Okay, clear ആണോ എല്ലാവർക്കും? Is it clear? Yes, yes. ഇനി നമുക്കൊരു ട്രിക്ക് പഠിക്കാം ഇതിൻ്റെ ഓർക്കാൻ വേണ്ടി. നിങ്ങൾ ഈ ട്രിക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എൻ്റെ ഷോർട്സിൽ. പക്ഷെ കാണാത്തവർക്ക് വേണ്ടി നമുക്ക് ഒരു ട്രിക്ക് പഠിക്കാം. സോനു eats sweet. Sonu eats sweets. Okay, yeah, sexes are not separate. Sonu eats sweets. Okay, अब S stands for cycon, E stands for euspongin. Okay, S stands for spongilla. S stands for spongilla. Okay, Sonu എന്താ ചെയ്യുന്നത്? Sonu eats sweet. So S stands for cycon, E stands for euspongin, S stands for spongilla. Clear ആണോ എല്ലാവർക്കും? ഇതാണ് ഈ ട്രിക്ക് കേട്ടോ. Sonu eats sweets. Okay, clear ആണോ? എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. പെട്ടെന്ന് എൻ്റെ കൂടെ തന്നെ എഴുതി പോകണം കേട്ടോ. യെസ്. Okay, can I move on? So these are the characteristics. These are the characteristics. This is the way to remember the example and this is the sponge. ഇനി നമുക്ക് നമ്മുടെ NCERT നോക്കാം കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെ അറ്റത്തെ NCERT ഇട്ടിട്ടുണ്ട് ബിക്കോസ് ഇൻ കേസ് ഞാൻ ഏതെങ്കിലും പോയിന്റ്സ് മിസ്സായാൽ ഐ ഡോണ്ട് വാണ്ട് യു ടു ബി എഫക്റ്റഡ് ബൈ ഇറ്റ്. സോ അത് കാരണമാണ് ഞാൻ NCERT ഇട്ടേക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഇതാണ് ഡയഗ്രാം കണ്ടോ. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് അസിമെട്രിക്കൽ ആണ് അല്ലേ. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം അസിമെട്രിക്കൽ ആണ് അല്ലേ. കാരണം ഇതിനെ എങ്ങനെ കട്ട് ചെയ്താലും നമ്മൾ എങ്ങനെ രണ്ട് ഹാഫ് ആക്കാനാ, വെറുതെ എന്തിനാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. നമുക്ക് അതിനെ അസിമെട്രിക്കൽ എന്ന് വിളിക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടാൽ നമുക്ക് തോന്നും കമ്പിനകത്ത് കയറി ഇരിക്കുകയെന്ന്, പക്ഷേ ഇങ്ങനെയാണ് കേട്ടോ ഈ സാധനം, സ്പോഞ്ചില്ല. ഓക്കെ, സോ യെസ്, ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. മൾട്ടി സെല്ലർ ആണ്, ഏസിമെട്രിക്കൽ ആണ്, പിന്നെ കെനാൽ സിസ്റ്റം ഉണ്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഓസ്റ്റിയോ ഉണ്ട്, സ്മോൾ പോർസ്, അതുപോലെ ഒരു ക്യാവിറ്റി ഉണ്ട്, സ്പോഞ്ചോസീൽ, ഓസ്കിലം ആണ്, ബിഗ് മൗത്ത് അല്ല ദ ഓപ്പണിംഗ്. ഓക്കെ, ഈ പാത്വേ ഓഫ് വാട്ടർ വിൽ ഹെൽപ്പ് ദം ഫോർ വാട്ട് ആൻഡ് ഓൾ? ഫുഡ് ഗ്യാതറിങ്, ഫോർ റെസ്പിറേഷൻ, റിമൂവൽ ഓഫ് വേസ്റ്റ് അല്ലേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വെള്ളം അകത്തു കൂടെ കയറിയിട്ട് എന്തിനാണ് പിന്നെ ഈ ഓസ്കിലത്തിൽ കൂടെ പുറത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ഈ വെള്ളം എന്തിനാണ് അകത്തോട്ട് വരുന്നത്? ഈ വെള്ളം കയറുന്നത് വിത്ത് ഗ്യാസസ്, വിത്ത് ഫുഡ് മെറ്റീരിയൽസ്. അതേപോലെ ഇറങ്ങുന്ന എന്തുകൊണ്ടൊക്കെയാണ്? വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും, അൺവാണ്ടഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യുന്നത് ഈ വാട്ടർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഈ വാട്ടർ കനാൽ സിസ്റ്റം ആവശ്യം. ഓക്കെ, യെസ്, ഞാൻ ട്രിക്കിൻ്റെ ക്വീൻ തന്നെയാണ്. കാരണം ബയോളജി പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലായിട്ട് കുറേ ട്രിക്സ് പഠിക്കണം. ദെൻ ഓൺലി ഐ കൻ മേക്ക് ഇറ്റ് ഈസി ഫോർ യു അല്ലേ. സോ ക്വാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ് എവിടെ ഉണ്ടാവും? സ്പോഞ്ചോസീലിന് ചുറ്റും ഉണ്ടാവും. അപ്പോൾ അത് വാട്ടറിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദ ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ എ skeleton which is made up of specules or spongin fibers. Sexes are not separate, so it's called hermaphrodite. Eggs and sperms are produced in the same individual. Okay, sponges reproduce asexually by fragmentation and sexually by formation of gametes. Okay, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവിടെ നമുക്ക് എഴുതിയേക്കാം, ഈ പോയിൻ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം. ഓക്കെ, എവിടെ ഞാൻ ആഡ് ചെയ്യും സ്റ്റുഡൻസ്? ഓക്കെ, ഇവിടെ എഴുതാം കേട്ടോ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. കാരണം നമ്മൾ മുന്നോട്ട് പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണത്തില്ല. സോ അതുകൊണ്ട് നമ്മൾക്ക് ഇതിനെ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറായിട്ട് എഴുതാം കേട്ടോ. ഇനിയും സിലിണ്ടറേറ്ററിൽ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ കാണത്തില്ല കേട്ടോ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, ക്ലിയർ? Yes. So fertilization is internal, development is indirect, having a larval stage which is morphologically distant from the adult stage. Okay, so നമ്മളിപ്പോൾ ടാഡ്പോളിനെയും ഫ്രോഗിനെയും കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അല്ലേ. ലാർവ ഡിഫറെൻ്റ് ആണ്, അഡൾട്ട് ഡിഫറെൻ്റ് ആണ്. അതേപോലെ ഇവരും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ലാർവൽ സ്റ്റേജ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദി അഡൾട്ട്. ഓക്കെ, ക്ലിയർ ആണോ സ്റ്റുഡൻസ്? ഇതാണ് നിങ്ങളുടെ വാട്ടർ കനാൽ സിസ്റ്റം. നമുക്ക് വാട്ടർ എൻ്റർ ആവും. ഈ പോർഷൻ നമ്മൾ എന്താ പറയുക? ഓസ്റ്റിയ എന്ന് പറയും. അപ്പോൾ
ഓസ്റ്റിയെ കൂടെ എൻ്റർ ചെയ്ത് സ്പോഞ്ചോസീലുണ്ടാവും. ഈ റെഡ് കളർ നിങ്ങൾ കാണുന്നതാണ് കോലർ സെൽസ്. കണ്ടോ, അത് ഫുൾ ത്രൂ ഔട്ട് കോലർ സെൽസ് ആണ് അല്ലേ. എന്നിട്ട് ഈ വാട്ടർ പുറത്തോട്ട് പോകുന്ന എവിടുന്ന ഓസ്കിലും. സോ ഇതാണ് നിങ്ങളുടെ വാട്ടർ കനാൽ സിസ്റ്റം. ഓക്കെ, യെസ്. അടുത്ത നമുക്ക് സീലൻട്രേറ്റ. അടുത്തതിലേക്ക് പോകാമോ? എല്ലാവരും ഓക്കെ ആണല്ലോ? അടുത്തതിലേക്ക് പോകാമല്ലോ? ബ്രേക്കൊക്കെ തരാം കേട്ടോ. ലോങ് സെഷനായിട്ട് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ചായ കുടിക്കാനൊക്കെ സമയം ഞാൻ തരാം. പക്ഷേ അതിന് മുന്നേ ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരു ബ്രേക്കും തരത്തില്ല. ഓക്കെ, ഞാൻ വെരി സ്ട്രിക്റ്റ് ആണ്, ഒരു ബ്രേക്കും തരത്തില്ല നിങ്ങൾ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ. ഓക്കെ, ഞാനിവിടെ കഷ്ടപ്പെടുന്ന ഇന്ന് നിങ്ങളുടെ അടുത്ത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താ? യെസ് മാം, നോ മാം, മനസ്സിലായി മാം, മനസ്സിലായില്ല മാം, ഫയർ മിമോജി, ഇത്ര ഇട്ടാൽ പോരെ അല്ലേ? സോ സീലൻട്രേറ്റ ഇവിടെ പഠിക്കുമ്പോൾ നമുക്കിതിന് ആദ്യം ഹാബിറ്റാറ്റാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഹാബിറ്റാറ്റ് അത് മറൈനാണ് ആൻഡ് അക്വാറ്റിക് ആണ്. ഓക്കെ, മറൈനാണ്, അക്വാറ്റിക് ആണ് അല്ലേ. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ? ഇതും ഡിപ്ലോബ്ലാസ്റ്റിക് ആട്ടോ, ഇതും ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞു, അത് മാത്രമാണ് സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതെന്തായിരിക്കും? ടിഷ്യൂ ലെവൽ അല്ലേ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇപ്പം ഞാൻ പറഞ്ഞു ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, അപ്പോൾ അവർ സീലോമേറ്റും കൂടെ ആയിരിക്കുമല്ലോ അല്ലേ. നെസസറി ഇല്ല കേട്ടോ സ്റ്റുഡൻസ്, ചില സ്ഥലത്ത് അവർ ചേഞ്ച് ആവും. ഞാൻ ജസ്റ്റ് പറയാണ്, ഓർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആലോചിക്കാം, ഓ ഞാൻ ഇതിന് ഡിപ്ലോബ്ലാസ്റ്റിക് എഴുതി, അപ്പോൾ എനിക്ക് ഇത് മനസ്സിലായി, എനിക്കിത് സീലോമേറ്റ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ഇതിൻ്റെ സിമിട്രി അത് അസിമെട്രിക്കൽ ആയിരുന്നു, പക്ഷേ ഇത് റേഡിയൽ സിമിട്രി. എന്ത് സിമിട്രി? റേഡിയൽ സിമിട്രി എന്ന് വെച്ചാൽ ഏത് സൈഡിൽ കൂടെ ഞാൻ ഇതിനെ കട്ട് ചെയ്താലും എനിക്ക് ഈക്വൽ ഹാഫ്സ് ഉറപ്പാണ്. ഓക്കെ, അസിമെട്രിക്കൽ. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിൻ്റെ സ്പെഷ്യലൈസ് ക്യാരക്ടേഴ്സ് പഠിച്ചാലോ? ഇനിയും ഫെർട്ടിലൈസേഷൻ അതൊക്കെ നമുക്ക് ഇനി NCERT നോക്കാം. ഇതിൻ്റെ സ്പെഷ്യലൈസ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്പെഷ്യലൈസ് ക്യാരക്ടറിൽ നിന്ന് തുടങ്ങാം. റെഡിയാണോ? ഓക്കെ, ആദ്യത്തെ സ്പെഷ്യലൈസ് ക്യാരക്ടർ, ഇവർക്ക് ടെൻറ്റക്കിൾസ് ഉണ്ട്. എന്തുണ്ട്? ടെൻറ്റക്കിൾസ്. ഓക്കെ, ടെൻറ്റക്കിൾസ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ അറ്റത്ത് വരച്ച് കാണിച്ചു തരാം. സ്റ്റുഡൻസ് ഇങ്ങനെ ഉണ്ടാവും ടെൻറ്റക്കിൾസ് കേട്ടോ. ഓക്കെ, ഫുള്ളുണ്ടാവും, ഷാർപ്പായിട്ടുണ്ടാവും. ഞാനിപ്പോൾ അത്രയും ഇതായിട്ട് വരച്ചില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരച്ചാണ്. ഇങ്ങനെയായിരിക്കും ടെൻറ്റക്കിൾസ്, ഫുൾ ടെൻറ്റക്കിൾസ് ഉണ്ടാവും. നമ്മുടെ ഏറ്റവും ഈസി എക്സാമ്പിൾ സീലൻട്രേറ്റയുടെ നമ്മുടെ ജെല്ലി ഫിഷ് കേട്ടോ. നിങ്ങളെല്ലാവരും ജെല്ലി ഫിഷ് അറ്റ്ലീസ്റ്റ് TV-യിലെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ. സോ നമ്മുടെ ജെല്ലി ഫിഷ്, അപ്പോൾ ഇത് ജെല്ലി ഫിഷിൻ്റെ ടെൻറ്റക്കിൾസ് താഴോട്ടും ഈ പോലിപ്പ് ഫോം എന്ന് വെച്ചാൽ നമ്മുടെ ഹൈഡ്രയൊക്കെ മേളിലോട്ടും ആയിരിക്കും കേട്ടോ. മേളിലോട്ടും ആയിരിക്കും നിങ്ങളുടെ എന്താ പറയുക ടെൻറ്റക്കിൾസ്. അപ്പോൾ ഈ ടെൻറ്റക്കിൾസിൽ ഒരു സ്പെഷ്യലൈസ് സെല്ലുണ്ട്. ആ സെല്ലിനെ നമ്മൾ വിളിക്കുന്നതാണ് നിഡോബ്ലാസ്റ്റ്. So what did I say? Tentacles have some cells which are called as nidoblast. Okay, nidoblast. ഈ നിഡോബ്ലാസ്റ്റ് ബേസിക്കലി എന്ത് ചെയ്യും? ഈ നിഡോബ്ലാസ്റ്റ് this nidoblast has nematocyst. Okay, nidoblast has what? Nematocyst. Students ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഒരു സെല്ലാണ്. ഈ സെല്ല് എന്താ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നെമാറ്റോസിസ്റ്റിന് ഒരു ടച്ച് സെൻസിറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇമാജിൻ എൻ്റെ കൈ, ഈ പെന്നാണ് പ്രേ. ഓക്കെ, ഈ പെന്നിങ്ങനെ വരുമ്പോൾ നെമാറ്റോസിസ്റ്റ് ഉണ്ട്. ഇത് ടെൻറ്റക്കിൾസ് ആണ്. ടെൻറ്റക്കിൾസിന് നിഡോബ്ലാസ്റ്റ് ഉണ്ട്. നിഡോബ്ലാസ്റ്റിനകത്ത് നെമാറ്റോസിസ്റ്റ് ഉണ്ട്. സെൻസിറ്റീവ് ആകുമ്പോൾ ഇത് ടച്ച് ആയതുകൊണ്ട് ഇത് ട്രിഗർ ആവും. എന്താവും? ഈ നെമാറ്റോസിസ്റ്റ് ട്രിഗറായി ഈ ഒരു ഷാർപ്പ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ റിലീസ് ചെയ്ത് ഈ പ്രേനെ അങ്ങ് കംപ്ലീറ്റ്ലി ഗൾപ്പ് ചെയ്യും. ഓക്കെ, സോ മനസ്സിലായ എല്ലാവർക്കും? നിങ്ങൾ മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കുറേ സിനിമയിലൊക്കെ കണ്ടില്ല, ഇങ്ങനെ ഒരു ത്രെഡ് പോലെ ഇങ്ങനെ എറിഞ്ഞിട്ട് ഒരാളെ ഇങ്ങനെ പിടിക്കുക, വലിച്ചുകൊണ്ട് വരിക. അതേപോലെ തന്നെ ഈ നെമാറ്റോസിസ്റ്റിന് ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. പ്രേ അതിനെ പ്രേൻ്റെ ചുറ്റും അത് എൻഗൾഫ് ചെയ്യും. ഓക്കെ, സോ അതിനാണ് ഈ നെമാറ്റോസിസ്റ്റ് ഇസ് പ്രസൻറ്റ് ഓർ നിഡോബ്ലാസ്റ്റ് ഇസ് പ്രസൻറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ സ്റ്റുഡൻസ്?
ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ അതിൻ്റെ മെക്കാനിസം അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. പക്ഷേ ഇത് മനസ്സിലായെന്ന് പെട്ടെന്ന് പറയണം കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെ നിഡോബ്ലാസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. യെസ് ഓർ നോ? പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഞാൻ ആ ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ അത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ആ ഇമേജ് കാണിച്ച് നിങ്ങൾ ഒന്നും കൂടെ ആ നെമാറ്റോസിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇത്രയും മനസ്സിലായോ? ടെൻറ്റക്കിൾസിൽ ഒരു സ്പെഷ്യലൈസ് സെല്ലുണ്ട്, അതിന് ദാറ്റ് ഇസ് കോൾഡ് നിഡോബ്ലാസ്റ്റ്. ദിസ് ഇസ് ക്ലിയർ? ദിസ് ഇസ് ക്ലിയർ? നെമാറ്റോസിസ്റ്റ് ഇസ് ബേസിക്കലി പോയിസൺ റിലീസ് ചെയ്യും ടു കിൽ ദ പ്രേ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാൻ ഞാൻ ഈ ഇമേജ് കാണിച്ച് അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. നൗ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇവർക്ക് 2 ബോഡി ഫോം ഉണ്ട്. എന്തുണ്ട്? 2 ബോഡി ഫോം. 2 body form. One is called illa thanne edale polyp and one is called medusa. So ഞാൻ അവിടെ വരച്ചേക്കുന്നത് ഇതാണ് polyp. ഓക്കെ, ഇതാണ് polyp, ഇതാണ് നിങ്ങളുടെ മെഡ്യൂസ. സോ ഇവർക്ക് 2 ബോഡി ഫോം ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? സ്റ്റുഡൻസ്, നമ്മൾ പ്ലാന്റ്സിൽ പഠിച്ചാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലേ? ഗ്യാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിന് ഇത് ചെയ്യും, സ്പോറോഫൈറ്റ് ഗ്യാമറ്റോഫൈറ്റിന് ദേ വിൽ കീപ് കണ്ടിന്യൂയിങ് ദ സൈക്കിൾ അല്ലേ? അതേപോലെ ഇവർക്ക് 2 ബോഡി ഫോം ഉണ്ട്. ചില ഓർഗാനിസം പോളിപ്പിൽ റിമെയിൻ ചെയ്യും, ചിലത് മെഡ്യൂസയിൽ റിമെയിൻ ചെയ്യും. മെഡ്യൂസ എന്ന് പറഞ്ഞാൽ ഒരു അംബർല ഷേപ്പ് സ്ട്രക്ചർ. ഇവർ ഫ്രീ ആണ്, നിങ്ങൾ കണ്ടിട്ടില്ല, ജെല്ലി ഫിഷ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി വരും. പക്ഷേ പോളിപ്പ് മോർ ഓഫ് എൻ അറ്റാച്ച്ഡ് സ്ട്രക്ചറാണ്. ഓക്കെ, സോ ദിസ് പോളിപ്പ് will be attached downwards. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറും ഇവരുടെ മേലെ ആയിരിക്കും ടെൻറ്റക്കിൾസ്. മെഡ്യൂസ എന്ന് പറഞ്ഞാൽ ഒരു അംബ്രല്ല ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഇസ് എ ഫ്രീ സ്വിമ്മിങ് സ്ട്രക്ചർ. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ജെല്ലി ഫിഷ് ആയിട്ട് ഓർക്കാം. ഇതിൻ്റെ എക്സാമ്പിൾ ഹൈഡ്ര. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? സോ ഇതാണ് ഇവരുടെ 2 ബോഡി ഫോം. ഇവർക്ക് ഓൾട്ടർനേഷൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പോളിപ്പിൽ നിന്ന് മെഡ്യൂസ ഫോം ചെയ്യാൻ പറ്റും, മെഡ്യൂസയിൽ നിന്ന് പോളിപ്പും ഫോം ചെയ്യാൻ പറ്റും. അത് ഞാൻ അവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ if polyp has to give rise to medusa, okay, alternation of generation എന്ന് പറഞ്ഞാൽ സൈക്കിൾ പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ polyp will give rise to medusa asexually. That means with the help of asexual reproduction. ക്ലിയർ ആണോ? ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ മനസ്സിലാവത്തില്ല കേട്ടോ. ഇപ്പം തന്നെ ഇത് മനസ്സിലാക്കുക. So polyp will give rise to medusa by asexual reproduction, but medusa will give rise to polyp by sexual reproduction. So medusa എന്ത് ചെയ്യും? ഗാമീറ്റ്സ് ഫോം ചെയ്യും. ആ ഗാമീറ്റ്സ് വിൽ ഗിവ് റൈസ് ടു പോളിപ്പ്. ബട്ട് പോളിപ്പ് എന്ത് ചെയ്യും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് വിൽ ഗിവ് റൈസ് ടു മെഡ്യൂസ. സോ ഇവർ ഇങ്ങനെയാണ് ജനറേഷൻ ഓൾട്ടർനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജനറേഷൻ ഓൾട്ടർനേറ്റ് ചെയ്യുന്നത്. സോ ദേ ഷോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. നെക്സ്റ്റ് പോയിന്റ്, ദേ ഷോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡൈജഷൻ അല്ലേ? ഡൈജഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി. ഓക്കെ, ദിസ് സീലൻട്രേറ്റ്സ് ഹാവ് ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി. ഞാൻ ഡൈജഷനെ പറ്റി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സി ഡൈജഷൻ, സോ വെൻ വി ടോക്ക് അബൌട്ട് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, മൗത്ത് ഉണ്ടാവണം, ഏനസ് ഉണ്ടാവണം. 2 ഓപ്പണിങ്സ് കമ്പൽസറി ആണ് അല്ലേ? സോ വെൻ ഓർഗാനിസം ഡസ് നോട്ട് ഹാവ് 2 ഓപ്പണിങ്സ്, ലൈക്ക് അവർക്ക് മൗത്ത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഏനസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ 2 പ്രോസസ്സും ചെയ്യാൻ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ അതിനെ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, അതേപോലെ ഇവർക്കും ഉണ്ട് ഒരു ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി. ഓക്കെ, ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി ഈസ് പ്രസൻറ്റ്. ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഈസ് പ്രസൻറ്റ്. ഈ ക്യാവിറ്റിക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, ഒരു മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൈപ്പോസ്റ്റോം. എന്താണ് ഈ മൗത്ത് ലൈക്ക് ഓപ്പണിങ്ങിനെ വിളിക്കുന്നത്? ഹൈപ്പോസ്റ്റോം. ഓക്കെ, ഹൈപ്പോസ്റ്റോം അതൊരു മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ആണ്. ഓക്കെ, പക്ഷേ ഇവർക്ക് ഈ ഒരു ഓപ്പണിങ്ങേ ഉള്ളൂ. 2 ഓപ്പണിംഗ് വേണമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഇതൊരു മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ആണെങ്കിൽ ഏനസ് ലൈക്ക് ഒരു ഓപ്പണിംഗ് കൂടെ വേണ്ടേ? പക്ഷേ അത് ഇവർക്കില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇതിനെ എന്ത് പറയും? ഇൻകംപ്ലീറ്റ് ഡൈജഷൻ. ക്ലിയർ ആണോ? ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? എല്ലാവരും ഉറങ്ങുവാണോ? ആർ യു ഓൾ സ്ലീപ്പിംഗ്? Incomplete digestion. Yes. Okay, incomplete digestion. Clear ആണോ? സ്റ്റുഡൻസ്, ആനിമൽ കിങ്ഡത്തിൻ്റെ PYQs ആയിട്ട് ഞാൻ തന്നെ വരും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണം കേട്ടോ. സ്പെഷ്യൽ ക്ലാസ്സിൽ കാണാം.
ഓക്കെ, സ്പെഷ്യൽ ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എന്തൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സൃഷ്ടി ഞാൻ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇൻകംപ്ലീറ്റ് ഡൈജഷൻ ആണ്, കാരണം ഒരു മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ പോകാം കേട്ടോ, മൗത്ത് ലൈക്ക് ഓപ്പണിംഗ്. ഈ മൗത്ത് ലൈക്ക് ഓപ്പണിംഗാണ് നിങ്ങൾ ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ഓർക്കണ്ടേ? ഇതിൻ്റെ എക്സാമ്പിൾസ് ഓർക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് സ്റ്റുഡൻസ് എല്ലാവരും അവൽ കഴിച്ചിട്ടില്ലേ? എല്ലാവരും അവൽ കഴിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? ഹാവ് യു ഈറ്റൻ അവൽ? ബാംഗ്ലൂരിലുള്ളവർക്ക് അറിയാം. അവലിൻ്റെ ഏറ്റവും, അല്ലെങ്കിൽ നോർത്തിൽ പഠിക്കുന്നവർക്കും അറിയാം, അവലിൻ്റെ കുറച്ച് വെറൈറ്റി നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് പോഹ. നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിലൊന്നും അത് ഉണ്ടാക്കാറില്ല, നോർത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഓർക്കേണ്ട, സീലൻട്രേഡയുടെ എക്സാമ്പിൾ ഓർക്കാൻ ഒരു കാര്യമാണ് പോഹ. ഓക്കെ, അവലും കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് പോഹ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാം, കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാവരും പറയുന്നതും ലൈക്ക് ഇപ്പോൾ എല്ലാ ഫുഡിനെ പറ്റി എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് കൊറിയൻസിൻ്റെ ഫുഡ് വരെ അറിയാം. അപ്പോൾ പിന്നെ നമുക്ക് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡ് അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? ഓക്കെ, സോ പോഹ, പോഹയും കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനും കഴിച്ചിട്ടുണ്ട്. സോ പോഹയാണ് നമ്മൾ ഇന്ന് ഓർക്കാൻ പോകുന്നത്. സോ പോഹയുടെ P സ്റ്റാൻഡ്സ് ഫോർ ഫൈസാലിയ. ഫൈസാലിയ ഇസ് കോൾഡ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഓക്കെ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അതിൻ്റെ ആ കളറൊക്കെ നിങ്ങൾ കാണണം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഒബേലിയ. ഓക്കെ, ഒബേലിയ. H is for your hydra. Okay, H is for hydra. Okay, A is for Aurelia. Aurelia ആരാ? നമ്മുടെ ജെല്ലി ഫിഷ്. ഓക്കെ, സോ സ്റ്റുഡൻസ് പോഹ ഓർക്കാൻ ഈസിയാണോ? പോഹ. സോ സീലൻഡ്രേറ്റയെ പറ്റി ഓർക്കുമ്പോൾ പോഹ ഓർക്കുക. പോഹ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഓർമ്മ വരും. ക്യാൻ ഐ മൂവ് ഓൺ? ഓക്കെ, സോ നമുക്ക് നിങ്ങളുടെ NCERT എന്താ പറയുന്നത് നോക്കാം. സോ nidoblast or nidocytes which contain stinking capsules called nematocystis present. Okay, and what do? They help in capturing the prey. Okay, and they are diploblastic, single mouth like opening under, that is called your hypostome. Okay, and they are, digestion is extracellular and intracellular. പിന്നെ tissue level of organization, skeleton, ഇവിടെ ഇത് മറന്നു കേട്ടോ. Skeleton is composed of calcium carbonate. Okay, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Skeleton നമ്മൾ പറഞ്ഞു, കോറൽസിൻ്റെ skeleton, corals have a skeleton composed of calcium carbonate. കോറൽസ് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമല്ലേ? ഓക്കെ, കോറൽസ് കേട്ടിട്ടുള്ള കാര്യമല്ലേ? അഡംഷ്യ, നിങ്ങൾക്ക് ഒരേലിയ, ഏത് വേണമെങ്കിലും A ആയിട്ട് മാറ്റിയിടാം കേട്ടോ. പക്ഷേ മിനിമം 2 എക്സാമ്പിൾസ് ആണ്, ഞാൻ നിങ്ങൾക്ക് 4 എക്സാമ്പിൾസ് വരെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ യെസ്. പിന്നെ 2 basic body forms called polyp and medusa. The former is sessile. Students, former is sessile എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തത് ഇത് പോളിപ്പ്. ഓക്കെ, പോളിപ്പ് ഇസ് സെസൈൽ. മെഡ്യൂസനെ പറ്റി ഇവിടെ എവിടെയോ പറയും. ഇവിടെ മെഡ്യൂസ ഇസ് ഫ്രീ സ്വിമ്മിങ്. ഓക്കെ, സോ ഈ പോളിപ്പ് ഫോം ഉള്ളവർ അറ്റാച്ച്ഡ് ആയിരിക്കും, അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഹൈഡ്രയും അഡംഷ്യയും. പിന്നെ വേറാസ് ദ ലാറ്റർ എന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ is umbrella shaped and free swimming. അതേതാ? നമ്മുടെ ജെല്ലി ഫിഷ്. ഓക്കെ, ജെല്ലി ഫിഷ് ഓർ ഒരേലിയ. പിന്നെ എന്താ അവർ പറയുന്നത്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷന് വേറൊരു വേർഡ് ഉണ്ട്, മെറ്റാജെനസിസ്. ഓക്കെ, സോ പോളിപ്പ് വിൽ പ്രൊഡ്യൂസ് മെഡ്യൂസ അസെക്ഷലി ആൻഡ് മെഡ്യൂസ ഫോംസ് പോളിപ്പ് സെക്ഷലി. ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷനിൽ നമുക്ക് വേറൊരു ജനറേഷൻ ഫോം ചെയ്യാം. ഓക്കെ, സോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷന് വേറൊരു വേർഡാണ് മെറ്റാജെനസിസ്. സ്റ്റുഡൻസ്, ഈ നോട്ട്സ് പഠിച്ചാൽ മതി, യു വിൽ ബി സോർട്ടഡ് ഫോർ ആനിമൽ കിങ്ഡം കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ കളറിലൊക്കെ എഴുതുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഇതാണ് നമ്മുടെ പോളിപ്പ് ഫോം. നിങ്ങൾക്ക് കാണാമല്ലോ, ടെൻറ്റിക്കിൾസ് ഉണ്ട്, മൗത്ത് ഉണ്ട്, പിന്നെ എക്ടോഡേം, എൻഡോഡേം, മീസോഗ്ലിയ. അപ്പോൾ ഈ മീസോഡേമിന് വരെ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്, അതാണ് മീസോഗ്ലിയ കേട്ടോ. ഞാൻ പറഞ്ഞു മീസോഡേം ഒരു പ്രോപ്പർ ലെയറാണ്, പക്ഷേ ഈ എൻഡോഡേമിൻ്റെ എക്ടോഡേമിൻ്റെ ഇടയ്ക്ക് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് മീസോഗ്ലിയ. അപ്പോൾ ഈ ഡിപ്ലോബ്ലാസ്റ്റിക് നമ്മൾ അതുകൊണ്ട് അതിനെ വിളിക്കുന്നത്, കാരണം അതൊരു പ്രോപ്പർ ലെയർ അല്ല, അത് ജസ്റ്റ് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ബഡ് ഫോർമേഷനാണ് ലേറ്റർ ഈ മെഡ്യൂസ ആവുന്നത് കേട്ടോ. പിന്നെ മെഡ്യൂസ, യു ക്യാൻ സി ടെൻറ്റിക്കിൾസ് ആർ ഡൗൺവേർഡ്സ്, ഇവിടെ ടെൻറ്റിക്കിൾസ് ആർ അപ്വേർഡ്സ്, റൈറ്റ്. ഇനി ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞത്. സോ എന്താ ഞാൻ പറഞ്ഞത്? നിഡോബ്ലാസ്റ്റ് അല്ലേ, നിഡോബ്ലാസ്റ്റിനകത്തൊരു സ്റ്റിങ്കിങ് ക്യാപ്സ്യൂളുണ്ടാകും, ആ ക്യാപ്സ്യൂളാണ് നിങ്ങളുടെ നെമാറ്റോസിസ്റ്റ്. സോ നോക്ക്, ഈ നെമാറ്റോസിസ്റ്റിനൊരു ടച്ച് സെൻസിറ്റീവ് ഏരിയ ഉണ്ട്. ഇമാജിൻ ഒരു പ്രേ ഇവിടെ വരുന്നു. ഓക്കെ, ഒരു പ്രേ ഇവിടെ വരുന്നു. ഇതെന്ത് പ്രേ ആണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. സോ ഈ ഒരു പ്രേ ടച്ച് ചെയ്തു.
പ്രേ ടച്ച് ചെയ്തോണേ ഇത് ആക്ടിവേറ്റ് ആവും. ടച്ച് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സ് വരും അല്ലേ. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയി എന്നോ ഇതിങ്ങനെ ഈ ഒരു ത്രെഡ് മേളിലേക്ക് വരും. ഇത് കണ്ടോ കണ്ടോ, ഈ ടച്ച് സെൻസിറ്റിവിറ്റി കാരണം ഈ ഒരു അകത്തുണ്ടായിരുന്നതെല്ലാം പുറത്തോട്ട് വന്നു. കണ്ടോ, അകത്തുണ്ടായിരുന്ന എല്ലാം പുറത്തോട്ട് വന്നു. ഈ ത്രെഡിനകത്ത് ഈ പ്രേ കുടുങ്ങും, ഇതിങ്ങനെ കോയിൽ ചെയ്ത് അകത്തോട്ട് കൊണ്ടുപോകും. ക്ലിയർ ആണോ സ്റ്റുഡൻസ്? ക്ലിയർ ആണോ? മനസ്സിലായോ? മീൻ പിടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ, മീൻ പിടിക്കുന്ന പോലെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏതാണ്ട് അതുപോലെയാണ്. യെസ് ഓർ നോ? മനസ്സിലായോ? യെസ് ഓർ നോ ഒന്ന് പെട്ടെന്ന് പറയൂ, എന്നിട്ട് വേണം എനിക്ക്, അല്ലെങ്കിൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാ. യെസ് മാം, എല്ലാവരും ഒന്ന് യെസ് പറഞ്ഞേ. യെസ്, മനസ്സിലായോ? ഗ്രേറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ. ടച്ച് സെൻസിറ്റീവ്, ഇവിടെയാണ് നമ്മുടെ പ്രേ വന്ന് അത് ടച്ച് ചെയ്തോടനെ അതിന് ആക്ടിവേറ്റ് ആയി. അപ്പോൾ ആ ത്രെഡ് പുറത്തോട്ട് റിലീസ് ചെയ്യും. ഇനിയും പ്രേനെ ഇതിനകത്ത് ഇങ്ങനെ കുരുക്കിയിട്ട് അകത്തോട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ പോയിസൺ റിലീസ് ചെയ്യുവാണ്. അപ്പോൾ സ്റ്റിങ്കിങ് ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താവും? സ്റ്റിങ് ചെയ്യും അല്ലേ. അപ്പോൾ ആ സ്റ്റിഞ്ചിൽ പോയിസൺ ഉണ്ടാവും. ഓക്കെ, ഗോട്ട് ഇറ്റ്? യെസ്. അടുത്തത് നമ്മുടെ ടീനോഫോറ. ഓക്കെ, സോ എങ്ങനെയാണ് സീലൻട്രേറ്റ ഓർക്കേണ്ടത്? ഹൗ ടു റിമെമ്പർ സീലൻട്രേറ്റാസ് എക്സാമ്പിൾ? സീലൻട്രേറ്റാസ് എക്സാമ്പിൾ പെട്ടെന്നൊന്ന് ചാറ്റിൽ പറഞ്ഞേ. യെസ്, പോഹ. പോഹ, വെരി ഗുഡ്. സൃഷ്ടി മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. സൃഷ്ടി 16 20 മാർക്സ് ഈ ചാപ്റ്ററിൽ വാങ്ങും. ബാക്കിയുള്ളവർ എനിക്കറിയില്ല. സോ സ്റ്റുഡൻസ്, പോഹ അല്ലേ. നമുക്ക് ടീനോഫോറെ പറ്റി പഠിക്കാം. ആദ്യം ഹാബിറ്റാറ്റ് പഠിക്കാം. ഇതും മറൈനാണ് കേട്ടോ, ഇതും മറൈനാണ്. ഒന്ന് ഗെസ് ചെയ്തേ, ഡിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കുമോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കുമോ എന്ന്? ഡിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കുമോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ? ഡിപ്ലോബ്ലാസ്റ്റിക്. Okay, diploblastic. Now they have radial symmetry. They show what? They show radial symmetry. Yes, clear ആണോ എല്ലാവർക്കും? Yes, very good. Diploblastic. So next, അവർക്ക് tissue level of organization ആയിരിക്കുമോ? Yes, they will have tissue level of organization. സ്റ്റുഡൻസ്, ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, ലൈക്ക് മനസ്സിലാക്കി പഠിക്കണം. എന്ന് വെച്ചാൽ ലൈക്ക് ആ ഒരു എവല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ, ആ ഒരു എവല്യൂഷൻ മനസ്സിലാവണം. വെരി ഗുഡ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. യെസ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. അടുത്തൊരു പോയിന്റ്, ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്സസ് സെപ്പറേറ്റ് അല്ല, ഹെർമാഫ്രോഡൈറ്റ്. ഓക്കെ, നമുക്ക് സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ടീനോഫോറയുടെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ എന്താ അറിയോ? ഞാൻ കാണിച്ചു തരാം. സ്റ്റുഡൻസ്, ഒരു ഫുട്ബോളിൽ നമ്മൾ 2 പോണിറ്റെയിൽ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ 8 പോണിറ്റെയിൽ ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ ടീനോഫോറ. ഒരു ഫുട്ബോളിൽ നമ്മളിങ്ങനെ ഒരു 8 സീലിയേറ്റഡ് കോം പ്ലേറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇതാണ് നിങ്ങളുടെ ടീനോഫോറ. ഇതൊരു കറക്റ്റ് സ്ട്രക്ചർ അല്ല, പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലത്തെ തന്നെ സ്ട്രക്ചറാണ്. അപ്പം ഞാൻ ഈ അവിടെ വരച്ചേക്കുന്നതിൽ ഈ ഡോട്ട് ഞാൻ വരച്ചിട്ടില്ലേ, ഇത് ഇപ്പം ഞാൻ ബ്ലൂവിൽ വരയ്ക്കുന്നത്, ഇതാണ് നമ്മുടെ സീലിയ. ഓക്കെ, ഈ ബ്ലൂവിൽ വരയ്ക്കുന്നതാണ് സീലിയ കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഈ ഒരു കോം പ്ലേറ്റ് എന്ന് പറയും ഇതിനെ. So they have 8 ciliated comb plates. Okay, they have 8 ciliated comb plates. 8 ciliated comb plates are present. Okay, clear ആണോ? Yes. Okay, അടുത്തത് the most specialized characteristics, they show bioluminescence. എന്താ സ്റ്റുഡൻസ് bioluminescence? What is bioluminescence? What is bioluminescence? പെട്ടെന്നൊന്ന് പറഞ്ഞേ, വാട്ട് ഇസ് ബയോലൂമിനസെൻസ്? ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ എബിലിറ്റി ടു ഗ്ലോ അല്ലേ, ടു ലൈറ്റ് ദംസെൽഫ് അപ്പ് അല്ലേ, ആ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുക. യെസ്, വെരി ഗുഡ്. എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്, റൈറ്റ്? എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്, ആ ഒരു എബിലിറ്റി ഇവർക്കുണ്ട്. ഓക്കെ, സോ മനസ്സിലായല്ലോ.
They have 8 ciliated comb plates, bioluminescence, that means they will be able to glow and they emit light. Okay, emit light. നമുക്ക് ഇനി ഇതിൻ്റെ എക്സാമ്പിൾ ഓർക്കാൻ ഒരു ആളെ ഓർത്താൽ മതി, പ്രിയങ്ക ചോപ്ര. നിങ്ങൾ ആരെ മറന്നാലും, എൻ്റെ പേര് മറന്നാലും പ്രിയങ്ക ചോപ്ര മറക്കില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, പ്രിയങ്ക ചോപ്ര. ആരെ ഓർക്കണ്ടേ? പ്രിയങ്ക ചോപ്ര. പി ആൻഡ് സി, പിയും സി ആണ് നമുക്ക് ഓർക്കേണ്ടത്. സോ ഇറ്റ് ഇസ് plurobranchiae, okay, and Ctenoplana. ആരെ ഓർക്കണ്ടേ? പ്രിയങ്ക ചോപ്ര. പ്രിയങ്ക ചോപ്രയുടെ പിയും സിയും ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? പ്ലൂറോബ്രാങ്കിയെ ടീനോപ്ലാന. ക്ലിയർ? പ്ലൂറോബ്രാങ്കിയെ ടീനോപ്ലാന. അപ്പോൾ നമ്മൾ ടീനോഫോറ എങ്ങനെ ഓർക്കുന്നത്? പ്രിയങ്ക ചോപ്ര. ഓക്കെ, പ്രിയങ്ക ചോപ്ര. ക്ലിയർ ആണോ എല്ലാവർക്കും? Yes or no? Now, ctenophores are commonly known as sea walnuts or comb jellies. ഇവിടെ നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ എഴുതാം. Okay, comb jellies. Yes, they are also called as sea walnuts and comb jellies. Marine ആണ്, radially symmetrical ആണ്, diploblastic ആണ്. പിന്നെ tissue level of organization, the body bears external rows of ciliated comb plates which help in locomotion. Digestion is both external and intercellular. നമ്മൾ അത് coelenteratiലും കണ്ടു. Digestion extracellular ആണ്, intercellular ആണ്. സ്മൃതി, ഞാൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി സ്പെഷ്യൽ ക്ലാസ്സിൽ തുടങ്ങി കഴിഞ്ഞു. ഞങ്ങൾ ഫംഗയും കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. സോ സ്പെഷ്യൽ ക്ലാസ്സിൽ പോയി ചെക്ക് ചെയ്താൽ മതി. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഓക്കെ, പാർട്ട് 3 3 കഴിഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലും പോയി കാണാം, മലയാളത്തിലും പോയി കാണാം, പ്രോബ്ലം ഇല്ല. സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇന്ന് രാവിലെ ഞാൻ തീർത്തു. ഓക്കെ, യെസ്. ബയോലൂമിനസെൻസ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എല്ലാ ക്ലാസ്സിലും ഞാൻ ആക്ച്വലി ഓർപ്പിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അവിടെ ഒന്നും വരുന്നില്ല. സോ ഡൗൺലോഡ് ചെയ്ത് വരിക, ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ജസ്റ്റ് വന്ന് പഠിച്ചാൽ മതി. ബയോലൂമിനസെൻസ്, ദ പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്, ആൻഡ് sexes are not separate, hermaphrodite. Reproduction takes place by asexual or sexual means. Fertilization is external with indirect development. Okay, example എന്താ? പ്രിയങ്ക ചോപ്ര അല്ല, എക്സാമ്പിൾ പ്രിയങ്ക ചോപ്ര അല്ല, ഓർക്കേണ്ട രീതി പ്രിയങ്ക ചോപ്ര. ഓക്കെ, പ്ലൂറോബ്രാങ്കിയ ആൻഡ് ടീനോപ്ലാന. സ്റ്റുഡൻസ് ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ബയോലൂമിനസെൻസ് അല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ബയോലൂമിനസെൻസ്? യെസ് ഓർ നോ? കണ്ടോ, ഇങ്ങനെ ആയിരിക്കും അത് ഗ്ലോ ആവുന്നത് രാത്രി. അപ്പോൾ ഈ നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങളുടെ സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ആട്ടോ. നിങ്ങൾക്ക് കാണാവോ ലൈൻ? എല്ലാവർക്കും ഈ ലൈൻ കാണാവോ? സൂം ചെയ്യാൻ പറ്റില്ല കേട്ടോ. വിസിബിൾ ആണോ? യെസ് അല്ലേ? വെരി ബ്യൂട്ടിഫുൾ അല്ലേ? ഞാനും ആദ്യമായിട്ട് കണ്ടപ്പോൾ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. സോ ഇത് ആക്ച്വലി അത്ര ക്ലിയർ അല്ല, ബിക്കോസ് അണ്ടർ സീ പിക്ചർ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ ബയോലൂമിനസെൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാം അല്ലേ? സോ നമുക്ക് അടുത്തയിലേക്ക് പോയാൽ പ്ലാറ്റിഹെൽമിന്തെസ്. അത് കഴിഞ്ഞ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം കേട്ടോ. പ്ലാറ്റിഹെൽമിന്തെസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. സോ യെസ്, സ്റ്റുഡൻസ് ബ്രേക്ക് വേണോ അതോ നമുക്ക് 6 o'clock ഒരു ബ്രേക്ക് എടുത്താൽ മതിയോ? ഓക്കെ, നമുക്ക് എന്തായാലും പ്ലാറ്റിഹെൽമിന്തെസ് സ്റ്റാർട്ട് ചെയ്യും. സോ പ്ലാറ്റിഹെൽമിന്തെസ്, ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ് വേം. അപ്പോൾ ഇതിനെ നമ്മൾ ഏറ്റവും കോമൺലി വിളിക്കുന്നത് എന്താ? ഫ്ലാറ്റ് വേം. ഓക്കെ, ഫ്ലാറ്റ് വേം. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത് മറൈനും അല്ല, അക്വാറ്റിക്കും അല്ല, ഇത് എൻഡോ പാരസൈറ്റ് ആണ്. ഓക്കെ, എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്റ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ഹോസ്റ്റ് അല്ലേ? എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലിവ്സ് ഇൻസൈഡ് എ ഹോസ്റ്റ്. അപ്പോൾ ഇത് എൻഡോ പാരസൈറ്റിക് ആണ്, അക്വാറ്റിക്കും അല്ല, അതൊന്നും അല്ല അല്ലേ? ഓക്കെ, 6 മതിയാകും. ഓക്കെ, ഡൺ. 6 നമുക്ക് ബ്രേക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇത് ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. സോ സ്റ്റുഡൻസ്, നമ്മൾ റേഡിയൽ സിമെട്രിയിൽ നമ്മൾ 2 എണ്ണം പഠിച്ചു അല്ലേ? നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? സീലൻട്രേറ്റ പഠിച്ചു, ടീനോഫോറ പഠിച്ചു. അത് നമ്മൾ പോറിഫെറ എസിമെട്രിക്കൽ ആയിരുന്നു. ഇവിടുന്ന് നമ്മൾ ബൈലാറ്ററൽ സിമെട്രിയ കാണാൻ വന്നത്. ഇനി അങ്ങോട്ട് ബൈലാറ്ററൽ സിമെട്രിയ ഇടയ്ക്ക് മാത്രം ഒരു സ്ഥലത്ത് നമുക്ക് റേഡിയൽ സിമെട്രി കാണത്തുള്ളൂ. അതൊരു എക്സെപ്ഷനാണ്. എക്കൈനോഡോമേറ്റിൽ ഒരു എക്സെപ്ഷനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ തൊട്ട് ഡെവലപ്മെൻറ്റ് നിങ്ങൾ കാണുക കേട്ടോ. ട്രിപ്ലോബ്ലാസ്റ്റിക്
they are triploblastic. Clear ആണല്ലോ? ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ എക്സെപ്ഷൻ എന്താ? ഇത് acylomate ആണ്. ദിസ് ഈസ് acylomate. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാം എന്താ ട്രിപ്ലോബ്ലാസ്റ്റിക്കിൽ മീസോഡേം ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു acylomate ആണ്. അതാണ് ഒരു എക്സെപ്ഷനാണ്. എക്സെപ്ഷൻസ് എല്ലാം ക്വസ്റ്റിന് ചോദിക്കും. ഓക്കെ, എക്സെപ്ഷൻ എല്ലാം നീറ്റിന് ചോദിക്കും. നിങ്ങളുടെ ബോർഡ്സിനും ചോദിക്കും. ഓക്കെ, acylomate. ക്ലിയർ? പിന്നെ ഓർഗൻ ലെവലാണ്, ടിഷ്യൂ അല്ല. ടിഷ്യൂന്ന് നമ്മൾ മൂവ് ഓൺ ആയി. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? അത് നമ്മൾ സ്പെഷ്യലൈസ് ക്യാരക്ടേഴ്സ് അല്ലേ. സോ ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഓക്കെ, ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഇനി സ്പെഷ്യലൈസ് ക്യാരക്ടറിൽ ഡെഫിനറ്റ്ലി എൻഡോ പാരസൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ടാവും? ഇവർക്ക് ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഉണ്ടാവും അല്ലേ. കാരണം അവർക്ക് ഹോസ്റ്റ് ബോഡിയിൽ ജീവിക്കേണ്ടതാണ്. അപ്പോൾ അത് കാരണം അവർക്ക് ആ ഒരു ന്യൂട്രിയൻസ് സക്ക് ചെയ്യാനും പിന്നെ അതേപോലെ എവിടെയെങ്കിലും ഇങ്ങനെ പിടിച്ച് നിൽക്കണമെങ്കിൽ അവർക്ക് ഹുക്സ് ആൻഡ് സക്കേഴ്സ് വേണം അല്ലേ. സോ ഹുക്സ് ആൻഡ് സക്കേഴ്സ് ആർ പ്രസൻറ്റ്. ഓക്കെ, ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഞാൻ ഇവിടെ പറഞ്ഞത് തന്നെ, ദേ ആർ ഡോർസോവെൻട്രലി ഫ്ലാറ്റൻഡ്. ഡോർസോവെൻട്രലി ഫ്ലാറ്റൻഡ്. മനസ്സിലായോ? ഡോർസോവെൻട്രലി ഫ്ലാറ്റൻഡ്. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത മോസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ, ഇവർക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ദ ഫ്ലെയിം സെൽസ്. വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? ഫ്ലെയിം സെൽസ്. ഈ ഫ്ലെയിം സെൽസ് ആക്ച്വലി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഓസ്മോ റെഗുലേഷൻ, വാട്ടർ ആൻഡ് സോൾട്ട് ബാലൻസിനും പിന്നെ എക്സ്ക്രീഷനും ഈ സെൽസ് തന്നെ ജോലി എടുക്കും. ഓക്കെ, സോ ഫ്ലെയിം സെൽസ് ഡു വാട്ട്? ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ട് ആൻഡ് വാട്ടർ ബാലൻസ്. ഓക്കെ, അതേപോലെ നമ്മുടെ എക്സ്ക്രീഷൻ, റിമൂവൽ ഓഫ് ദ വേസ്റ്റ് മെറ്റീരിയൽ. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഫാർ ഗുഡ്. പിന്നെ ഒരു എക്സെപ്ഷൻ ഉള്ളത്, നിങ്ങൾ ഈ ഓർഗാനിസത്തിനെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളിത് പഠിച്ചിട്ടും ഉണ്ടാവും. ഓക്കെ, ഈ ഒരു കണ്ണും കൂടെ വച്ചേക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലനേരിയ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? റീജനറേഷൻ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടോയെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫേസ് കുറച്ച് ഡാമേജാണ്. ഓക്കെ, സോ ഈ പ്ലനേരിയ റീജനറേഷൻ ചെയ്യും അല്ലേ. സോ ആ പോർഷൻ ഇപ്പോൾ കട്ടായാലും, എത്ര പോർഷൻസ് ഇപ്പോൾ കട്ടായാലും, സോ പ്ലനേരിയയ്ക്ക് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, സോ ഈ പോർഷൻ കട്ടായാലും പിന്നെ അത് റീജനറേറ്റ് ആവും അല്ലേ. സോ ഈ ഒരു എക്സെപ്ഷണൽ ക്യാരക്ടറിസ്റ്റിക് ഷോ ചെയ്യുന്ന ഏതാ? പ്ലനേരിയ. സോ പ്ലനേരിയ പൊസസ്സസ് റീജനറേഷൻ എബിലിറ്റീസ്. പ്ലനേരിയ ഷോസ് റീജനറേഷൻ. ഓക്കെ, ക്ലിയർ? യെസ്, ഫ്ലെയിം സെൽസ്, ഓസ്മോ റെഗുലേഷൻ, പ്ലനേരിയ, റീജനറേഷൻ. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഇനിയും നമ്മൾ ഇത് എൻഡോ പാരസൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വെരി ടഫാണ്. സോ ടഫിൽ ഏതൊക്കെ വേർഡ് സൗണ്ട്സാണ് നിങ്ങൾ കേൾക്കുന്നത്? TUF അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതും അത് തന്നെയാണ് ഇവിടെ, ടഫ്. ഓക്കെ, ആദ്യമായിട്ടായിരിക്കും ടഫിൻ്റെ സ്പെല്ലിങ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ ടഫ്. ഓക്കെ, ടഫ്. പ്ലനേരിയ ടഫാണല്ലോ. എൻഡോ പാരസൈറ്റ് ആണ്, വെരി ഡിഫിക്കൽട്ടാണ്. പെട്ടെന്നൊന്നും പുറത്തോട്ട് പോകത്തില്ല. നമുക്ക് എക്സാമ്പിൾ എന്താ ഉള്ളത്? നമ്മുടെ ടേപ്പ് വേം. നമുക്കറിയാം, നമ്മൾ കുറേ ജങ്ക് ഫുഡ് കഴിച്ചാലും അല്ലെങ്കിൽ നമ്മൾ വേംസിൻ്റെ ടാബ്ലറ്റ് കറക്റ്റ് ടൈമിൽ കഴിച്ചില്ലെങ്കിൽ നമുക്ക് വെരി ബാഡ് അബ്ഡോമിനൽ പെയിൻ ഫീൽ ആവും അല്ലേ. ആ അബ്ഡോമിനൽ പെയിൻ എന്തുകൊണ്ടാണ്? ഈ ടീനിയ സോലിയം ഇൻറ്റസ്റ്റൈനകത്തുണ്ട്. അതുകൊണ്ടാണ്. അത് ന്യൂട്രിയൻസ് മുഴുവൻ എടുക്കുന്തോറും നമുക്ക് കൂടുതൽ പെയിൻ വന്നുകൊണ്ടേയിരിക്കും. സോ ദിസ് ഈസ് വെരി ടഫ്. സോ യു ക്യാൻ റിമെമ്പർ TNF. ഓക്കെ, സോ ഹിയർ യു ക്യാൻ റിമെമ്പർ ടേപ്പ് വേം. ഓക്കെ, ടേപ്പ് വേം അല്ലെങ്കിൽ നിങ്ങളുടെ ടീനിയ സോലിയം. ആൻഡ് F ഫോർ ഫാസിയോല. ഓക്കെ, ഗോട്ട് ഇറ്റ്? ക്ലിയർ? യെസ്, ഫാസിയോല. യെസ്, ഓക്കെ. സോ ഇവിടെ they are dorsoventrally flattened and hence they are called flatworms and they are endoparasites. Okay, and they are found in humans. Okay, and they are bilaterally symmetrical triploblastic acylomate with organ level of organization.
hook and suckers are present, parasitic form, some of them absorb nutrients from the host directly through their body surface. Okay, specialized cells are present which is called the flame cells that help in osmoregulation and excretion. Sexes are not separate, fertilization is internal, development is through many larval stage. Okay, many larval stage, and some members are planaria which possesses high regeneration capacity. Example is tapeworm, Taenia solium and fasciola, which is your liver fluke. അല്ലേ, ലിവർ ഫ്ലൂക്ക്. ഇതാണ് സ്റ്റുഡൻസ് ഇതിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാവുക. ഓക്കെ, ഇത് ഭയങ്കരമായിട്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വി ഹാവ് ടു ഗോ ടു എ ഡോക്ടർ. പിന്നെ ചില സമയത്ത് ഈവൻ ത്രൂ എ സർജറി വി ഹാവ് ടു അണ്ടർഗോ എ സർജറി. സോ ഇത് നിങ്ങളുടെ ലിവർ ഫ്ലൂക്ക് അല്ലേ. ഇത് കംപ്ലീറ്റ്ലി ഡോസമെൻ്റലി ഫാറ്റ് ഉണ്ട് അല്ലേ. എന്തോ അയൺ ചെയ്ത പോലെ ഇല്ലേ, ഇത് ഉണ്ടോ, അയൺ ചെയ്ത പോലെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ബൈലാറ്ററലി സിമെട്രിക്കൽ. ഈ ഒരു ഹാഫിൽ മാത്രം കട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് രണ്ടായിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്താൽ എനിക്ക് 2 halves കിട്ടത്തില്ല, ഈക്വൽ ഹാഫ്സ് കിട്ടത്തില്ല അല്ലേ. സോ അതേപോലെയാണ് ഇവിടെ. ക്ലിയർ ഓൾ ഓഫ് യു? യെസ് ഓർ നോ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ആസ്കെൽമിന്തെസ് അല്ലേ. സ്റ്റുഡൻസ് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറ. വെരി ഗുഡ്. ഞാൻ പറയാൻ പോവായിരുന്നു, അപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞു. യെസ്. ഓക്കെ, അടുത്തത് നമ്മുടെ ആസ്കെൽമിന്തെസ്. ഓക്കെ, ആസ്കെൽമിന്തെസിനെ പറ്റി നമുക്ക് എന്തറിയാം? അത് ഫ്ലാറ്റ് വേം ആണ്, ഇത് റൗണ്ട് വേം ആണ്. ദിസ് ഈസ് റൗണ്ട് വേം അല്ലേ. ഓക്കെ, അസ്കാരസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ ആയിരിക്കും, ചിലപ്പോൾ പ്രാക്ടിക്കൽസിൽ കണ്ടിട്ടും ഉണ്ടാവും. ഇങ്ങനെ ഒരു വേം, ടിപ്പ് കുറച്ച് ഷാർപ്പായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു വേമിനെ കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? കണ്ടിട്ടുണ്ടോ സ്റ്റുഡൻസ്? കണ്ടിട്ടുണ്ടോ? ഇല്ലേ, കണ്ടിട്ടില്ലേ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ അസ്കാരസ് അല്ലേ, അസ്കാരസ്. ഓക്കെ, സോ അതാണ് നമ്മുടെ എക്സാമ്പിൾ റൗണ്ട് വേം കേട്ടോ. അതിനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ, സോ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇത് ടെറസ്ട്രിയൽ ഉണ്ട്, അക്വാറ്റിക് ഉണ്ട്, പാരസിറ്റിക് ഉണ്ട്. സോ ദേ ആർ മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആൻഡ് പാരസിറ്റിക്. ഓക്കെ, ടെറസ്ട്രിയൽ ആണ് മോസ്റ്റ്ലി, പാരസിറ്റിക് terrestrial and they are parasitic. Okay, diploblastic ആണോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ? ട്രിപ്ലോബ്ലാസ്റ്റിക് അല്ലേ. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് നമ്മൾ ഡെവലപ്മെൻറ്റ് തുടങ്ങി, ഇനി അങ്ങോട്ട് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് ഒന്നും കാണത്തില്ല അല്ലേ. ഇവിടെ അത് ഞാൻ എക്സെപ്ഷൻസ് ആയിട്ട് എഴുതിക്കോളാം. ഓക്കെ, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, എന്ന് വെച്ചാൽ മൗത്തും ഉണ്ട്, ഏനസും ഉണ്ട്. സോ കംപ്ലീറ്റ് digestive system ഉണ്ട്. complete digestive system. Okay, complete digestive system അല്ലേ. Okay, internal fertilization. Okay, it shows internal fertilization. Okay, ഇനി എക്സെപ്ഷനിൽ ആദ്യത്തെ എക്സെപ്ഷൻ ഇതാണ്. They are the only ones which are pseudocoelomate. Pseudocoelomate. What do I mean by pseudocoelomate? പിന്നെ ഞാൻ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ what do I mean by pseudocoelomate? ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിന് എൻലാർജ് പോർഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എക്ടോഡേം ഉണ്ട് അല്ലേ. ഇങ്ങനെ വരയ്ക്കാം ഇപ്പോൾ തൽക്കാലം. ഓക്കെ, എക്ടോഡേം ഉണ്ട്. Say endoderm also is there, right? Endoderm is there. Okay, and in the middle we will have mesoderm which are pouch like. Okay, ഇതാണ്. ഇതൊരു ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് പോലെ ഞാൻ വരച്ചിട്ടാണ്, പക്ഷേ അല്ലെങ്കിൽ ഒരു സർക്കിളിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. സോ mesoderm is present in the form of pouches, right? So that is why this is called as pseudocoelomate. So I am writing here mesoderm pouch like. This is the only organism, okay, this is the only phylum, this is the only phylum which is a pseudocoelomate. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ, ചോദിക്കാൻ 101% ചാൻസ് ഉണ്ട്. പിന്നെ ഇവർക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമിൽ ഒരു സ്പെഷ്യലൈസ് ക്യാരക്ടർ ഇവർക്കുള്ളത് പ്രസൻസ് ഓഫ് എ മസ്കുലർ ഫാരിങ്സ്.
presence of a muscular pharynx. Okay, muscular pharynx ഉണ്ട്. pharynx നിങ്ങൾക്ക് അറിയാലോ funnel shape structure അല്ലേ. അപ്പോൾ മൗത്ത് ഉണ്ട്, ഏനസ് ഉണ്ട്, ഒരു പ്രോപ്പർ മസ്കുലർ ഫാരിങ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ട് ഡെവലപ്മെൻറ്റ് കാണുവാണ് അല്ലേ, ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കാണുക. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൽ നമ്മൾ അത് യു ഷുഡ് ബി ഏബിൾ ടു വിഷ്വലൈസ് ഇറ്റ്. ഓക്കെ, സ്റ്റുഡൻസ് ഞാൻ ഇപ്പോഴേ നോട്ടീസ് ചെയ്ത് ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ പോലെയാണ് അത് വരച്ച് വെച്ചേക്കുന്നത് അല്ലേ, ഓറഞ്ച് ഗ്രീൻ ബ്ലൂ വൈറ്റ്. ഓക്കെ, മസ്കുലർ ഫാരിങ്സ്. പിന്നെ എക്സ്ക്രീറ്ററി പോർ. ഓക്കെ, അവർക്കൊരു എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട്. They have a presence of an excretory tube which has an opening called the excretory pore. Okay, they have an opening called the excretory pore. Clear ആണോ എല്ലാവർക്കും? Yes. Okay, clear ആണോ? Yes or no? Okay, ഇവിടെ sexes are separate. Okay, sexes are separate. അവർ സെപ്പറേറ്റ് മാത്രമല്ല, ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. യെസ്, ക്ലിയർ ആണോ എല്ലാവർക്കും? ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഓക്കെ, സി ഇത് ഏറ്റവും ഇവരുടെ ഇതിലെ ഏറ്റവും വാവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് എന്താ? വാവ് ഫാക്ടറായിട്ട് എന്താ തോന്നിയത്? സ്യൂഡോസീലോമേറ്റ് ആണ് അല്ലേ. അപ്പോൾ സ്യൂഡോസീലോമേറ്റ് very wow ആണ്. ഓക്കെ, സോ ദേ ആർ വെരി വാ. എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യില്ലേ, വാ എക്സ്പ്രഷൻ യൂസ് ചെയ്യില്ലേ, വാ. അപ്പോൾ വാ ഓർക്കാൻ വേണ്ടി ഇവിടെ W, that is your Wucheria, A for your Ascaris. എല്ലാവർക്കും മനസ്സിലായോ? വാ, എല്ലാവരും വാ ഒന്ന് ടൈപ്പ് ചെയ്തേ ഇവിടെ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ. Okay, and cyclostoma. Okay, and cyclostoma, Wucheria, Ascaris and cyclostoma. Okay, clear ആണോ എല്ലാവർക്കും? ഇങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾ ഓർക്കുന്നത്. വാ, എന്തുകൊണ്ടാണ് ഇത് വാ? ബിക്കോസ് ഇവർക്ക് സ്യൂഡോസീലോമേറ്റ് ഉണ്ട് അല്ലേ, ദ ഒൺലി വൺ വിച്ച് ഹാസ് എ സ്യൂഡോസീലോമേറ്റ്, അതുകൊണ്ട് വാ. ഓക്കെ, യെസ് യെസ്, വെരി ഗുഡ് സൃഷ്ടി. സോ ഇതാണ് നമ്മുടെ എന്താ ഫൈലം ആസ്കൽമിന്തസ്. ഓക്കെ, ഫൈലം ആസ്കൽമിന്തസ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം, കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് കുറേ. സോ വി വിൽ ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഞാൻ അടുത്തൊരു ഇവിടെ എഴുതാം. സ്റ്റുഡൻസ് പോയിട്ട് തിരിച്ചു വരണം കേട്ടോ, ആ വരിയിലേ അങ്ങ് പോകരുത്, തിരിച്ചു വരണം ബ്രേക്ക് കഴിയുമ്പോൾ. ഇപ്പോൾ എത്രയായി? 5:52 ആയില്ലേ. വിൽ കം ബൈ 6:05. ഓക്കെ, 6:05 ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരാം കേട്ടോ. സോ സെഷൻ വിൽ റെസ്യൂം അറ്റ് 6:05. സോ വി സീ യു ഓൾ അറ്റ് 6:05. ഓക്കെ, കാണാം കേട്ടോ, എല്ലാവരും തിരിച്ചു വരണേ. സോ എല്ലാവരും ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവർക്കും സ്റ്റേറ്റസ് ഒക്കെ ഇട്ട് കുറേ പിള്ളേരെയും കൂടെ കൊണ്ടുവന്നിട്ട് പറയണം, ദേ ഈ മാം കുറേ ട്രിക്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് കുറേ ഫ്രണ്ട്സിനെയും കൂടെ കൊണ്ടുവന്നാൽ ഞാൻ ക്ലാസ് കുറച്ചും കൂടി എനർജറ്റിക് ആക്കും. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഐ വിൽ കം ബാക്ക് അറ്റ് 6:05 കേട്ടോ. എല്ലാവരും തിരിച്ചു വരണം കേട്ടോ, മറക്കല്ല. ലൈവ് ക്ലോസ് ചെയ്യേണ്ട, ലൈവ് അങ്ങനെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ലൈവ് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് തിരിച്ചു വരിക. ഈ ലൈവ് ഇങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ, yes.
Hello students, I'm back. Yes. ക്ലാസ് കണ്ടിന്യൂ ചെയ്താലോ? എല്ലാവരും തിരിച്ചു വന്നോ? സോറി, കുറച്ചും കൂടെ നേരെ എടുത്തു കേട്ടോ. യെസ്, റെഡി? എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ മാം ഐ എം ബാക്ക് എന്ന്. റെഡിയാണോ എല്ലാവരും? ഓക്കെ, യെസ്. പെട്ടെന്നായിക്കോട്ടെ, എനിക്ക് കേൾക്കണോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയണം. സ്റ്റുഡൻസ് ക്വിക്ക്ലി റെസ്പോണ്ട് ഇൻ ദ ചാറ്റ് ബോക്സ് ഇഫ് യു ആർ ബാക്ക്. യെസ്, റെഡി. ഓക്കെ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ആസ്കെൽമിന്തെസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആസ്കെൽമിന്തെസിൻ്റെ NCERT നമുക്ക് നോക്കണം. ഓക്കെ, അതെന്താ പറയുക? ദിസ് ഈസ് റൗണ്ട് വേം, ഫ്രീ ലിവിങ് ആണ്, അക്വാറ്റിക് ആണ്, ടെറസ്ട്രിയൽ ആണ്, പാരസിറ്റിക് ആണ്, ആനിമൽസിലും ഉണ്ട്, പ്ലാന്റ്സിലും ഉണ്ട്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡിയാണ് കേട്ടോ. ഓർഗൻ സിസ്റ്റം കേട്ടോ, വേർഡ്സ് ശ്രദ്ധിക്കണം കേട്ടോ. ഓർഗൻ സിസ്റ്റം ആണ് കേട്ടോ. പിന്നെ ഇത് ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്, സ്യൂഡോ സീലോമേറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു വാവ് ഫാക്ടറാണ് അല്ലേ, വാ. പിന്നെ ദേ ഹാവ് മസ്കുലർ ഫാരിങ്സ്, പ്രോപ്പർ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രോപ്പർ മസ്കുലർ ഫാരിങ്സ് ഉണ്ട്. ആൻഡ് എക്സ്ക്രീറ്ററി ട്യൂബ് റിമൂവ്സ് ദ ബോഡി വേസ്റ്റ് ഫ്രം ദ ബോഡി ക്യാവിറ്റി ത്രൂ ദ എക്സ്ക്രീറ്ററി പോർ. ഓക്കെ, സോ സ്റ്റുഡൻസ് ഇങ്ങനൊരു ട്യൂബ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അറ്റത്തൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് എക്സ്ക്രീറ്ററി പോർ എന്ന് വെച്ചാൽ ഇതായിരിക്കും നിങ്ങളുടെ, ഇതാണ് എക്സ്ക്രീറ്ററി ട്യൂബ്. സോ ദിസ് വിൽ ബി യുവർ എക്സ്ക്രീറ്ററി പോർ അല്ലേ, എക്സ്ക്രീറ്ററി പോർ. അണ്ടർസ്റ്റുഡ്? അണ്ടർസ്റ്റുഡ്? സൗണ്ട് ഇല്ലേ? കേൾക്കുന്നില്ല? അതെങ്ങനെയാണ് സൗണ്ട് വരാൻ? ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സ്റ്റുഡൻസ്, വേറെ എല്ലാവർക്കും കേൾക്കാവോ അതോ ഒരു കുട്ടിക്ക് മാത്രമേ ഉള്ളൂ ആ പ്രോബ്ലം? ഞാൻ ഇതിൽ വെച്ചാൽ എനിക്ക് മനസ്സിലാവും. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. കേൾക്കാവോ? എല്ലാവർക്കും കേൾക്കാവോ? യെസ് മാം, എന്തിനാ മനസ്സിലായില്ല? ആ, കേൾക്കാവോ? ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് തിരിച്ചു നോക്ക്, സൗണ്ട് വരും കേട്ടോ. കേൾക്കാം. ഓക്കെ, ആ ഫൈൻ. അതാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ചെക്ക് ചെയ്ത് കഴിഞ്ഞു. സോ എക്സ്ക്രീറ്ററി പോർ അല്ലേ, എക്സ്ക്രീറ്ററി പോർ. സോ എക്സ്ക്രീറ്ററി ട്യൂബിൻ്റെ ലാസ്റ്റ് ഒരു എക്സ്ക്രീറ്ററി പോർ ഉണ്ടാവും. നോ സെക്സസ് ആർ സെപ്പറേറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബിക്കോസ് ഓഫ് females being longer than the males. Okay, fertilization is internal, development may be indirect, younger ones resemble the adult. So example എന്തായിരുന്നു? വാവ്, അസ്കാരസ്, വ്യൂച്ചേരിയ, പിന്നെ ആംഗ്ലോസ്റ്റൊമാറ്റ, സ്റ്റൊമാറ്റ അല്ല കേട്ടോ, സ്റ്റോമ. ഞാൻ പ്ലാന്റും പഠിപ്പിച്ച് ആനിമലും പഠിച്ച് മിക്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ആൻസൈക്ലോസ്റ്റോമ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇമേജ്. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളെ വരച്ച് കാണിച്ചത് കേട്ടോ. സെയിം തന്നെ അല്ലേ, അസ്കാരസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. നമുക്കിനിയും അനലിഡ പഠിക്കാം അല്ലേ, അനലിഡ. ഓക്കെ, അനലിഡ അതിൻ്റെ ഹാബിറ്റായിട്ട് പറയുകയാണെങ്കിൽ അത് അക്വാറ്റിക് ആണ്. ഓക്കെ, മറൈൻ ആണ്. ഓക്കെ, അക്വാറ്റിക് ആണ്, മറൈൻ ആണ്, ടെറസ്ട്രിയലും ആണ്. ഓക്കെ, ടെറസ്ട്രിയലും ആണ്. ഓക്കെ, ടെറസ്ട്രിയൽ ആണ്. ക്ലിയർ? ഇത് ട്രിപ്ലോബ്ലാസ്റ്റിക് അല്ലേ, ട്രിപ്ലോബ്ലാസ്റ്റിക്. യെസ്, സെഗ്മെൻറ്റഡ് വേംസ്, കറക്റ്റ്. ഇത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സീലോമേറ്റ്. ഇനി അങ്ങോട്ട് നമ്മൾ സീലോമേറ്റ് ആണോ കാണുന്നത്? നമ്മൾ സീലോമേറ്റ് ഒന്നും ഇനിയും കാണത്തില്ല. ഓക്കെ, സീലോമേറ്റ് ആണ് അല്ലേ. പിന്നെ ഇവിടെ തൊട്ട് നമ്മൾ അങ്ങോട്ട് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും കാണുന്നത്. ഓക്കെ, ലാസ്റ്റിൽ നമ്മൾ ഓർഗൻ സിസ്റ്റം തന്നെയാണ് കണ്ടത് അല്ലേ. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ, സിമെട്രി എന്തായിരിക്കും? ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി. സ്റ്റുഡൻസ്, നിങ്ങൾ സ്റ്റേറ്റസ് ഒക്കെ ഇട്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നും എക്സ്ട്രാ വന്ന് ഞാൻ കണ്ടില്ലല്ലോ. എക്സ്ട്രാ വന്ന ഫ്രണ്ട്സിനെ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ സ്റ്റേറ്റസ് ഒന്നും ഇട്ടില്ല അല്ലേ? ഓക്കെ, പിന്നെ സീലോമേറ്റ് ആണ്. സോ ഇവരുടെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ എന്താ? ദേ ക്യാൻ ഡു മെറ്റാമെറിസം അല്ലേ, മെറ്റാമെറിസം.
മെറ്റാമെറിസം. ദാറ്റ് മീൻസ് സെഗ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ, സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ മെറ്റാമെറിസം 2 ടൈപ്സ് ഓഫ് നിങ്ങൾക്ക് ഇതാണ് എന്താ പറയുക, സർക്കുലറും ലോഞ്ചിറ്റ്യൂഡിനൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ആ ഒരു ഇതില്ലേ സെഗ്മെൻറ്റേഷൻ, ആ സെഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ കാണാൻ പറ്റും. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ. ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ. ക്ലിയർ ആണല്ലോ, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ അല്ലേ. നമ്മളിപ്പോൾ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു വേം, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു വേമിനെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, സെഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ കാർട്ടൂണിലൊക്കെ ഈ വേമിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മുടെ കാറ്റർപില്ലറിനെ അവരിങ്ങനെയാണ് വരയ്ക്കുന്നത്. സോ ഈ ഒരു സെഗ്മെൻറ്റേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, യെസ്. ഓക്കെ, സോ മെറ്റാമെറിസം ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേറെ ആണ്, അക്വാറ്റിക് അനലിഡ്സ് അല്ലേ. അക്വാറ്റിക് അനലിഡ്സ് ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. ഓക്കെ, ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്, ലാറ്ററൽ അപ്പൻഡേജസ്. എന്താ ഞാൻ പറഞ്ഞത്? ലാറ്ററൽ, ഓക്കെ, അപ്പൻഡേജസ്. ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്. ഈ ലാറ്ററൽ അപ്പൻഡേജസിനെ നമ്മൾ വിളിക്കുന്നതാണ് പാരപോഡിയ. ഈ ലാറ്ററൽ അപ്പൻഡേജസിനെ എന്ത് വിളിക്കും? പാരപോഡിയ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അക്വാറ്റിക് അനലിഡ്സിൽ ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പാരപോഡിയ. ഓക്കെ, പാരപോഡിയ. പിന്നെ ഇവരുടെ നെർവസ് സിസ്റ്റത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഓക്കെ, സോ ദിസ് ഇസ് ക്ലിയർ. സെഗ്മെൻറ്റേഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ എന്താ, അകത്തും പുറത്തും സെഗ്മെൻറ്റേഷൻ ക്ലിയർ ആണ്. അതിനെയാണ് നമ്മൾ മെറ്റാമെറിസം എന്ന് വിളിക്കുന്നത്. സോ സെഗ്മെൻറ്റഡ് വേംസ് ആണ് അല്ലേ. മെറ്റാമെറിസത്തിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലർ സെഗ്മെൻറ്റേഷൻ കാണാം. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലർ സെഗ്മെൻറ്റേഷനാണ് ഞാൻ അവിടെ കാണിച്ചത്. ഓക്കെ, അക്വാറ്റിക് അനലിഡ്സിൽ ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്, എന്ന് വെച്ചാൽ സൈഡിൽ അപ്പൻഡേജസ് ഉണ്ട്. ആ അപ്പൻഡേജസിന് നമ്മൾ എന്ത് പറയും? പാരപോഡിയ എന്ന് പറയും. ഓക്കെ, പാരപോഡിയ എന്ന് പറയും. ഓക്കെ, അതെന്തിനെ ഹെൽപ്പ് ചെയ്യും? സ്വിമ്മിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് അവരുടെ എങ്ങനെയാണ് അവരുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ഗാംഗ്ലിയ. ഓക്കെ, അവർക്ക് പെയർഡ് ഗാംഗ്ലിയ ആണുള്ളത്. വാട്ട് ഡിഡ് ഐ സേ? പെയർഡ് ഗാംഗ്ലിയ. Okay, they have paired ganglia. Clear ആണല്ലോ? Paired ganglia. Okay, and our paired ganglia will connect to lateral nerves, then to forming lateral nerves, then to നമ്മുടെ double ventral nerve cord. Okay, double ventral nerve cord. Double ventral nerve cord. Okay, yes, very correct, double ventral nerve cord. Clear ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? പിന്നെ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. ഇത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള വേർഡ്, ഏറ്റവും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള വേർഡാണ് നെഫ്രീഡിയ അല്ലേ. നെഫ്രീഡിയ. ഈ നെഫ്രീഡിയ ഇപ്പം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, ഈ സൈഡിൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണെങ്കിൽ, ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ. നെഫ്രീഡിയ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ നെഫ്രീഡിയയ്ക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും അല്ലേ, ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ഓക്കെ, നെഫ്രീഡിയോ സ്റ്റോം എന്ന് പറയും അല്ലേ. നെഫ്രീഡിയോ സ്റ്റോം, നെഫ്രീഡിയോ പോർ. അപ്പോൾ ഈ ഒരു അറ്റം ഇതിനെ നമ്മൾ നെഫ്രീഡിയോ സ്റ്റോം എന്ന് പറയും. നെഫ്രീഡിയോ സ്റ്റോം. ഓക്കെ, ഇത് നമ്മൾ നെഫ്രീഡിയോ പോർ അല്ലേ, നെഫ്രീഡിയോ പോർ. ഓക്കെ, നെഫ്രീഡിയോ പോർ. അപ്പോൾ നെഫ്രീഡിയയിൽ 2 പാർട്സ് ഉണ്ട്, നെഫ്രീഡിയോ സ്റ്റോമും നെഫ്രീഡിയോ പോറും. പോർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് അല്ലേ, അതേപോലെ നെഫ്രീഡിയോ സ്റ്റോമും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ നെഫ്രീഡിയ. സോ വാട്ട് വിൽ നെഫ്രീഡിയ ഡു? നെഫ്രീഡിയ എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? പെട്ടെന്നൊന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? നെഫ്രീഡിയ നിങ്ങൾ ഏറ്റവും കേട്ടിട്ടുള്ള ഒരു ടേം, അതുകൊണ്ട് തന്നെ അതിന് എന്തിനാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അല്ലേ. ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ഇതിനായിരിക്കും നെഫ്രീഡിയ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, പിന്നെ ഇതിൽ ഒരു ഓർഗാനിസത്തിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതാണ് നിങ്ങളുടെ നെരിസിസ്. Neresis is dioecious.
Dioecious എന്ന് പറഞ്ഞാൽ എന്താ? Sexes are separate അല്ലേ? Sexes are separate. പക്ഷേ they are actually hermaphrodites എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ഓർഗാനിസത്തിലും സെക്സസ് സെപ്പറേറ്റ് അല്ല, പക്ഷേ നെരസിസിൽ സെക്സസ് സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു എക്സെപ്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ എക്സെപ്ഷൻസ് ഒക്കെ അവർ ചോദിക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ, ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. മോർഫോളജി പാർട്ട് 2 ട്യൂസ്ഡേ ആയിരിക്കും, മോസ്റ്റ്ലി ട്യൂസ്ഡേ. ഓക്കെ, ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ. ഈ വീക്ക് ഉണ്ടാവില്ല, അടുത്ത വീക്ക്. കാരണം നിങ്ങൾക്ക് കുറേ ബയോ ക്ലാസ്സസ് ആയല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രി ക്ലാസ്സസും കുറേ വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്ത് ഞാൻ അടുത്ത ആക്ച്വലി മോർഫോളജി പാർട്ട് 2 പഠിക്കുന്ന അത്രയും ലൈക്ക് മാം എനിക്ക് ഇപ്പോൾ തന്നെ പഠിക്കുന്ന ഉള്ള പിള്ളേരാണെങ്കിൽ പ്ലീസ് സ്പെഷ്യൽ ക്ലാസ്സിൽ പോയി നോക്കുക. മോർഫോളജി പാർട്ട് 2 ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു, ഞാൻ പൂവൊക്കെ വെച്ച് പഠിപ്പിച്ചൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ഡെഫിനറ്റ്ലി പോയി വാച്ച് ചെയ്യാം. വെരി ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് പോയി വാച്ച് ചെയ്യാം. ഇപ്പോൾ പഠിക്കേണ്ട മാം, ഇവിടെ യൂട്യൂബിൽ ലൈവ് വരുമ്പോഴാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, സോ സ്റ്റുഡൻസ് ഇതിൻ്റെ എക്സാമ്പിൾ ഓർക്കാൻ നിങ്ങൾക്കറിയാലോ, ഇത് വേമാ അല്ലേ? വേം അല്ലേ, നമ്മുടെ എർത്ത് വേം അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ വേംസിൻ്റെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ് നോ പാർക്കിംഗ് ഹിയർ. എന്താ നമ്മൾ ഈ വേമിൻ്റെ അടുത്ത് പറഞ്ഞാൽ? ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, നോ പാർക്കിംഗ് ഹിയർ. ഓക്കെ, സോ N stands for your nurses. ഓക്കെ, ഫേറ്റിമ അല്ലെങ്കിൽ നിങ്ങളുടെ എർത്ത് വേം. ഓക്കെ, എർത്ത് വേം. സ്റ്റുഡൻസ് എഴുതുന്നുണ്ടോ എൻ്റെ കൂടെ? നിങ്ങളെല്ലാവരും എഴുതുന്നുണ്ടോ അതോ എഴുതുന്നില്ലേ? ഓക്കെ, എഴുതണം കേട്ടോ, അല്ലെങ്കിൽ ഹിറുഡിനേരിയ. ഓക്കെ, നോ പാർക്കിംഗ് ഹിയർ. ഓക്കെ, നോ പാർക്കിംഗ് ഹിയറിൽ ആരൊക്കെയുള്ള? നമ്മുടെ നെരിസസ് ഉണ്ട്, നമ്മുടെ എർത്ത് വേം ഉണ്ട്, ഹിഡുനേരിയ ഉണ്ട് അല്ലേ? സോ ഇവിടെ നമ്മൾ എന്താ പറയുക, ഇവിടെ പാർക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ഒരെണ്ണം ഈസി ഇനിയും വേണമെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ളത് ഹെന്നിൽ ഈ എന്ത് വരും? എർത്ത് വേം എന്ന് വരും കേട്ടോ. ഓക്കെ, ഹെന്ന് നിങ്ങൾക്ക് ഓർക്കാം, അല്ലെങ്കിൽ ആ ഹെൻ ഈ എന്താവും? എർത്ത് വേമാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഹെൻ ഓർക്കാം അല്ലെങ്കിൽ നോ പാർക്കിംഗ് ഹിയർ ഓർക്കാം. ഞാനിങ്ങനെയാണ് വിചാരിക്കുന്നത്. വേം മൂവ് ആവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ എർത്ത് വേം മൂവ് ആവുന്ന കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അപ്പോൾ അതിനടുത്ത് പറയാം നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യരുത്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ വേണം ഓർക്കാൻ. ഓക്കെ, നമുക്ക് എഡ്യൂക്കേഷൻ നമുക്ക് ഓർക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ എങ്ങനെ ഓർക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്. ഓക്കെ, സോ നമുക്ക് NCERT എന്താ പറഞ്ഞത് നോക്കാം. സോ NCERT സെയിം തന്നെയാണ് പറഞ്ഞത്. ടെറസ്ട്രിയലാണ്, ഫ്രീ ലിവിങ് ആണ്, സംടൈം പാരസിറ്റിക് ആണ്. ദ എക്സിബിറ്റ് ഓർഗൻ സിസ്റ്റം ഓർഗനൈസേഷൻ, പിന്നെ ബൈലാറ്ററൽ സിമിട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് ആണ്. ദ ബോഡി സർഫേസ് ഇസ് ഡിസ്റ്റിങ്ക്ട്ലി marked with segments and metamers. Okay, and the phylum name is Annelids. Okay, they possesses longitudinal and circular muscles, okay, which help them in locomotion. Okay, aquatic annelids എന്തുണ്ട്? lateral appendages ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നത് പാരപോഡിയ എന്നാണ്. ഓക്കെ, പിന്നെ നെഫ്രീഡിയ ഉണ്ട്, ഹെൽപ്പ് ഇൻ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ന്യൂറൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് paired ganglia. ഈ paired ganglia will be connected to lateral nerves, അതിന് to the double ventral nerve cord. Okay, ഇത് തന്നെ ഞാൻ പറഞ്ഞത്. Neresis is an aquatic form and the only one which is dioecious. Okay, ബാക്കിയെല്ലാം എർത്ത് വേമും ലീച്ചും എല്ലാം നിങ്ങളുടെ മൊനീഷ്യസ് ആണ്. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വേണ്ടേ? നോ പാർക്കിംഗ് ഹിയർ. ഓക്കെ, നോ പാർക്കിംഗ് ഹിയർ. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ എർത്ത് വേം. സോ ഇവിടെ നോക്കിയ സ്റ്റുഡൻസ്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ സെഗ്മെൻറ്റേഷൻ കാണല്ലോ, എത്ര ക്ലിയർ ആണ് സെഗ്മെൻറ്റേഷൻ. അതേ സെഗ്മെൻറ്റേഷൻ ദേ അകത്തുമുണ്ട് കണ്ടോ, അകത്തുമുണ്ട് അതേ ഒരു സെഗ്മെൻറ്റേഷൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇത് നിങ്ങളുടെ ആക്സസറി ഹാർട്ട്, ഇത് എർത്ത് വേമിൻ്റെ ആക്സസറി ഹാർട്ട്, ഇതാണ് മെയിൻ ഹാർട്ട് കേട്ടോ, ഇതാണ് മെയിൻ ഹാർട്ട്. ഈ കുറച്ച് തിക്കായിട്ട് ബൾജ്ഡ് ആയിട്ടിരിക്കുന്നതാണ് ഈ മെയിൻ ഹാർട്ട്. ഓക്കെ, പിന്നെ സീലോം ഉണ്ട്, ബ്രെയിൻ ഉണ്ട്, പിന്നെ ഡൈജസ്റ്റീവ് ട്രാക്ക് ഉണ്ട്, പിന്നെ ദേ നെർവ് കോഡ് കണ്ടോ. സോ ഈ ബ്രെയിൻ കണ്ടില്ലേ, രണ്ട് സ്മോൾ പോർഷൻസ് കണക്ഷൻ ആണ്. പിന്നെ ഈ paired ganglia will connect to the nerve cord. ഓക്കെ, സെഗ്മെൻറ്റഡ് വാൾസ്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് എനിക്ക് നിങ്ങളെ ഹാർട്ട് കാണിക്കണമായിരുന്നു കേട്ടോ. ഈ ആക്സസറി ഹാർട്ട് ചെറിയ സ്മോൾ ഇങ്ങനെ ഒരു ബൾജിങ് വന്നിട്ട് പിന്നെ ഒരു മെയിൻ ഹാർട്ട് ഉണ്ട്. ഓക്കെ, ക്ലിയർ?
അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർത്രോപോഡ. സോ ഇതിൽ ആർത്രോപോഡയിൽ ആദ്യത്തെ ഒരു കാര്യം, ദിസ് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം. ഓക്കെ, ഇതാണ് ലാർജസ്റ്റ് ഫൈലം. നിങ്ങൾക്കറിയാമല്ലോ ഇൻസെക്ട്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതാണ് ലാർജസ്റ്റ് ഫൈലം. ഓക്കെ, ആരൊക്കെയാണ് നാട്ടിൽ നിന്നുള്ളത്? ആരൊക്കെയാണ് നാട്ടിൽ ഇപ്പോൾ താമസിക്കുന്നതും അല്ലെങ്കിൽ യു ആർ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ കേരള? ആരൊക്കെയാണ്? നിങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു 5:36 ആകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഇൻസെക്ട്സ് വരും അല്ലേ. ഏതൊക്കെ ഇൻസെക്ട്സ് ആണെന്ന് എനിക്ക് പോലും അറിയത്തില്ല, അത്രയും ഇൻസെക്ട്സ് വരും അല്ലേ. കാരണം ഞാനൊരു സുവോളജിസ്റ്റ് ആയാൽ പോലും എനിക്ക് ചില ഇൻസെക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റില്ല. അത്ര പുതിയ പുതിയ ഇൻസെക്ട്സ് എന്നും വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് ആർത്രോപോഡയിലുള്ളത് ഏറ്റവും കൂടുതൽ ഇൻസെക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ലാർജസ്റ്റ് ഫൈലം അല്ലേ. നമ്മളൊരു 5:30 കഴിഞ്ഞ് ഒരു 6 ലൈറ്റൊക്കെ ഇടാറാകുമ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ പുതിയ പുതിയ വെറൈറ്റീസ് ഓഫ് ഇൻസെക്ട്സ് വരും. ഓക്കെ, സോ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന നാട്ടിലാണ്. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ മസ്കിറ്റോ മാത്രമേ ഉള്ളൂ. പിന്നെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ നിങ്ങൾക്ക് ബീറ്റിൽസ് കാണാം, അല്ലെ ബഗ്സ് കാണാം. അതുപോലെ മസ്കിറ്റോയിൽ തന്നെ വലിയ വലിയ വെറൈറ്റീസ് ഓഫ് മസ്കിറ്റോസ് കാണാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ബിക്കോസ് ദ വെജിറ്റേഷൻ ഇസ് ഇൻ സച്ച് എ വേ, ദ ക്ലൈമറ്റ് ഇസ് ഫേവറിങ് ദം. സോ അതുകൊണ്ടാണ് അവിടെ അത്രയും കൂടുതൽ. ഓക്കെ, സോ ദിസ് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ലാർജസ്റ്റ് ഫൈലം. ഇവർക്ക് എന്താ, ബാക്കിയെല്ലാം നമുക്ക് അതേപോലെ എഴുതാം. ഓർഗൻ സിസ്റ്റമാണ്. ഓക്കെ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സെപ്ഷൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാതെ എഴുതാം കേട്ടോ. ഇത് ഫുള്ള് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതിപ്പോവാം. ഒരിക്കലും നിങ്ങൾക്ക് എക്സെപ്ഷൻസ് മനസ്സിലായോ, ഇതിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു തരം സിമിട്രി അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് സ്മൂത്തായിട്ട് ഈ ഒരു ഫസ്റ്റ് പോർഷൻ ഈസിയാണ് നിങ്ങൾക്ക്. പിന്നെ ആകെ നിങ്ങൾ പഠിക്കേണ്ടത് സ്പെഷ്യലൈസ് ക്യാരക്ടറാണ്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും? ഓക്കെ, ഡെവലപ്മെൻറ്റ് 2 രീതിയിലുണ്ടാവും, ഇൻഡയറക്റ്റ് ഉണ്ടാവും, ഡയറക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കോക്രോച്ചിനെ നോക്കിക്കഴിഞ്ഞാൽ കോക്രോച്ചിൻ്റെ എന്താ സ്മോളർ വേർഷൻ ഇസ് ദ യങ്ങർ വൺസ് ആർ എക്സാക്ട്ലി ലൈക്ക് ദി അഡൾട്ട് അല്ലേ. ചെറിയ കോക്രോച്ച് അത്രേ ഉള്ളൂ, അതിൻ്റെ സൈസ് ഒരു മിനിയേച്ചർ വേർഷൻ അത്രേ ഉള്ളൂ, അല്ലാതെ മോർഫോളജിക്കലി ഒരു ഡിഫറൻസും ഇല്ല അല്ലേ. സോ ഡെവലപ്മെൻറ്റ് ക്യാൻ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ് ഓക്കെ. ഇവിടെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഓവി പാരസ് വേർഡൊക്കെ കണ്ടു. ഓവി പാരസ്, വിവി പാരസ് അല്ലേ. ദേ ലേ എഗ്സ്. ഓക്കെ, ഇവരുടെ ഏറ്റവും സ്പെഷ്യൽ ആർത്രോപോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പേഡ് ഓർ ജോയിൻറ്റഡ് അപ്പൻഡേജസ് അല്ലേ. ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉണ്ട് അല്ലേ. ദേ ഹാവ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. സോ വാട്ട് ഡു ഐ മീൻ ബൈ ജോയിൻറ്റഡ് അപ്പൻഡേജസ്? ഓക്കെ, നമ്മളിപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബെൻഡിങ് അല്ലേ, ഈ ഒരു ബെൻഡിങ്. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ വണ്ണത്തിൽ വരയ്ക്കാം. ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും അല്ലേ. ദിസ് ഇസ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്, കറക്റ്റ് അല്ലേ. സോ ദിസ് ഇസ് ദ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ്. ഇതിൻ്റെ പേര് വരാൻ തന്നെ കാരണം അതുകൊണ്ടാണ് കേട്ടോ. യെസ്, ഓക്കെ. സോ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉണ്ട്. പിന്നെ ഇവരുടെ ഔട്ടർ കവറിങ്, ഓക്കെ, ഇവരുടെ ഔട്ടർ കവറിങ് കൈറ്റേനിയസ് ഔട്ടർ കവറിങ് ആണ് കേട്ടോ. കൈറ്റേനിയസ് എൻഡോസ്കെലിറ്റൻ ആണ്. പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ അവരുടെ ആ ബോഡി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് കൈറ്റേനിയസ് ആണ്. എന്താ ആരും മെസ്സേജ് ഒന്നും അയക്കാത്ത, ആർക്കും ഒരു പോയിന്റ് പോലും അറിയത്തില്ല? പെട്ടെന്ന് പറഞ്ഞ ഓരോരോ പോയിന്റ്സ് പെട്ടെന്ന് ചാറ്റിൽ എല്ലാവരും ഓരോരോ പോയിന്റ് ഇട്ടേ. ഇത് നിങ്ങൾക്ക് റിവിഷൻ്റെ സമയം ആക്ച്വലി പറഞ്ഞാൽ, പഠിക്കേണ്ട സമയമല്ല, റിവിഷൻ്റെ സമയം അല്ലേ. ഓപ്പൺ സർക്കുലേഷൻ എന്ന് വെച്ചാൽ ആർട്ടറി ഇല്ല, വെയിൻ ഇല്ല, കാപ്പിലറീസ് ഇല്ല. സോ ദേ ഹാവ് ഓപ്പൺ സർക്കുലേഷൻ. ക്ലിയർ? ഓപ്പൺ സർക്കുലേഷൻ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ഓൾമോസ്റ്റ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് presence of Malpighian tubule. Okay, presence of Malpighian tubule. Okay, കേട്ടിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾ Malpighian tubules. അപ്പോൾ Malpighian tubules എന്താ ചെയ്യുന്നത്? It is basically helping for excretion.
basically helping for excretion. Okay, presence of malpighian tubules. So നിങ്ങൾക്ക് കാണാം അത് നമ്മൾ ലൈക്ക് ക്ലോസർ ടു ദാറ്റ് നമ്മൾ വലിയ വലിയ ടേംസ് ഒക്കെ ഇനി തൊട്ട് പഠിക്കാൻ പോലെ അല്ലേ, ആ ഒരു എവല്യൂഷൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, ഓ നോട്ട്സ് എഴുതുക മാം, എന്നാൽ എഴുതിക്കോളൂ എല്ലാവരും എഴുതിക്കോളൂ. ഓക്കെ, പിന്നെ റെസ്പിറേഷൻ is by what and all. Okay, respiration is by book, gills, okay, lungs, tracheal system. Okay, respiration എന്തൊക്കെയാ? book, gills, lungs and നിങ്ങളുടെ tracheal system. Okay, tracheal system important ആട്ടോ. So we have book gills, book lungs and tracheal system. ഇതെല്ലാം ഉണ്ട് നമ്മുടെ റെസ്പിറേഷൻ. ഓക്കെ, പിന്നെ ഇവർക്ക് വേറൊരു സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ ഞാൻ എവിടെ എഴുതുമെന്ന് എനിക്കറിയില്ല, ഇവിടെ എഴുതാം. ദേ ഹാവ് ദ പ്രസൻസ് ഓഫ് സ്റ്റാറ്റോസിസ്റ്റ്. സ്റ്റുഡൻറ്റ്, സ്റ്റാറ്റോസിസ്റ്റ് വേറെ ഒന്നുമല്ല, ദിസ് ഇസ് ബേസിക്കലി യുവർ ബാലൻസിങ് സെൽ. ഓക്കെ, ഈ ബോഡി ബാലൻസ് ചെയ്യുന്ന ബാലൻസിങ്, ഇത് ബേസിക്കലി ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണ്? ബാലൻസിങ്ങിന്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ സ്റ്റാറ്റോസിസ്റ്റ്. Statocyst is important because they are going to help the organism with balancing. Okay, balancing. So balancing the body is done by statocyst. Clear ആണല്ലോ എല്ലാവർക്കും? malpighian tubules ഇവിടെ എഴുതിയിട്ടുണ്ട്. excretion. ഓക്കെ, ഇത് ഓർക്കാൻ വേണ്ടി ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് സ്റ്റുഡൻസ്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഓർക്കാൻ കോൾ ബാല. ആരെയാ കോൾ ചെയ്യേണ്ടത്? കോൾ ബാല. ഓക്കെ, സോ ആരെ കോൾ ചെയ്യും നിങ്ങൾ? കോൾ ബാലേനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ C stands for Culex, A stands for Apis, honeybee, L stands for locust, L stands for lassifer. സ്റ്റുഡൻസ് ലൂസിഫർ എന്ന് എഴുതി വെക്കരുത്, എക്സാമിൽ ലാസിഫർ എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾ മലയാളി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ലൂസിഫർ ആയിരിക്കും. കാരണം ഒബ്വിയസ്ലി മൂവി ഓർക്കാനല്ല ഈസി. ഓക്കെ, 2 C ഒരു F ആട്ടോ, ലാസിഫർ. ഓക്കെ, ലാസിഫർ. ഓക്കെ, ലൂസിഫർ എഴുതല്ല, ലാസിഫർ എഴുതണം കേട്ടോ എക്സാമിന്. സ്പെഷ്യൽ നോട്ട് ഫോർ ഓൾ മൈ മല്ലു സ്റ്റുഡൻസ്. ഓക്കെ, യെസ്. പിന്നെ ബി ഞാൻ മേലെ എഴുതാം. ഓക്കെ, നിങ്ങളുടെ സിൽക്ക് വർം, ഏഡീസ് മസ്കിറ്റോ. ഓക്കെ, എൽ നിങ്ങളുടെ ലിമുലസ്, ദാറ്റ് ഇസ് കിങ് ക്രാബ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ അനോഫിലസ് മസ്കിറ്റോ, ഡെങ്കു വരുത്തുന്ന മസ്കിറ്റോ. ഇതാണ് എക്സാമ്പിൾസ്. ഓക്കെ, കോൾ ബാലയിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എക്കണോമിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻസെക്ട്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇതാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഫോസിൽസ് ഉണ്ട്, പിന്നെ എന്താ എക്കണോമിക്കലി യൂസ്ഫുൾ ആർത്രോപോഡ ഉണ്ട്, വെക്ടേഴ്സ് ഉണ്ട്, ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ തന്നെ എഴുതാം വെക്ടർ അല്ലേ. ഇപ്പോൾ മസ്കിറ്റോ എന്താ വെക്ടർ അല്ലേ, അപ്പോൾ നമുക്ക് വെക്ടർ എന്ന് എഴുതാം, ഫോസിൽ എന്ന് എഴുതാം. ഓക്കെ, എക്കണോമിക്കലി യൂസ്ഫുൾ അല്ലേ, അങ്ങനെ എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ഈസി അല്ലേ ഓർക്കാൻ? കോൾ ബാല. ഓക്കെ, ആർത്രോപോഡ എന്ന് വിചാരിക്കുമ്പോൾ ആരെ വിളിക്കണം? ബാലേനെ വിളിക്കണം. ഓക്കെ, സോ കോൾ ബാല ആൻഡ് എക്സാമ്പിൾ ഇസ് റെഡി. ഓക്കെ, യെസ്. ഓക്കെ, now this is the largest phylum which includes insects. Okay, and 2/3 of the all named species on earth are arthropods. Okay, organ system of organization bilaterally symmetrical, coelomate, covered with chitinous exoskeleton. Body is divided. അത് ഞാൻ മറന്നു പോയി, ബോഡി ഡിവിഷൻ മറന്നു പോയി. എവിടെ എഴുതും സ്റ്റുഡൻസ്? ഇവിടെ എങ്ങനെ സ്ഥലം എഴുതാം? ഇവിടെ എഴുതാം കേട്ടോ. ബോഡി ഈസ് ഡിവൈഡ് ഇൻ ടു ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഓക്കെ, ഇവിടെ എഴുതാം. ബോഡി ഈസ് ഡിവൈഡ് ഇൻ ടു head, thorax and abdomen. Okay, abdomen. Clear alle? Yes. Okay, they have jointed appendages. അതുകൊണ്ടാണ് ഇവർ ആർത്രോപോഡ എന്ന് വെക്കുന്നത്. റെസ്പിറേറ്ററി എന്തൊക്കെയാണ്? ഗിൽസ് ഉണ്ട്, ബുക്ക് ഗിൽസ് ഉണ്ട്, ബുക്ക് ലങ്സ് ഉണ്ട്, പിന്നെ നിങ്ങളുടെ ട്രക്കിയൽ സിസ്റ്റം ഉണ്ട് അല്ലേ. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഇസ് ഓഫ് ഓപ്പൺ ടൈപ്പ്. ഓക്കെ, സെൻസറി ഓർഗൻസ് ലൈക്ക് ആൻറ്റിന, ഐസ്. ഇവിടെ നോക്കണം, സെൻസറി ഓർഗൻസ് ലൈക്ക് ആൻറ്റിന, ഐസ് ഉണ്ട്. ഐസ് സിമ്പിൾ ആവാം, കോമ്പൗണ്ട് ആകാം കേട്ടോ. സോ ഡിപ്പെൻഡിങ് ഓൺ ഓർഗാനിസം ടു ഓർഗാനിസം
അത് ഡിഫറൻസ് വരും കേട്ടോ. പിന്നെ ദേ ഹാവ് സ്റ്റാറ്റോസിസ്റ്റ് വിച്ച് ഇസ് ദ ബാലൻസിങ് ഓർഗൻ ആർ പ്രസൻറ്റ്. പിന്നെ എക്സ്ക്രീഷൻ ടേക്സ് പ്ലേസ് ബൈ മാൽപീജിയൻ ട്യൂബിൾസ്. ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ്. ഓക്കെ, സെപ്പറേറ്റ് ആയിരിക്കും. ഫെർട്ടിലൈസേഷൻ ഈസ് യൂസ്വലി ഇന്റേർണൽ. ദേ ആർ മോസ്റ്റ്ലി ഓവിപാരസ്. ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഓക്കെ സ്റ്റുഡൻസ്, എൻ്റെ തൊണ്ട ഒച്ച അടയുന്ന വരെ നമ്മൾ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഒച്ച അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇറ്റ്സ് ആസ്ക് മൈ ത്രോട്ട് ഇസ് ടെല്ലിങ് കുറച്ചേരം ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് അബ്ഡോമൻ, തൊറാക്സ്, ഹെഡ് ഉണ്ട്, ആൻറ്റിന, കോമ്പൗണ്ട് ഐസ്, പിന്നെ സെറിബ്രൽ ഗാംഗ്ലിയോൺ. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല കേട്ടോ, ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. ഓക്കെ, ഇതൊക്കെ തന്നെ ഇതാണ് നിങ്ങളുടെ ഇതാണ് നിങ്ങളുടെ എല്ലാ എക്സാമ്പിൾസും നമ്മൾ കോൾ ബാലയിൽ എല്ലാ എക്സാമ്പിൾസും പഠിച്ചു. ഓക്കെ, സോ യെസ്, നെക്സ്റ്റ് നമ്മുടെ മൊലസ്ക. ഓക്കെ സ്റ്റുഡൻസ്, ഇതുവരെ ഓക്കെ ആണോ? യെസ് ഓ നോ? പെട്ടെന്നൊന്ന് പറഞ്ഞേ, യെസ് ഓ നോ? ആർ യു ഓൾ ഡൂയിങ് ഗുഡ്? അതോ ഭയങ്കര കഷ്ടമാണോ പഠിക്കാൻ? പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുന്ന നമ്മൾ കണ്ടിന്യൂ ചെയ്യും ക്ലാസ്. യെസ്, ഓക്കെ, എല്ലാവരും ഒന്ന് പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നേ, പെട്ടെന്നായിക്കോട്ടെ. യെസ് മാം, ഓക്കെ ആണ്. ഓക്കെ ഗ്രേറ്റ്, ഓൾ ഓഫ് യു റിപ്ലൈ. 2 പിള്ളേർ മാത്രമല്ലല്ലോ, എല്ലാവരും പഠിക്കുന്നില്ലേ അല്ലേ? ഓക്കെ, സോ മൊലസ്ക സ്റ്റുഡൻസ്, മൊലസ്കയാണ് നമ്മുടെ ആർത്രോപോഡ കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം ആരാണ്? നമ്മുടെ മൊലസ്ക. ഓക്കെ, ഇത് എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും? ടെറസ്ട്രിയൽ ആണ്. ഓക്കെ, ടെറസ്ട്രിയൽ ആണ്. അതുകൂടാതെ അക്വാറ്റിക്കും ആണ്. സോ അക്വാറ്റിക്കിൽ എപ്പോഴും മനസ്സിലാക്കാം മറൈനും ഫ്രഷ് വാട്ടറും രണ്ടും വരും കേട്ടോ. യെസ്, ഓൾ ഓഫ് യു? യെസ്, ഓക്കെ. ഇനിയും ബൈലാറ്ററൽ സിമെട്രി, അതൊക്കെ നമുക്ക് അതേപോലെ എഴുതാമല്ലോ. നമുക്കിപ്പോൾ ഓൾറെഡി അതൊക്കെ അറിയാം അല്ലേ? ബൈലാറ്ററലാണെന്നറിയാം, പിന്നെ നമുക്ക് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്നറിയാം, സീലോമേറ്റ്സ് ആണെന്നറിയാം അല്ലേ? ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് എഴുതുക കേട്ടോ. യെസ്, ഓക്കെ. ഇനിയും എന്തെങ്കിലും മിസ് ചെയ്തോ? ഓർഗൻ സിസ്റ്റം മിസ് ചെയ്തല്ലേ സ്റ്റുഡൻസ്? ഇത്രയും പോയിൻറ്റ്സ് ഓർക്കുക ഇസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അത് കാരണം ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു. ഓക്കെ, സോ ഇവരുടെ ആദ്യത്തെ സ്പെഷ്യൽ ക്യാരക്ടർ എന്താ? ബോഡി ഈസ് കവേർഡ് അല്ലേ? ബോഡി ഈസ് കവേർഡ് വിത്ത് calcareous shell. ഓക്കെ, ബോഡി ഈസ് കവേർഡ് വിത്ത് calcareous shell. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അല്ലേ? ഓക്കെ, ഗുഡ്. calcareous shell. ഇവരുടെ ബോഡി ഡിവിഷൻ. ഓക്കെ, ബോഡി ഡിവിഷൻ നിങ്ങൾക്ക് അറിയാവോ? ആർക്കെങ്കിലും ബോഡി ഡിവിഷൻ അറിയാവോ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബോഡി ഡിവിഷൻ ആണ് കേട്ടോ. ഹെഡ്, ഓക്കെ, ഹെഡ്, വിസറൽ, മസ്കുലർ, വിസറൽ ഹംപ്, മസ്കുലർ ഫുട്ട്. സോ എന്തൊക്കെയാണ് ഇവരുടെ ബോഡി? എന്താ ഇവരുടെ ബോഡി ഡിവിഷൻ? ഓക്കെ, ഫുട്ട്. ഓക്കെ, അവർക്ക് ഹെഡ് ഉണ്ട്, ഒരു വിസറൽ ഹംപ് ഉണ്ട്, പിന്നെ ഒരു മസ്കുലർ ഫുട്ട് ഉണ്ട്. ഓക്കെ, സോ ഇത് മൂന്നുമാണ് ഇവരുടെ ബോഡി ഡിവിഷൻ. നമ്മൾ ലാസ്റ്റ് ടൈം എന്താ കണ്ടത്? ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ കണ്ടു. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഹെഡ്, വിസറൽ ഹംപ് ആൻഡ് മസ്കുലർ ഫുട്ട് അല്ലേ? വെരി ഗുഡ് സൃഷ്ടി ആൻഡ് വെരി ഗുഡ് മേപ്പിൾ. സോ ഇതാണ് നമ്മുടെ ബോഡി ഡിവിഷൻ അല്ലേ? ബോഡി ഡിവിഷൻ. ഇനിയും മനസ്സിലാക്കുക വിസറൽ ഹംപ്. ഓക്കെ, ഈ വിസറൽ മാസ് അല്ലേ? വിസറൽ മാസ് ഇസ് കവേർഡ്. ഓക്കെ, വിസറൽ മാസ് എല്ലാവരും ഓക്കെ, വിസറൽ ഹംപ് is covered, okay, is covered by mantle cavity. In the cavity, mantle cavity. Okay, mantle cavity. ഇത് ബേസിക്കലി ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കേട്ടോ. സോ ഈ വിസറൽ ഹംപിനകത്ത് ഒരു മാൻറ്റിൽ ഉണ്ട്, ആ മാൻറ്റിൽ കവർ ചെയ്യാൻ ഒരു മാൻറ്റിൽ ക്യാവിറ്റി ഉണ്ടാവും. ഇത് ബേസിക്കലി ഒരു പ്രൊട്ടക്ഷൻ ടെക്നിക്കാണ് കേട്ടോ. സോ ഈ സോഫ്റ്റ് സ്കിൻസ് ഒന്നും ഡാമേജ് ആവാതിരിക്കാൻ. ഓക്കെ, പിന്നെ അവർക്ക് സെൻസറി ടെൻറ്റിക്കിൾസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഉണ്ട് സെൻസറി ടെൻറ്റിക്കിൾസ്, പക്ഷേ സെൻസറി ടെൻറ്റിക്കിൾസ്. ഓക്കെ, ഇതിൽ ഈ ഫൈലത്തിൽ എല്ലാത്തിനും ഉണ്ട് സെൻസറി
ടെൻറ്റിക്കിൾസ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇവർക്കൊരു അതെന്താ പറയുക, ഒരു റാസ്പിംഗ് ഓർഗൻ. ഓക്കെ, റാസ്പിംഗ് ഓർഗൻ വിച്ച് ആക്ട്സ് ലൈക്ക് എ മൗത്ത്. ഓക്കെ, ആ ക്യാപ്ചർ ചെയ്യാനും ഒന്ന് അത് ലൈക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ എങ്ങനെയാണ് മൗത്ത് കൊണ്ട് ഫുഡ് ചൂസ് ചെയ്യുന്നത്, അതേപോലെ ഒരു റാസ്പിംഗ് ഓർഗൻ. ഓക്കെ, ദർ ഇസ് എ പ്രസൻസ് ഓഫ് എ റാസ്പിംഗ് ഓർഗൻ. അതിനെ എന്താ വിളിക്കുക നമ്മൾ? റാഡ്യൂല. റാഡ്യൂല മനസ്സിലായോ? എന്ന് വെച്ചാൽ മൗത്ത് പോലെ തന്നെ എല്ലാം ഈ ഫുഡ് ക്യാപ്ചർ ചെയ്യാനും ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ റാസ്പിംഗ് ഓർഗൻ, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് യുവർ റാഡ്യൂല. ഓക്കെ മാം, എന്ത് മനസ്സിലായില്ല എനിക്ക്. ഓക്കെ, സോ റാസ്പിംഗ് ഓർഗൻ എന്താണ്? റാഡ്യൂല. ഓക്കെ, റാസ്പിംഗ് ഓർഗൻ എന്താണ്? റാഡ്യൂല. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സൃഷ്ടി എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ല കേട്ടോ. എന്തിനെ പറ്റി പറഞ്ഞത്? എന്ത് കിട്ടുമെന്ന് പേടിയാവുന്നു. ഓക്കെ, സോ അടുത്ത ഇതിൻ്റെ എക്സാമ്പിൾ ഓർക്കാൻ വേണ്ടി ലോഡ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് ഓർക്കുന്നത് നമ്മൾ? ലോഡ്. മൊലസ്ക ഫുള്ളി ലോഡഡ് ആണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? ലോഡ് എന്ന് പറയും. ഓക്കെ, L stands for Loligo, O stands for octopus. Okay, load. ഇല്ല, എല്ലാ എക്സാമ്പിളും ഒന്നും പഠിക്കണ്ട. അറ്റ്ലീസ്റ്റ് ഈ രണ്ടെണ്ണമാണ് നമ്മുടെ NMC ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇൻ കേസ് എക്സാമിന് നിങ്ങൾ മറന്നു പോയാൽ ഒരു 4 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ റിമെമ്പർ മോർ. ഓക്കെ, അപ്ലേഷ്യ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്ലേഷ്യ ആൻഡ് ഡെൻറ്റാലിയം. ഇത് ആക്ച്വലി നമ്മൾ എലിഫൻറ്റ് ടസ്ക് എന്ന് പറയും കേട്ടോ. എലിഫൻറ്റ് ടസ്ക്, ഇതൊരു ഗ്രീൻ കളർ സാധനമാണ്. ഇതൊരു എലിഫൻറ്റ് ടസ്ക് പോലെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ കൊമ്പില്ലേ ആനയുടെ, അപ്പോൾ അതുപോലെ ഉണ്ടാവും ഇതിനെ കാണാൻ. അത് ഡെൻറ്റാലിയം. ഓക്കെ, ഡെൻറ്റാലിയം അത് ഓൾമോസ്റ്റ് എക്സ്റ്റെൻഡ് ആവും. ഓക്കെ, ലൊലിഗോ, ഒക്ടോപ്പസ്, അപ്ലേഷ്യ, ഡെൻറ്റാലിയം. ലോഡ്. അപ്പോൾ മൊലസ്ക ഫുള്ളി ലോഡഡ് ആണ് കേട്ടോ. അതാണ് ഓർക്കേണ്ടത്, ലോഡഡ്. സ്റ്റുഡൻസ് ഇത് ആദ്യത്തെ ക്ലാസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോണിക്സ് ഓർക്കാനും ബുദ്ധിമുട്ടായിരിക്കും, ആ ട്രിക്സ് ഓർക്കാനും കഷ്ടമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കാരണം എൻ്റെ സ്റ്റുഡൻസ് ഇത് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇംഗ്ലീഷ് ബാച്ച് ഓഫ് സ്റ്റുഡൻസിന് ഞാൻ സ്പെഷ്യൽ ക്ലാസ്സിൽ ഇങ്ങനൊരു ക്ലാസ് എടുത്തു. അത് ഞാൻ യൂട്യൂബിൽ വന്നപ്പോൾ ദേ വർ ഏബിൾ ടു റിമെമ്പർ ഓൾ ദി എക്സാമ്പിൾസ്. ഓക്കെ, സോ അവരെന്ത് ചെയ്തു? എല്ലാ എക്സാമ്പിൾസും ഒരു പേജിൽ എഴുതി വെച്ചു. ആ പേജ് അവർ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തു. സോ റിവൈസ് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ എക്സാമിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. മൊലസ്ക, ലോഡ്, അല്ലെങ്കിൽ സീലൻട്രേറ്റ, പോഹ, ആർത്രോപോഡ, കോൾബാല, ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. കാരണം ഈ വേർഡ്സ് ഇറ്റ്സ് ഈസി, റൈറ്റ്? ദിസ് ആർ കോമൺ വേർഡ്സ് ദാറ്റ് വി യൂസ്. ഓക്കെ, so this is the second largest phylum. They're terrestrial, aquatic, okay, marine or freshwater, having an organ system level of organization. They are bilaterally symmetrical, okay, triploblastic and coelomate, and they are covered by calcareous shell. Body is divided into head, muscular, foot and visceral hump. A soft and a spongy layer of skin forms the mantle. idana ഞാൻ പറഞ്ഞ soft skin forms the mantle over the visceral hump. അപ്പോൾ ഇതിനെ രണ്ടിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? ഒരു mantle cavity ഉണ്ട്. Okay, so the space between the hump and the mantle is called the mantle cavity. Okay, and in which the feather like gills are present. Okay, ഇത് ഞാൻ അവിടെ എഴുതിയിട്ടില്ല, അപ്പോൾ ഞാൻ അതൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. ക്യാവിറ്റി സ്ഥലമുണ്ട് ഇവിടെ ആഡ് ചെയ്യാൻ. ഓക്കെ, വിസറൽ ഹംപ് ഇവിടെ ക്യാവിറ്റി എന്ന് എഴുതാം. അതിനകത്ത് വി ഹാവ് ഫെദർ ലൈക്ക്. ഓക്കെ, ഫെദർ ലൈക്ക് ഗിൽസ് ഉണ്ട്. ഓക്കെ, feather like gills ഉണ്ട്. ഓക്കെ, സോ ഈ മാൻറ്റൽ ക്യാവിറ്റി എന്താ? ദ സ്പേസ് ബിറ്റ്വീൻ ദ ഹംപ്, വിസറൽ ഹംപ് ആൻഡ് ദ മാൻറ്റൽ. ആ ക്യാവിറ്റിനെ നമ്മൾ മാൻറ്റൽ ക്യാവിറ്റി എന്ന് വിളിക്കും. അത് ദാറ്റ് ഹാസ് ഫെദർ ലൈക്ക് ഗിൽസ്. ഓക്കെ, they have respiratory and excretory function. The anterior head region has the sensory tentacles. The mouth contains file like rasping organ called the radula. Okay, rasping organ called the radula. സോ നമ്മൾ എക്സാമ്പിൾ ഏതാ ഓർത്ത? ലോഡ്. ഓക്കെ, നമുക്കിത് ഇത്ര എക്സാമ്പിൾ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 3 ഓർത്തുകൊണ്ട് പോയാൽ അത്ര നല്ലത്. കാരണം എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ എത്രയൊക്കെ ഓർമ്മ വരുമെന്ന്. സോ ഇവിടെ ഇതാണ് നിങ്ങളുടെ ഇതും ഒക്ടോപ്പസ്. ഓക്കെ, സോ ഇതുണ്ട് നിങ്ങളുടെ ടെൻറ്റിക്കിൾസ് ഉണ്ട്, സെൻസറി ടെൻറ്റിക്കിൾസ്. ഓക്കെ,
യെസ്, അടുത്തത് നമുക്ക് എക്കൈനോഡെർമേറ്റ. ഓക്കെ, എക്കൈനോഡെർമേറ്റ 7:30 മുന്നേ തീർക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ, നിങ്ങൾക്ക് വേറെ ക്ലാസ് ഉണ്ടോ? Do you have another class? Okay, so Echinodermata, marine, triploblastic, organ system, അല്ലേ, ഓർഗൻ സിസ്റ്റം. യെസ്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, അത് ഞാൻ വേറെ കളർ എഴുതാം. അഡൽട്സിൽ, ഓക്കെ, അഡൽട്സ് വിൽ ഷോ റേഡിയൽ സിമെട്രി. Adults will show radial symmetry. Larval stages, okay, larval stages will show bilateral symmetry. Larval stages will show bilateral symmetry. Students, ഇതൊരു എക്സെപ്ഷൻ ആണ് കേട്ടോ, വേറെ ഒന്നിനും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എന്താവും, അഡൾട്ട്സിൽ റേഡിയൽ സിമെട്രിയും യങ് വൺസ് അല്ലെങ്കിൽ ലാർവൽ സ്റ്റേജിൽ ബൈലാറ്ററൽ സിമെട്രി ആട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് എന്താ, സീലോമേറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കിനി എക്സെപ്ഷൻസിലേക്ക് പോകാം. സോ എക്കൈനോഡെർമേറ്റ ഓർക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റാർ ഫിഷ് ഓർക്കണം. ഓക്കെ, സ്റ്റാർ ഫിഷ് അല്ലെങ്കിൽ നിങ്ങളുടെ കുക്കുമേരിയ, നിങ്ങളുടെ സീ കുക്കുംബർ, ഇതൊക്കെ ഓർക്കുക കേട്ടോ. ഇതെന്താ, ഈ സ്റ്റാർ ഫിഷിനെ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, കാൽക്കേരിയസ് ഓസിക്കിൾസ് ഉണ്ട് കേട്ടോ. കാൽക്കേരിയസ് ഓസിക്കിൾസ്. സ്റ്റാർ ഫിഷിനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. കാൽക്കേരിയസ് ഓസിക്കിൾസ് ആർ കവേർഡ്. ദ സ്കെലറ്റൻ ഇസ് മേഡ് ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ്. ഓക്കെ, ആൻഡ് ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് അമേസിംഗ് ആയിട്ടുള്ളൊരു വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉള്ളത്. വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഓക്കെ, വാട്ടർ വാസ്കുലർ സിസ്റ്റം, ഒരു അമേസിംഗ് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇവർക്കുണ്ട്. പിന്നെ ഇവർക്ക് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. വാട്ട് ഡു ഐ മീൻ, മൗത്ത് ഉണ്ട് അല്ലേ, മൗത്ത് ആൻഡ് ഏനസ് ഇസ് ദർ അല്ലേ, മൗത്ത് ആൻഡ് ഏനസ് ഇസ് ദർ. പക്ഷേ ഇവിടെ എന്താ സ്പെഷ്യാലിറ്റി, മൗത്ത് യൂഷ്വലി നമ്മൾ വിചാരിക്കുന്നത് ഡോർസൽ സൈഡിലാണ്, പക്ഷേ ഇവിടെ മൗത്ത് വെൻട്രൽ സൈഡിലും, ഓക്കെ, ഏനസ് ഡോർസൽ സൈഡിലുമായിരിക്കും. ഓക്കെ, ഏനസ് ഡോർസൽ സൈഡിലുമായിരിക്കും. ഓക്കെ, ഡോർസൽ സൈഡിലാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇവിടെ അവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല, നോ എക്സ്ക്രീറ്ററി സിസ്റ്റം, നോ എക്സ്ക്രീറ്ററി സിസ്റ്റം. ക്ലിയർ? യെസ്, ഇവിടെ സെക്സസ് ആർ സെപ്പറേറ്റ് കേട്ടോ, സെക്സസ് ആർ സെപ്പറേറ്റ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ ഓർക്കണമെങ്കിൽ നമ്മുടെ എക്കൈനോഡെർമേറ്റിനെ നമ്മൾ CEO ആയിട്ട് സെലക്ട് ചെയ്തു. എന്തായിട്ട് സെലക്ട് ചെയ്തു, CEO ഓഫ് ഫൈലംസ്. ഓക്കെ, ഹൂ ഇസ് ദ CEO ഓഫ് ഫൈലംസ്, എക്കൈനോഡെർമേറ്റ. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ കുക്കുമാരിയ, ഇതാണ് നിങ്ങളുടെ സീ കുക്കുംബർ. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? CEO ആയിട്ട് ആരെ നമ്മൾ എടുത്തു, ഓഫി. ഓക്കെ, വി സെലക്റ്റഡ് CEO ആയിട്ട് നമ്മുടെ എക്കൈനോഡെർമേറ്റിനെ CEO ആയിട്ട് എലക്ട് ചെയ്തു ഫൈലത്തിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാമ്പിൾസ് ഓർക്കാൻ ഒരു ഈസി ട്രിക്കായി, CEO. ഓക്കെ, ഹു ഇസ് ദ CEO ഓഫ് ഫൈലംസ്, എക്കൈനോഡെർമേറ്റ. ഓക്കെ, എക്കൈനോഡെർമേറ്റ. നൗ ദീസ് ആനിമൽസ് എൻഡോസ്കെലറ്റൻ കാൽക്കേരിയസ് ഓസിക്കിൾസും കൊണ്ടാണ്. പിന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. എക്കൈനോഡെർമ്സിന് റേഡിയൽ സിമെട്രിയാണ് അഡൽട്ട് സ്റ്റേജിൽ, ബൈലാറ്ററൽ സിമെട്രിയാണ് ലാർവൽ സ്റ്റേജിൽ. ഓക്കെ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്. Digestive system is complete with mouth on the ventral side, lower ventral side, and anus on the upper dorsal side. The most distinctive feature of echinoderms is the presence of water vascular system, okay, which helps in locomotion, capture, transport of food. നിങ്ങൾ ഇത് വാട്ടർ കനാൽ സിസ്റ്റമിൽ തന്നെ പഠിച്ചതാണ് കേട്ടോ, സെയിം തിങ് തന്നെ. ലോക്കോമോഷൻ ഉണ്ട്, ക്യാപ്ചർ ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട് അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സെക്സസ് ആർ സെപ്പറേറ്റ്, റീപ്രൊഡക്ഷൻ ഇസ് സെക്ഷുവൽ, ഫെർട്ടിലൈസേഷൻ ഇസ് യൂഷ്വലി എക്സ്റ്റേർണൽ, ഡെവലപ്മെൻറ്റ് ഇസ് ഇൻഡയറക്റ്റ് വിത്ത് ഫ്രീ സ്വിമ്മിങ് ലാർവേ. ഓക്കെ, നമ്മളിത് സീ കുക്കുമ്പർ പഠിച്ച കേട്ടോ, സീ കുക്കുമ്പർ പഠിച്ചു, നമ്മുടെ സീ ഓർച്ചിൻ പഠിച്ചു, പിന്നെ ബ്രിട്ടിൽ സ്റ്റാർ പഠിച്ചു. ഓക്കെ, ഇതാണ് നമ്മൾ 3 പഠിച്ചത്. സോ സ്റ്റുഡൻസ്, ഇതാണ് നമ്മുടെ വാട്ടർ വാസ്കുലർ സിസ്റ്റം. കാണാവോ, എന്ത് രസമായിട്ടല്ലേ വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഒരു സെൻട്രൽ റിംഗ് ഉണ്ട്, ഒരു സെൻട്രൽ റിംഗ് കനാലുണ്ട്, അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ
ഈ കനാൽ സിസ്റ്റം. ഓക്കെ, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജസ്റ്റ് നോക്കുക ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദ വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഓക്കെ, ഹെമികോർഡേറ്റ. നമ്മൾ ഏതാണ്ട് കോർഡേറ്റ തീരാറായി കേട്ടോ. നമുക്ക് നോക്കാം ഇന്ന് കോർഡേറ്റ തീർക്കാൻ പറ്റുമെന്ന്. ഓക്കെ, കോർഡേറ്റ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വി വിൽ സി. ഓക്കെ, ഹെമികോർഡേറ്റ. സോ സ്റ്റുഡൻസ്, ഹെമികോർഡേറ്റ ആദ്യം ഇതിനെ കൊണ്ടിട്ടത് കോർഡേറ്റേൻ്റെ അടിയിലാണ് കേട്ടോ. ഇതിനെ എന്തുകൊണ്ടാണ് കോർഡേറ്റേൻ്റെ അടിയിൽ ഇട്ടതെന്ന് വെച്ചാൽ ഇതിനൊരു സ്പെഷ്യലൈസ്ഡ് സ്റ്റോമോകോഡ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോമോകോഡ് കണ്ടപ്പോൾ അവർ വിചാരിച്ചു നമുക്കൊരു കാര്യം ഇതിനെ നമുക്ക് കൊണ്ട് കോർഡേറ്റ്സിലിടാം, ബിക്കോസ് ഇറ്റ്സ് നേച്ചർ വാസ് ഓൾമോസ്റ്റ് ലൈക്ക് സിമിലർ ടു എ നോട്ടോകോഡ്. ഓക്കെ, പക്ഷേ ലേറ്റർ അവർക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്. സോ അവർ കംപ്ലീറ്റ്ലി ഒരു ഫൈലം ഉണ്ടാക്കി, അതാണ് ഹെമികോർഡേറ്റ. ഓക്കെ, ഇത് മറൈൻ ആണ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. ഓക്കെ, പിന്നെ ഓർഗൻ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇതൊക്കെ ഞാൻ അങ്ങോട്ട് എഴുതി പോവാണ്, കാരണം നിങ്ങൾക്കും ഇപ്പോൾ അറിയാലോ. സീലോമേറ്റ്, ട്രിപ്ലോബ്ലാസ്റ്റിക്. ഓക്കെ, ട്രിപ്ലോബ്ലാസ്റ്റിക്. ഇനി തൊട്ട് ബൈലാറ്ററൽ സിമെട്രി. ഞാൻ പറഞ്ഞല്ലോ എക്കൈനോഡോംസ് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഒരു എക്സെപ്ഷൻ. ഓക്കെ, ബൈലാറ്ററൽ സിമെട്രി. ഓക്കെ, നമുക്ക് സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സോ ഹെമികോർഡേറ്റിൽ ആദ്യത്തെ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ എന്താ ഞാൻ പറഞ്ഞത്? പ്രസൻസ് ഓഫ് എ സ്റ്റോമോകോഡ് which was similar, okay, which was similar to a notochord, which was similar to a notochord. Okay, ഇതായിരുന്നു ആദ്യത്തെ exceptional character because of which it was first considered to be a chordate. Okay, considered to be a chordate. ഇനി ഇവരുടെ body division. Okay, body division is head ഇല്ല, സോറി, proboscis, collar, tail. ഓക്കെ, proboscis, collar and നിങ്ങളുടെ proboscis, collar and trunk. tail എന്ന് എഴുതിയ trunk. ഓക്കെ, proboscis, collar and trunk അല്ലേ. മിഡിലുള്ളത് കോളർ, ഹെഡ് റീജിയനെ നമ്മൾ പ്രൊബോസിസ് എന്ന് വിളിക്കും, ലാസ്റ്റ് റീജിയനെ നമ്മൾ എന്ത് വിളിക്കും? ട്രങ്ക് എന്ന് വിളിക്കും അല്ലേ, ട്രങ്ക് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ ഇവർക്കൊരു എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ട് കേട്ടോ, ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ട്. ഈ എക്സ്ക്രീറ്ററി ഓർഗൻ പ്രൊബോസിസിൽ പ്രസൻറ്റ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്രൊബോസിസ് ഗ്ലാൻഡ് എന്നാണ് കേട്ടോ. എന്താ വിളിക്കുക? പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. ഓക്കെ, പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓർക്കും വരുന്നില്ലല്ലോ. ഓക്കെ, റെസ്പിറേഷൻ ആരുടെ ഹെൽപ്പും കൊണ്ടാണ്? ഗിൽസിൻ്റെ ഹെൽപ്പും കൊണ്ട് അല്ലേ. റെസ്പിറേഷൻ ആരുടെ ഹെൽപ്പും കൊണ്ടാണ്? ഗിൽസിൻ്റെ ഹെൽപ്പും കൊണ്ട്. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബോഡി ഓർഗനൈസേഷൻ പറഞ്ഞു, എക്സ്ക്രീഷൻ പറഞ്ഞു, പിന്നെ റെസ്പിറേഷൻ പറഞ്ഞു. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? സർക്കുലേഷൻ എങ്ങനെയാണ് അല്ലേ. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. സ്റ്റുഡൻസ് എവിടെയൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടോ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, ഇനി ഇത് ഓർക്കാനുള്ള ട്രിക്ക്. ഓക്കെ, ഇതിൻ്റെ ഓർക്കാനുള്ള ട്രിക്ക് ഒന്നുമല്ല, ബ്രദർ സിസ്റ്റർ. ഇത് ശരിക്കും നമ്മുടെ കോർഡേറ്ററിൻ്റെ ബ്രദറാണ്, പക്ഷേ സ്റ്റോമോകോഡ് കാരണം അതിനെ ഇങ്ങോട്ടിട്ടു. ഓക്കെ, ബ്രദർ ആൻഡ് സിസ്റ്റർ. ഇത് എന്താണ് ഇതിൻ്റെ എക്സാമ്പിൾ? ബെലനോ ഗ്ലോസിസ്, ഓക്കെ, ആൻഡ് സാക്ലോക്ലോസിസ്. ഓക്കെ, അവർ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ല അവർ സിസ്റ്ററും ബ്രദറും ആണ് അല്ലേ. അയ്യോ ഒരു മിനിറ്റ്, യെസ്, സാക്കോഗ്ലോസിസ് അല്ലേ. ഇവരെ കേട്ടാൽ തന്നെ നമുക്ക് തോന്നും ബ്രദറും സിസ്റ്ററും ആണ് അല്ലേ. പേരങ്ങനെയല്ലേ, പേരങ്ങനെയല്ലേ. ഇവിടെ ഹെമികോർഡേറ്റ്സ് were earlier considered as a subphylum under phylum Chordates. ഓക്കെ, പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ rudimentary structure. ഓക്കെ, rudimentary structure called the stomachord. ഓക്കെ, സ്ട്രക്ചർ വെരി സിമിലർ ടു എ നോട്ടോകോഡ്. അത് കാരണമാണ് ഇതിനെ ആദ്യം കൊണ്ട് കോർഡേറ്റിൻ്റെ അടിയിലിട്ടത്. ഓക്കെ, ദിസ് ഫൈലം കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് worm like marine animals with organ level of organization, organ system, bilateral symmetry, triploblastic, coelomate, and their body is cylindrical and composed of proboscis ഉണ്ട്, collar ഉണ്ട്, trunk ഉണ്ട് അല്ലേ.
പിന്നെ circulatory system is open type, respiration takes place through gills, പിന്നെ excretory organ is proboscis gland, sexes are separate, fertilization is internal, made for each other, correct. Okay, fertilization is external അല്ലേ? അവരുടെ പേര് കണ്ടില്ലേ, ബലനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. അവർ ഡെഫിനറ്റ്ലി മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്, സിസ്റ്റർ ബ്രദേഴ്സും ആണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സ്ട്രക്ചർ കേട്ടോ. ഇതാണ് പ്രൊബോസിസ്. ഓക്കെ, ഇത് കോളർ റീജിയൻ, ഇത് ട്രങ്ക് റീജിയൻ അല്ലേ? കണ്ടോ? ക്ലിയർ ആണല്ലോ? നമ്മൾ അവസാനം കോർഡിനേറ്റ്സ് എത്തി. സ്റ്റുഡൻസ് നിങ്ങളൊന്ന് ക്ലാപ്പ് അടിക്കുമോ എനിക്ക് വേണ്ടി? ഞാൻ എത്ര നേരം നിന്ന് പഠിപ്പിച്ചതിന്. നമ്മൾ കോർഡിനേറ്റ്സ് എത്തിയിരിക്കുന്നു അല്ലേ? നമ്മൾ എത്ര ഫൈലംസ് കഴിഞ്ഞു. ഓക്കെ, ഇത്ര ഓർക്കാൻ തന്നെ എനിക്ക് എൻ്റെ ബ്രെയിൻ തന്നെ ഗ്ലിച്ച് അടിക്കുകയാണ് കേട്ടോ. ബ്രെയിൻ ഇങ്ങനെ ലോഡിങ് ആയിട്ട് ഇടയ്ക്ക് ചില പോയിൻറ്റ്സ് ഓർക്കുമ്പോൾ. ഓക്കെ, യെസ്, പെട്ടെന്നൊന്ന് ഒരു കുറച്ച് ഫയർ ഇമോജിയൊക്കെ ഇട്ട് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും, എന്നാലും നമുക്ക് കോർഡിനേറ്റ്സും കൂടെ തീർക്കാൻ പറ്റും. ഓക്കെ, ഞാൻ കണ്ടിന്യൂസ്ലി വർത്താനം പറയുകയാണ്, നിൽക്കുവാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ കുറച്ച് ഹാവ് ടു ബി നൈസ് പീപ്പിൾ. യെസ്, ഓക്കെ. 2 പിള്ളേരേ ഉള്ളൂ നല്ല ആക്റ്റീവായിട്ടുള്ളത്, ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? അതേഴ്സ് ആർ ജസ്റ്റ് വാച്ചിങ്. ഈ എൻ്റർടൈൻമെൻറ്റ് ഷോ കാണുന്ന പോലെ ഈ മാം എന്താ പറയുന്നത് അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, സോ നമുക്ക് ഇനിയും കോർഡിനേറ്റ്സും കൂടെ പഠിക്കാം കേട്ടോ. കോർഡിനേറ്റ്സിൽ നമുക്ക് ഇനി സ്പെഷ്യലൈസ് ക്യാരക്ടേഴ്സ് മാത്രം പഠിച്ചാൽ മതി, നമ്മൾ വേണ്ടാത്ത ക്യാരക്ടേഴ്സ് ഒന്നും പഠിക്കാൻ പോകുന്നില്ല. സോ ഫസ്റ്റ് ക്യാരക്ടർ എന്താ? ഇതിനെ എന്തുകൊണ്ടാണ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്? പ്രസൻസ് ഓഫ് നോട്ടോകോഡ് അല്ലേ? നോട്ടോകോഡ് ഇസ് പ്രസൻറ്റ്. പിന്നെ ഇവർക്കുള്ളത് എന്താ? ഡോർസൽ നെർവ് കോഡ്. ഓക്കെ, ഡോർസൽ നെർവ് കോഡ്. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്. paired pharyngeal gill slits. Pharyngeal gill slits. ഓക്കെ, പിന്നെ അവർക്കുള്ളത് വെൻട്രൽ ഹാർട്ട്. പ്രസൻസ് ഓഫ് എ വെൻട്രൽ ഹാർട്ട് അല്ലേ? ഇത്രയും കാര്യമാണ് ഇവർക്കുള്ളത്. ഓക്കെ, നമ്മൾ ബാക്കിയൊന്നും പഠിക്കുന്നില്ല, നമ്മൾ ഈ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ. ഇതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ പറഞ്ഞേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞേ. ടെൽ മീ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് പറഞ്ഞേ. ഇവിടെ നോട്ടോകോഡ് പ്രസന്റ് ആണെങ്കിൽ ഇവിടെ എന്തുവാ? നോട്ടോകോഡ് ആബ്സെൻറ്റ് അല്ലേ? നോട്ടോകോഡ് ആബ്സെൻ്റ് ആണ്. ഡോർസൽ നെർവ് കോഡ്, ഇവിടെ ഡോർസൽ നെർവ് കോഡ് സിംഗിൾ ഡോർസൽ നെർവ് കോഡാണ് കേട്ടോ. വെരി ഗുഡ്. അടുത്തതൊന്ന് പറഞ്ഞേ. ഇവിടെ ഹോളോ സിംഗിൾ ഡോർസൽ നെർവ് കോഡാണ്. ഇവിടെ അതിനൂടെ ഡബിൾ. ഓക്കെ, ഡബിൾ ഡോർസൽ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? വെൻട്രൽ നെർവ് കോഡ്. ഓക്കെ, ഇവിടെ ഫാരൻഷ്യൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, ഇവിടെ നോ അല്ലെങ്കിൽ ഫാരൻഷ്യൽ ഗിൽ സ്ലിറ്റ്സ് ആബ്സെൻ്റ് ആണ്. ആബ്സെൻ്റ് ആണ് അല്ലേ? പിന്നെ ലാസ്റ്റ് എന്താ? വെൻട്രൽ ഹാർട്ട്. ഇവിടെ ഹാർട്ട് ഇൻ കേസ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഹാർട്ട് ഇഫ് പ്രസൻറ്റ്, ഞാൻ അങ്ങനെ എഴുതാം. ഹാർട്ട് ഇഫ് പ്രസൻറ്റ് ഡോർസൽ ആയിരിക്കും. ഹാർട്ട് ഉണ്ടെങ്കിൽ ഡോർസൽ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ. സോ ഇതെന്താ? കോർഡിനേറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ്. ഓക്കെ, കോർഡിനേറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ്, ഇത് നോൺ കോർഡിനേറ്റ്സിൻ്റെ ക്യാരക്ടർ. ഓക്കെ, നോൺ കോർഡിനേറ്റ്സിൻ്റെ ക്യാരക്ടർ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, കോർഡിനേറ്റ്സ് നോൺ കോർഡിനേറ്റ്സ് നമ്മൾ ഒരുമിച്ച് പഠിച്ചു അല്ലേ? സോ ഇതാണ് കോർഡിനേറ്റ്സിൻ്റെ ക്യാരക്ടർ എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നോൺ കോർഡിനേറ്റ്സിൻ്റെ ക്യാരക്ടർ അല്ലേ? സോ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ഓക്കെ, യെസ്. ഓക്കെ, ഗ്രേറ്റ്. സ്റ്റുഡൻസ്, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോർഡിനേറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോർഡിനേറ്റ്സ് പറയുകയാണെങ്കിൽ, സോ ഞാൻ ഇവിടെ കോർഡിനേറ്റ്സ് എന്ന് എഴുതാം. ഈ ക്ലാസിഫിക്കേഷന് തന്നെ നമ്മൾ മോസ്റ്റ് ഓഫ് ദം പഠിക്കും. എനിക്ക് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, എത്ര ക്രോസാണ്? നല്ല ക്രോസാണ്. ഓക്കെ, ആദ്യത്തത് യൂറോ കോർഡിനേറ്റ്സ് or Eurocordata, cephalochordata. ഓക്കെ, ഇവിടെ
vertebrata. Okay, vertebrata. Okay, yes, very good Athira. Urochordata, cephalochordata, vertebrata. ഇവിടെ തന്നെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു പോവാം കേട്ടോ. ഇവിടെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുകയാണ്. ഇതിൻ്റെ എന്തായെന്ന് വെച്ചാൽ ഇവിടെ നോട്ടോകോഡ് ടെയിൽ റീജിയനിൽ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, നോട്ടോകോഡ് എവിടെ പ്രസൻ്റ് ആയിരിക്കും? നോട്ടോകോഡ് വിൽ ബി ടുവേഴ്സ് ദ ടെയിൽ റീജിയൻ. പക്ഷേ അഡൾട്ടിൽ ടെയിൽ ഇല്ല, അപ്പോൾ നോട്ടോകോഡ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് ലാർവയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത് ലാർവൽ സ്റ്റേജിൽ ഉണ്ടാവും. അപ്പോൾ അഡൾട്ടിൽ ടെയിലേ ഇല്ലാത്തതുകൊണ്ട് നോട്ടോകോഡ് വാനിഷ് ആയി പോകും അല്ലേ. നോട്ടോകോഡ് വാനിഷ് ആയി പോകും. സെഫാലോകോർഡേറ്റ്സിൽ നോട്ടോകോഡ് സെഫാലോകോർഡേറ്റ്സിൽ നോട്ടോകോഡ് ഹെഡ് തൊട്ട് ടെയിൽ വരെ ഉണ്ടാവും. ഹെഡ് തൊട്ട് ടെയിൽ വരെ ഉണ്ട്. വെരി പെർസിസ്റ്റൻറ്റ് നോട്ടോകോഡ് നമ്മൾ വരത്തില്ലേ, പെർസിസ്റ്റൻറ്റ് നോട്ടോകോഡാണ് നമ്മുടെ സെഫാലോകോർഡേറ്റ്. സെഫാലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡ്. അപ്പോൾ ഹെഡ് ടു ടെയിൽ വരെ ഇതുണ്ടാവും. ഇവിടെ വെർട്ടിബ്രേറ്റയിൽ ഈ നോട്ടോകോഡ് വിൽ ബി റിപ്ലേസ്ഡ് by vertebral column. Okay, it will be replaced by a vertebral column. Yes, a persistent notochord എവിടെ നമ്മൾ കാണുന്നത്? സെഫാലോകോർഡേറ്റ്സിൽ. ഓക്കെ, സെഫാലോകോർഡേറ്റ്സിൽ. ക്ലിയർ ആണോ? ഇവിടെ നോട്ടോകോഡ് വിൽ ബി റിപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. ഓക്കെ, നോട്ടോകോഡ് വിൽ ബി റിപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ വെർട്ടിബ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അത് ഡിപ്പെൻഡിങ് ഓൺ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ജോ. ഓക്കെ, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദി ജോ ദേ ആർ ഡിവൈഡഡ് ഇൻ ടു എഗ്നാത്ത, ഓക്കെ, ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. Okay, they are divided into egnatha and nathostomata. Okay, so egnatha എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് വിത്തൗട്ട് ജോസ്. ഓക്കെ, മൗത്ത്, ഈ ഓർഗാനിസത്തിന് മൗത്ത് ഉണ്ട് പക്ഷെ ജോ ഇല്ല. മൗത്ത് വിത്തൗട്ട് ജോ അല്ലേ, മൗത്ത് വിത്തൗട്ട് ജോ. ഓക്കെ, ഇവിടെ അപ്പോൾ എന്താ? മൗത്ത് വിത്ത് ജോ അല്ലേ. ഇത് വെർട്ടിബ്രേൻ്റെ ക്ലാസിഫിക്കേഷൻ ആട്ടോ, മൗത്ത് വിത്ത് ജോ. ക്ലിയർ ആണോ? ഇത്രയും? യെസ്. ഓക്കെ, ഇനി എഗ്നാത്തയുടെ അടിയിൽ നമ്മൾ ഒരു എക്സാമ്പിളേ പഠിക്കത്തുള്ളൂ. ഏത് കളർ ഉപയോഗിക്കണം സ്റ്റുഡൻസ്? ഞാൻ കളർ നോക്കുകയാണ് കേട്ടോ. ഓക്കെ, എഗ്നാത്തയുടെ അടിയിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ, സൈക്ലോസ്റ്റൊമാറ്റ. ഏതിൻ്റെ എക്സാമ്പിളിൻ്റെ കോഡാണ്? പിന്നെ നാത്തോസ്റ്റൊമാറ്റയ്ക്ക് ഇനിയുണ്ട് ഡിവിഷൻ, 2 ഡിവിഷൻ. ഓക്കെ, നാത്തോസ്റ്റൊമാറ്റ ഡിവൈഡഡ് ഇൻ ടു സൂപ്പർ ക്ലാസ്സസ് കോൾഡ് പൈസസ് ആൻഡ് ടെട്രാപോഡ. ഓക്കെ, ടെട്രാപോഡ അത് ബേസിക്കലി പൈസസും ടെട്രാപോഡ ലോക്കോമോഷൻ്റെ ബേസിസിലാണ് അവരെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് കേട്ടോ. അതിന് ഞാൻ ടെട്രാപോഡ അവിടെ എഴുതിയാൽ നിങ്ങൾക്ക് കാണത്തില്ല അല്ലേ, സാരില്ല, നോട്ട്സിൽ കാണും കേട്ടോ. ക്ലിയർ ആണോ ഇത്രയും? യെസ്, സൈക്ലോസ്റ്റൊമാറ്റ, പൈസസ് ആൻഡ് ടെട്രാപോഡ്സ. പൈസസിൽ അഗൈൻ ബോണി ഫിഷസ്, കാർട്ടിലേജിനസ് ഫിഷസ്. ടെട്രാപോഡയിലാണ് നിങ്ങളുടെ ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ഏവ്സ്, മാമൽസ് എല്ലാം വരുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ആദ്യം ഈ യൂറോകോർഡേറ്റ്സും സെഫാലോകോർഡേറ്റ്സും സെഫാലോകോർഡേറ്റ്സും ആദ്യം അവരെ വിളിച്ചുകൊണ്ടിരുന്നത് പ്രോട്ടോകോർഡേറ്റ്സ് എന്നായിരുന്നു. ഓക്കെ, ആദ്യം അവരെ വിളിച്ചുകൊണ്ടിരുന്നത് എന്നായിരുന്നു? പ്രോട്ടോകോർഡേറ്റ്സ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ക്ലിയർ ആണല്ലോ ഇത്രയും? യെസ്, കറക്റ്റ്. ടെട്രാപോഡയിൽ നമ്മുടെ ആംഫിബിയൻസ്, ഏവ്സ് എല്ലാം വരും. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ ഡിഫറൻസ് പഠിച്ചു. ഇനി എക്സാമ്പിൾ ഓർക്കണം അല്ലേ. എക്സാമ്പിൾ യൂറോകോർഡേറ്റ്സ് ഓർക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഉണ്ട്. സാഡ്, ഭയങ്കര സാഡാണ് സ്റ്റുഡൻസ് യൂറോകോർഡേറ്റ്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ നോട്ടോകോഡ് ടെയിലിൽ നിന്ന് പോയി അല്ലേ, ലാർവയിൽ ടെയിലില്ല അല്ലേ. സാഡാണ്, ഭയങ്കര സാഡാണ്. സാഡിന് എന്തായിരുന്നു? സാൽപ്പ. ഇവിടെ തന്നെ എഴുതാം. ഹൂ ഇസ് സാഡ്?
യൂറോകോർഡേറ്റ്സ് ആർ സാഡ് ബിക്കോസ് യൂറോകോർഡേറ്റ്സിൽ നോട്ടോകോഡ് ഇല്ല. സാൽപ്പ, ഡോലിയോലം, അല്ല ഡോലിയോലം അല്ലല്ലോ, ഡി അല്ലേ സ്റ്റുഡൻറ്റ്, സോറി. ഞാൻ സാഡിൻ്റെ എ അസീഡിയ ആൻഡ് ഡോലിയോലം. ഓക്കെ, യൂറോകോർഡേറ്റ്സ് ഓർക്കാൻ എന്താ? സാഡ്. ഓക്കെ, യൂറോകോർഡേറ്റ്സ് ഓർക്കാൻ സാഡ്. സെഫാലോകോർഡേറ്റ്സ് ആകെ നിങ്ങൾക്ക് ഓർക്കേണ്ടത്, നിങ്ങൾക്ക് ആംഫിയോക്സിസ് ഓർക്കാം, ഈസിയാണ്. ആംഫിയോക്സിസ് ഓർക്കാം. അത് ഓർക്കണമെങ്കിൽ CA എന്ന് ഓർത്താൽ മതി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഓക്കെ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നമ്മുടെ ആംഫിയോക്സിസ്. ഓക്കെ, സാഡാണ് യൂറോകോർഡേറ്റ്സിൻ്റെ എക്സാമ്പിൾ ഓർക്കാനുള്ള ടെക്നിക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ് ഓർ നോ? ആണോ? ആത്തിരയാണോ കണ്ടുപിടിച്ചത്? ഗ്രേറ്റ്. എൻ്റെ കുറേ സ്റ്റുഡൻസ് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ കുറച്ചൊക്കെ ട്രിക്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ഇറ്റ് വാസ് റിയലി നൈസ്. ഓക്കെ സ്റ്റുഡൻസ്, വെർട്ടിബ്രേറ്റ്സിൽ നമ്മൾക്ക് എന്താ പഠിക്കാനുള്ളത്? ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് വെർട്ടിബ്രേറ്റ്സ് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ പൈസസും ടെട്രാപോഡ്സും. അപ്പോൾ നമുക്ക് ഇത് പിന്നെ എഴുതണ്ട കേട്ടോ. ഇവിടെ നമുക്ക് എഗ്നാത്ത് നോക്കാം. സോ സൈക്ലോസ്റ്റൊമാറ്റ ആക്ച്വലി ഒരു പാരസൈറ്റ് ആണ്, എക്ടോ പാരസൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ഫിഷിൻ്റെ ഒക്കെ മേലെ ഉണ്ടാവും. ഓക്കെ, എക്ടോ പാരസൈറ്റ് ആണ്. അപ്പോൾ ഓൺ സം ഫിഷസ് ദേ ഹാവ് എലോങ്കേറ്റഡ് ബോഡി ബെയറിംഗ് 6 to 15 pairs of gill slits. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് എന്തുണ്ട്? 6 to 15 pairs of gill slits ഉണ്ട്. ഓക്കെ, gill slits ഉണ്ട്. ക്ലിയർ ആണല്ലോ? പിന്നെ സൈക്ലോസ്റ്റോംസ് ഹാവ് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത്. സ്റ്റുഡൻസ്, നമുക്കറിയാം ഇവർക്ക് സക്കേഴ്സ് വേണം, കാരണം ഇവർ പാരസൈറ്റ്സ് ആണ്. സോ ദേ ഹാവ് ദാറ്റ് സക്കേഴ്സ്, റൈറ്റ്? സോ ദേ ഹാവ് ദിസ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. പക്ഷേ അത് ഹെൽപ്പ് ചെയ്യും അവരെ എക്ടോ പാരസൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ കേട്ടോ. പിന്നെ ദെയർ ബോഡി ഈസ് ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ഒന്നുമില്ല. മനസ്സിലാക്കണം, എക്ടോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷിൻ്റെ മേത്തായിരിക്കില്ലേ, അപ്പോൾ അവർക്ക് സ്കെയിൽസ് ഉണ്ടെങ്കിൽ അത് it will affect the host, അല്ലേ? the host will understand. So അത് കാരണം ഇവർ ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ആണ്, ഇവർക്ക് സ്കെയിൽസ് ഒന്നുമില്ല. ആൻഡ് പെയർഡ് ഫിൻസ് ഇല്ല. പിന്നെ ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം കാർട്ടിലേജിനസ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്രേനിയം അത് നിങ്ങളുടെ ബ്രെയിൻ ബോക്സ്, പിന്നെ വെർട്ടിബ്രൽ കോളം രണ്ടും കാർട്ടിലേജിനസ് ആണ്. Circulation is of closed type. Cyclostomes are marine but migrate for swamping to fresh water. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ആ മൈഗ്രേഷൻ്റെ സമയത്ത് ഇവർ ഫ്രഷ് വാട്ടറിൽ പോവും. ലാർവ ഉണ്ടാവും. ലാർവ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ലൈഫ് സ്പാൻ ഷോർട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവർ they will die and the larva will migrate back. Okay, larva will migrate back. So after swamping, within a few days they die. The larvae after metamorphosis will return to the ocean. Okay, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ മൈഗ്രേഷൻ. ചില ഫിഷസ് വിൽ ഗോ ടു ഫ്രഷ് വാട്ടർ, അവിടെ ലാർവൽ സ്റ്റേജ് ആവും, അത് കഴിഞ്ഞിട്ട് അവർ മരിക്കും. പിന്നെ ലാർവൽ സ്റ്റേജ് കുറച്ചും കൂടെ ഡെവലപ്പ് ആയി കഴിഞ്ഞ് തിരിച്ച് ഓഷനിലേക്ക് വരും കേട്ടോ. സോ ഇതിൻ്റെ ഓർക്കാൻ ഒരു എക്സാമ്പിൾ പ്രധാനമന്ത്രി. ഓക്കെ, PM. ഓക്കെ, പെട്രോമൈസോൺ ആൻഡ് ഓക്കെ, ഇതാണ് നമ്മൾ ഓർക്കുന്നത്. പെട്രോമൈസോൺ നിങ്ങളുടെ ലാംപ്രേ, മൈസീൻ നിങ്ങളുടെ ഹാക്ക് ഫിഷ്. ഓക്കെ, ഇതാണ് PM. കാരണം ഇവർ എക്ടോ പാരസൈറ്റ് ആണ്, മീനിൻ്റെ മേത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ PM ആണ് കേട്ടോ, വലിയ ആൾക്കാരാണ്. അപ്പോൾ ഇവർ നമ്മൾ PM എന്ന് വിളിക്കും. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമ്മുടെ ഞാൻ പൈസസും കൂടെ ചെയ്യാം. ടെട്രാപോഡ്സ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ് നിങ്ങൾക്ക് ചെയ്തില്ലെങ്കിലും അത്രയും ടെൻഷൻ എനിക്കില്ല, ബിക്കോസ് നിങ്ങൾ കൊച്ചിലോട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യണം, കാരണം ഇതിൽ കുറച്ച് ടേംസ് ഉണ്ട് എനിക്ക്. ഐ ഹാവ് ടു ടീച്ച് യു ദിസ്. സോ അറ്റ്ലീസ്റ്റ് ഐ വിൽ ഡു പൈസസ് ആൻഡ് ടെട്രാപോഡ്സ് വി വിൽ ജസ്റ്റ് സി. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ ആംഫിബിയസിനെയും റെപ്റ്റൈൽസിനെയും ഏവ്സിനെയും മാമൽസിനെ പറ്റി ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്നും പഠിപ്പിക്കേണ്ട, നിങ്ങൾ കൊച്ചിലോട്ട് പഠിച്ചു വരുന്നതാണ്. സോ ആ ടോപ്പിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, കോൺട്രിക്ടസ് ആൻഡ് ഓസ്ട്രിക്ടസ്, ഇതെന്താ? കാർട്ടിലേജിനസ് ഫിഷസ് അല്ലേ? ദേ ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ. ദീസ് ആർ ബോണി എൻഡോസ്കെലിറ്റൻ. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എന്താ? ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ബോണി ഫിഷസ് അല്ലേ? പിന്നെ ദ മൗത്ത് ഇസ് ലൊക്കേറ്റഡ് വെൻട്രലി. ഇവിടെ മൗത്ത് ഇസ് ലൊക്കേറ്റഡ് ടെർമിനലി. ഓക്കെ, സോ ഇവരുടെ മൗത്ത് ഇത് നോക്കുക. ഓക്കെ, വൺ ഇസ് ലൊക്കേറ്റഡ് വെൻട്രലി, വൺ ഇസ് ലൊക്കേറ്റഡ് ടെർമിനലി. ടെർമിനലി എന്ന് പറഞ്ഞാൽ എന്താ? അറ്റത്തേക്കാണ് അല്ലേ? നമ്മുടെ റോഹു നിങ്ങൾ കണ്ടിട്ടുണ്ട്, അയില, മത്തി അല്ലേ? ഇതെല്ലാം കണ്ടിട്ടില്ലേ? അതിൻ്റെ മൗത്ത് അറ്റത്താണ് നമ്മുടെ എന്താ പറയുക മൗത്ത് അല്ലേ? യെസ്,
പിന്നെ ഇതിനെ കണ്ടില്ലേ, ഇതിൻ്റെ അങ്ങനെയല്ല, ദിസ് ഇസ് മോർ വെൻട്രലി. ഗിൽസ് ആർ വിത്തൗട്ട് ദ ഒപ്പർക്യുലം. സ്റ്റുഡൻസ് ആരൊക്കെ കണ്ടിട്ടുണ്ട് മീൻ പേരൻസ് മീൻ കട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അവർ ആ ഒപ്പർക്യുലം റിമൂവ് ചെയ്യും, കണ്ടിട്ടുണ്ടോ? ഒപ്പർക്യുലം റിമൂവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇതുവരെ മീൻ നിങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, അല്ലെങ്കിൽ ഹാവ് യു സീൻ? അപ്പോൾ ഇവർക്ക് ഒപ്പർക്യുലം ഉണ്ട്. ഓക്കെ, ബോണി ഫിഷസിന് ഒപ്പർക്യുലം ഉണ്ട്. പിന്നെ എയർ ബ്ലാഡർ ഇസ് ആബ്സെൻറ്റ്. ഇവർക്ക് എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും സ്വിം ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ദേ ഹാവ് ടു കീപ് സ്വിമ്മിങ് ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് എയർ ബ്ലാഡർ. ഇവർ സ്വിം ചെയ്തില്ലെങ്കിൽ ഇവർ സിങ്ക് ആവും. ഓക്കെ, പക്ഷേ ബോണി ഫിഷസിന് എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ്. ഓക്കെ, പക്ഷേ ഇവർക്ക് എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആയതുകൊണ്ട് ഇവർ കണ്ടിന്യൂസ്ലി സ്വിം ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഫെർട്ടിലൈസേഷൻ ഇസ് ഇൻറ്റേർണൽ, ഫെർട്ടിലൈസേഷൻ ഇസ് എക്സ്റ്റേർണൽ. ഓക്കെ, സ്കിൻ ഇസ് കവേർഡ് വിത്ത് പ്ലക്കോയിഡ് സ്കെയിൽസ് ആൻഡ് ഹിയർ സ്കിൻ ഇസ് കവേർഡ് വിത്ത് സൈക്ലോയിഡ് സ്കെയിൽസ്. നമ്മൾ കൊച്ചിലെ എല്ലാവരും മീൻ വരച്ചിട്ടുണ്ടല്ലോ അല്ലേ? നമ്മുടെ അടുത്ത് LKGയിലും UKGയിലും എല്ലാം പറയുന്ന ഒരു കാര്യമാണ് ഡ്രോ ഓഫ് ഫിഷ്. ഓക്കെ, ഡ്രോ ഓഫ് ഫിഷ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഫിഷ് ഡ്രോ ചെയ്തപ്പോൾ നമ്മൾ സൈക്ലോയിഡ് സ്കെയിൽസ് വരച്ചിട്ടുണ്ട്. ഞാനിങ്ങനെയായിരുന്നു ഫിഷ് വരച്ചുകൊണ്ടിരുന്നത്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഫിഷ് വരച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയാണോ നിങ്ങൾ ഫിഷ് വരച്ചത്? നോക്കിക്കേ, എല്ലാവരും ഇങ്ങനെയാണോ ഫിഷ് വരച്ചത് കൊച്ചിലെ? ഓക്കെ, ഫിഷ് അവരങ്ങനെ വരച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ ഫിഷ് ബീൻ ഡ്രോൺ ലൈക്ക് ദിസ്? യെസ് ഓർ നോ പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയല്ലേ കൊച്ചിലെ ഫിഷ് വരച്ചിട്ടുള്ളത്? ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളവർ നന്നായിട്ട് വരച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വരച്ചത്. സോ വാട്ട് വെർ വി ഡ്രോയിങ്? വി വർ ആക്ച്വലി ഡ്രോയിങ് സൈക്ലോയിഡ് സ്കെയിൽസ് അല്ലേ? സോ വി വർ ഡ്രോയിങ് ബോണി ഫിഷസ് വിത്ത് സൈക്ലോയിഡ് സ്കെയിൽസ്. മൗത്ത് ടെർമിനൽ ആയിരുന്നു. ഇതൊന്നും നമ്മൾ അറിയാതാണ് വരച്ചത് അല്ലേ? നമ്മൾ കൊച്ചിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ ഫിൻസൊക്കെ വെറുതെ വരയ്ക്കുമായിരുന്നു അല്ലേ? വി ഷുഡ് ഡ്രോ ലൈക്ക് ദിസ്. കറക്റ്റ്. സോ നമ്മൾ അറിയാതെ വരച്ച കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആക്ച്വലി പഠിക്കുന്നത് അല്ലേ? സോ ദേ ഹാവ് സൈക്ലോയിഡ് സ്കെയിൽസ്, കാർട്ടിലേജിനസ് ഫിഷസ് ഹാവ് പ്ലക്കോയിഡ് സ്കെയിൽസ്. ഓക്കെ, പിന്നെ ഈ സ്റ്റുഡൻസ് ഈ കാർട്ടിലേജിനസ് ഫിഷസിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ക്ലാസ്പേഴ്സ് ഇൻ മെയിൽ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഹാവ് എ പ്രസൻസ് ഓഫ് ക്ലാസ്പേഴ്സ് ഇൻ മെയിൽ. ഓക്കെ, വിച്ച് വിൽ ഹെൽപ്പ് ദം ഫോർ വാട്ട് ക്ലാസ്പേഴ്സ് എന്തിനാണ് സ്റ്റുഡൻസ് ഹെൽപ്പ് ചെയ്യുന്നത്? ക്ലാസ്പേഴ്സ് എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ക്ലാസ്പേഴ്സ് എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? തിങ്ക് ആൻഡ് ടെൽ മീ. യെസ്, കോപ്പുലേഷൻ അല്ലേ? എന്നുവെച്ചാൽ റീപ്രൊഡക്ഷൻ അല്ലേ? റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യണം അല്ലേ? നമ്മൾ എനി ടൈം മെയിലും ഫീമെയിലിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദാറ്റ് മീൻസ് ഇറ്റ്സ് ഫോർ സം റീപ്രൊഡക്ഷൻ, റൈറ്റ്? അതുകൂടാതെ സ്റ്റുഡൻസ് ഇവർക്ക് സ്പെഷ്യലായിട്ടുണ്ട് ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ട്. എന്തുണ്ട്? ഈ ഫിഷസിന് ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ട്. ഓക്കെ, ഈ ഇലക്ട്രിക് ഓർഗൻസ് ഇവരെ എന്ത് ചെയ്യും? നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ എങ്ങോട്ടാണ് പോകണ്ടേ, പ്രേ ഉണ്ടോ, പ്രിഡേറ്റർ ഉണ്ടോ, എന്തെങ്കിലും ഒബ്സ്റ്റിക്കിൾസ് ഉണ്ടോ, അങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നാവിഗേഷൻ, ലോക്കോമോഷൻ, ഇതിനെല്ലാം ഈ ഒരു ഇലക്ട്രിക് ഓർഗൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, യെസ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ ഓർക്കണം. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ, സോ കോൺട്രിക്ടസ് ഹാസ് സം മോർ തിങ്സ്. ഇവിടെ എഴുതാം. സോ ഇറ്റ് ഹാസ് എ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഓർഗൻ. ഓക്കെ, ഇലക്ട്രിക് ഓർഗൻ. ഇറ്റ് ഹാസ് പോയിസൺ സ്റ്റിങ് കേട്ടോ. സോ ഇറ്റ് ഹാസ് പോയിസൺ സ്റ്റിങ്. ഇതൊക്കെ ഇതിൻ്റെ എക്സെപ്ഷൻസ് ആട്ടോ. ആൻഡ് ക്ലാസ്പേഴ്സ് ഇൻ മെയിൽ. ഓക്കെ, ഈ ഇലക്ട്രിക് ഓർഗൻ എന്ത് ചെയ്യും? നാവിഗേഷന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, യെസ്. പിന്നെ ഇത് നമ്മുടെ എക്സാമ്പിൾ ഓഫ് കോൺട്രിക്ടേഴ്സും ഓസ്ട്രിക്ടേഴ്സും ഓർക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എന്താ? പേരൻസ് ടീച്ചേഴ്സ് സൊസൈറ്റി. നിങ്ങൾക്ക് അല്ലാത്ത ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വേണമെങ്കിലും ആലോചിക്കാം. സോ പേരൻസ് ടീച്ചേഴ്സ് സൊസൈറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ സ്റ്റുഡൻസ്. പേരൻസും ടീച്ചേഴ്സും മാത്രമുള്ള സൊസൈറ്റിയിൽ നിങ്ങൾ ജീവിക്കുമോ? ആ സൊസൈറ്റിയിൽ നിങ്ങൾ ആരെങ്കിലും പേരൻസും ടീച്ചേഴ്സും ഉള്ള സൊസൈറ്റിയിൽ ജീവിക്കുമോ? യെസ് ഓർ നോ പറ. പേരൻസ് ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ. ഓക്കെ, വിൽ യു ഓൾ സ്റ്റേ? ഐ വോണ്ട് ടു നോ. ബിക്കോസ് ലാസ്റ്റ് ടൈം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് നല്ല ഫണ്ണി റിപ്ലൈസ് ആണ് വന്നത്. സോ ഐ വോണ്ട് ടു നോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്. ഓക്കെ, ഇവിടെ നമ്മുടെ സ്റ്റിംഗ് ആൻഡ് ഇവിടെ നമ്മുടെ ഡോഗ് ഫിഷ്. Parents, teachers,
society. Okay, never. ഓടും. ഓർക്കാൻ വയ്യ, എനിക്ക് വയ്യ. ഓ അല്ലേ, പേരൻസ് ടീച്ചേഴ്സ് സൊസൈറ്റി അല്ലേ, പേരൻസ് ടീച്ചേഴ്സ് സൊസൈറ്റിയിൽ ഒന്ന് ആലോചിക്കുക. യു കാൻ ഇവൻ ഇമാജിൻ അല്ലേ സ്റ്റേയിങ് ദർ. സോ ഇവിടെ നമ്മുടെ പേരൻസ് ടീച്ചേഴ്സ് സൊസൈറ്റി ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയാണ് കേട്ടോ. സോ യു കെൻ റിമെമ്പർ അബൌട്ട്. ഓക്കെ, ഫാസിൽ ക്ലാസ്സിൽ നിന്ന് വിടാം കേട്ടോ. ഇതുപോലത്തെ മെസ്സേജസ് ഐ ഡോണ്ട് എക്സ്പെക്റ്റ്. ഓക്കെ, ക്ലാസ്സിൽ നിന്ന് പോകാം, പഠിക്കാനുള്ളവർ മാത്രം ഇവിടെ വന്നാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ഒരു മിനിറ്റ്. യെസ് സ്റ്റുഡൻസ്, സോ നമുക്ക് അടുത്ത എക്സാമ്പിൾ എന്താ ഉള്ളത്? നമുക്ക് അടുത്ത എക്സാമ്പിൾ വി ഹാവ് ടു തിങ്ക് അബൌട്ട് എന്താ. സോ ഹിയർ വി സ്റ്റഡീഡ് അബൌട്ട് കാർട്ടിലേജിനസ് ഫിഷസ് അല്ലേ. നൗ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ബോണി ഫിഷസ്, റൈറ്റ്? ബോണി ഫിഷസ്. അപ്പോൾ ബോണി ഫിഷസിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഓർക്കാം. വാട്ട് എവർ ഇസ് ഈസി ഫോർ യു ദാറ്റ് യു കെൻ റിമെമ്പർ. ഓക്കെ, റോഹു ഉണ്ട്, പിന്നെ ബീറ്റാ ഫിഷ് ഉണ്ട്. യു നോ നൗ ഡേയ്സ് ബീറ്റാ ഫിഷ് ഇസ് വെരി കോമൺ അല്ലേ. നമ്മൾ ഇപ്പോൾ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാം ബീറ്റാ ഫിഷ് അല്ലേ, ബീറ്റാ ഫിഷ്. സോ ബീറ്റാ ഫിഷ് ഓർക്കാം നിങ്ങൾക്ക്, റോഹു ഓർക്കാം, പിന്നെ കട്ട്ല ഓർക്കാം. So whichever is easy for you, you remember that, because bony fishes in examples പഠിക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. So you can study. Okay, you can study easily. Clear? Clear? Yes or no? Clear ആണോ എല്ലാവർക്കും? യെസ്, പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഓക്കെ, yes students, fine. Now class amphibians la adhigam onnu illa, we have studied about frog alle. So that same thing only here also. So here frog can live in aquatic as well as terrestrial. Body is divided into head and trunk. They do not have neck. avarku neck illa, endukonda? Okay, leap, because they have to take that leap. Okay, കുറേ പേരുണ്ടോ ഇതുപോലെ? മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇഗ്നോർ ആൻഡ് മൂവ് ഓൺ സ്റ്റുഡൻസ്. അവർക്ക് മനസ്സിലാവില്ല എത്ര കഷ്ടപ്പെട്ടാൽ നമ്മളിവിടെ 3 hours നിന്ന് പഠിപ്പിക്കുന്നതെന്ന്. ഓക്കെ, okay, so yes, the amphibian skin is moist, right? The amphibian skin is moist without the scales. So amphibians skin എന്താ ചെയ്യുന്നത്? So it will help in exchange of gases അല്ലേ, they help in respiration, they help in respiration or breathing അല്ലേ. So the skin will be moist without any scales. Okay, without any scales. Now the eyes have eyelids, eyes have eyelids. ഒരു മിനിറ്റ്. Okay. So students, ഇവിടെ amphibians, the body is divided into head and trunk. Okay, they do not have neck because അവർക്ക് ലീപ്പ് എടുക്കണം അല്ലെങ്കിൽ ജമ്പ് ചെയ്യണം അല്ലേ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാ നമ്മുടെ, ബിക്കോസ് നെക്ക് ഉണ്ടെങ്കിൽ ജമ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹെഡ് ആൻഡ് ട്രങ്ക്, റൈറ്റ്? ഹെഡ് ആൻഡ് ട്രങ്ക് they have. Okay, fine. Now the amphibian skin is moist and they do not have any scales, and ears എന്താ ഉള്ളത്? Tymphanum. Okay, a tymphanum is present as the ear. So ഇത് എന്ത് ചെയ്യും? Signal receive ചെയ്യും. Okay, signal receive ചെയ്യും. Now alimentary canal, urinary bladder and reproductive tracts open into a common chamber, open into a common chamber called cloaca. Cloaca. Okay, common chamber called cloaca, which opens into the exterior. Respiration is by gills, lungs and through skin. Okay,
സോ റെസ്പിറേഷൻ ഏതൊക്കെ വഴി കൂടെ? ഗിൽസ്, ലങ്സ് ആൻഡ് ത്രൂ സ്കിൻ. ഓക്കെ, പിന്നെ ദ ഹാർട്ട് ഇസ് 3 chambered. ഞാൻ നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് ടൈം പറഞ്ഞു ഫ്രോഗിന് എന്താ പറയുക പോയിക്കിലോതേംസ് അല്ലേ. സോ ദേ കെൻ change the temperature, body temperature according to the outside temperature. That is because the heart is 3 chambered അല്ലേ. So അത് important ആണ്. 2 auricles and 1 ventricle. They are cold blooded animals. അതാണ് ഞാൻ പറഞ്ഞത് poikilothems. Okay, sexes are separate, fertilization is external, they are oviparous and development is indirect. Okay students, നമുക്ക് ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് RBI എന്ന് വേണമെങ്കിൽ ഓർക്കാം, അല്ലാതെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. സോ റാന, ബുഫോ ആൻഡ് I for Ethiopus. ഓക്കെ, RBI. കിഡ്നി ഈസ് മീസോനെഫ്രിക്, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. കിഡ്നി ഈസ് മീസോനെഫ്രിക്. സോ ഇതെങ്ങനെ ഓർക്കും? RBI അല്ലേ, RBI. സോ റാന, ബുഫോ, ഓക്കെ, ഇത്യോപ്പസ് അല്ലേ, ഇത്യോപ്പസ് കറക്റ്റ് അല്ലേ? യാ ഫ്രോഗി പഠിപ്പിച്ച തന്നെയാ. ഓക്കെ, ഡോണ്ട് വറി, കിട്ടും, അഡ്മിഷൻ കിട്ടും. വൈ യു ടേക്കിംഗ് ടെൻഷൻ? ഡോണ്ട് ടേക്ക് ടെൻഷൻ. ഡ്രോപ്പ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ജസ്റ്റ് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. സി ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2.5 or 3 years നമ്മൾ പഠിക്കുകയാണ് അല്ലേ. ഇപ്പോൾ 3 yearsൽ എത്ര നിങ്ങൾക്ക് മനസ്സിലായി? that you have to evaluate. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ ഉടനെ ബുക്ക് അടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ NCERT പോയി വായിക്കണം. അതേപോലെ എല്ലാ എക്സാമ്പിൾസും ഒരു പേജിൽ എഴുതി വെക്കണം. ഓക്കെ, ഇപ്പം ഞാൻ പഠിപ്പിച്ചില്ലേ കുറേ, ഇപ്പോൾ RBI പഠിപ്പിച്ചു, കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു, അതെല്ലാം ഒരു പേജിൽ എഴുതി വെച്ച് റിവൈസ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ദാറ്റ് ഇഫ് യു ഹാവ് കൺസിസ്റ്റൻസി ടെൻഷൻ വിൽ നോട്ട് ബി ദർ. അതെ, വെറുതെ ടെൻഷൻ അടിക്കില്ല. ബിക്കോസ് സി വെൻ യു ഹാവ് ദറ്റ് ഫിയർ നോ, ആക്ച്വലി യുവർ പ്രൊഡക്ടിവിറ്റി ഡിക്രീസസ്. നമുക്ക് എപ്പോഴെങ്കിലും പേടി വരുമ്പോൾ അല്ലേ, വെൻ യു ഹാവ് സ്റ്റുഡൻസ് ഒരു പോൾ വന്നിട്ടുള്ള പെട്ടെന്ന് ആൻസർ ചെയ്യുക. ഈ പോളിൻ്റെ ഡിപ്പെൻഡൻസ് ലൈക്ക് വൺസ് യു ആൻസർ ദ പോൾ വി വിൽ ബി ഏബിൾ ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ പെട്ടെന്ന് പോൾ ആൻസർ ചെയ്യുക. സോ സ്റ്റുഡൻസ് മനസ്സിലാക്കുക, when you have that fear that will I get, oh is this so difficult എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ your fear only will reduce half of your consistency. Okay, your fear only will reduce half of your consistency. So do not have the tension. Always think I can do it. എനിക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് പറ്റില്ല അല്ലേ, എന്തുകൊണ്ട് പറ്റില്ല? ഓക്കെ, പോർഷൻസ് ഇപ്പോൾ റെഡ്യൂസ് ആയി. NMC പറയുന്നുണ്ട് that we want to reduce the stress of the students എന്നൊക്കെ പറയുന്നുണ്ട്. So do not worry, just give more, like you have to spend more time for biology. Okay, yes. ഫിസിക്സ് ക്ലാസ്സസ് സ്പെഷ്യൽ ക്ലാസ് ചെയ്യാൻ നോക്കാം. അതിനെപ്പറ്റി എനിക്ക് അധികം അറിയില്ല. സോ ഐ വിൽ ലെറ്റ് യു നോ. ഓക്കെ, ഐ വിൽ ലെറ്റ് യു നോ. ഓക്കെ, സോ ഫിസിക്സ് ക്ലാസ്സസിനെ പറ്റി ഞങ്ങൾ പെട്ടെന്ന് തന്നെ പറയും. ഓക്കെ, മാം ഇൻഫോം ചെയ്യുന്നതായിരിക്കും നിങ്ങളെ കേട്ടോ. സ്റ്റുഡൻസ്, അതുപോലെ നിങ്ങൾക്ക് കെമിസ്ട്രി ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ്സിൽ ഇന്ന് 7:30 ദാറ്റ് ഈസ് ബൈ നിക്കിത മാം. So you can go and join the special class. It is completely free. Ma'am chemical bonding inde practice ആയിരിക്കും ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, പ്രാക്ടീസ് ആയിരിക്കും ചെയ്യിപ്പിക്കുന്നത്. യെസ്, സോ നിങ്ങൾ എന്നെ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. സോ പെട്ടെന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് എൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ക്ലാസ്സിൽ ഫോളോ ചെയ്താൽ മതി, എല്ലാ ലിങ്ക്സും അവിടെ വരും. ഓക്കെ, അതുപോലെയല്ല ഇവിടെ നിങ്ങൾ ഇതുവരെ കാണാത്ത ടോപ്പിക്സ് എല്ലാം ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്, പ്ലാന്റ് കിങ്ഡം എടുത്തിട്ടുണ്ട്, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എടുത്തിട്ടുണ്ട്, അതേപോലെ കുറേ MCQ സെഷൻസ് നടത്തിയിട്ടുണ്ട്, ഫ്രോഗിൻ്റെ MCQ ചെയ്തിട്ടുണ്ട്. സോ എവറിത്തിങ് ദറ്റ് യു നീഡ് ഇസ് ഓൾറെഡി ദെയർ. ഓക്കെ, only thing you have to do is go to the special class. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ലേണേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സ്പെഷ്യൽ ക്ലാസ്സിൽ പോവുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും കോഡ് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ദ കോഡ് ഗോപിക, GOPIKA. ഓക്കെ, യെസ് ആപ്പിലാണ്. സോ എന്താ ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ലേണേഴ്സ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ അവർ ക്രോമിൽ നിന്ന് കൊണ്ടുപോകും നിങ്ങളെ അവിടോട്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പക്ഷേ ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. സോ ലേണേഴ്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അൺഅക്കാഡമിയുടെ തന്നെ സെയിം നിങ്ങളുടെ ഈ സിമ്പിൾ കാണാം കേട്ടോ, ഈ സിമ്പിൾ കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ എൻ്റർ ചെയ്യുക. നമ്പർ എൻ്റർ ചെയ്താൽ ഉടനെ ഒരു OTP വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി സെർച്ച് ചെയ്യാം ഗോപിക എന്ന്. ഓക്കെ, സെർച്ച് ചെയ്യാം. ഓക്കെ,
ഗോപിക എന്ന് സെർച്ച് ചെയ്ത ഉടനെ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോയും എൻ്റെ പ്രൊഫൈലും വരും. ഫോളോ ചെയ്ത് അടിയിൽ തന്നെ ഫ്രീ ലൈവ് ക്ലാസ്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ ക്ലാസ്സസും കാണാം. അവിടെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. അവിടെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് റെക്കോർഡിങ്സും ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. വെരി കൺവീനിയൻ്റ് ആപ്പാണ്. നമ്മുടെ സൂം പോലെയൊക്കെ ഒരു ചെറിയ മീറ്റിങ്ങിൽ ഹൗ യു ആർ ഇൻ എ സ്മോൾ ക്ലാസ് റൂം അല്ലേ, ആ ഒരു ഫീലിംഗ് ആണ്. സോ ഓൾ ഓഫ് യു ഷുഡ് ഡൗൺലോഡ് ദി ആപ്പ്. ഫുള്ളി ഫ്രീ ആണ്. എൻ്റെ മാത്രം ക്ലാസ് അല്ല, ഇഷ്ടം പോലെ എഡ്യൂക്കേറ്റേഴ്സ് അമേസിങ് DPP സെഷനും PYQ സെഷനും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ ക്ലാസ്സിൽ വേണമെങ്കിലും കയറിപ്പോയി ആൻസേഴ്സ് ചെയ്യാം, പോള് ആൻസർ ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് മോർ ആക്സസിബിൾ അല്ലേ. വെരി ഗുഡ്. സോ കുറച്ച് പേർക്ക് കയറാൻ പറ്റിയില്ല. സോ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ഇനിയുള്ളത് റെപ്റ്റൈൽസ്. പിന്നെ അത് ജസ്റ്റ് നോക്കാം. സോ reptiles are what? They are used for creeping and crawling mode of locomotion, and they are mostly terrestrial, and the body is covered by dry and cornified skin, epidermal scales or scutes അല്ലേ. അപ്പോൾ അവരുടെ മേത്ത് എന്താ ഉള്ളത്? സ്കെയിൽസും സ്ക്യൂട്ട്സും ഉണ്ട് അല്ലേ. സോ യെസ്, they do not have external ear opening. Tympanum represents the ear. Okay, now limbs when present are 2 pairs. Heart is usually 3 chambered but 4 chambered in crocodile. ഇത് നമ്മൾ GKയിൽ പഠിച്ചിട്ടുണ്ട്. No, GKയിൽ we have studied അല്ലേ ഇത്. So 4 chambered in crocodiles. Reptiles are poikilotherms. Snakes and lizards shed their scales as skin cast. Now sexes are separate. Fertilization is internal. They are oviparous and development is direct. Okay, ഇതിൽ നിങ്ങൾക്ക് ഓർക്കാൻ ഏതൊക്കെയാ ഈസി എന്ന് വെച്ചാൽ ഓർത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ച് ഓർക്കാം കേട്ടോ. നാച്ച് മേരി റാണി അല്ലേ, ആ പാട്ട് ഓർക്കാം നിങ്ങൾക്ക്, നാച്ച് മേരി റാണി. അപ്പം നാച്ച് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാഗ, അലിഗേറ്റർ, ക്രോക്കഡോയിൽ, പിന്നെ ഹെച്ച് വെച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഹെമിഡക്ടൈലസ് എടുത്തത്, നിങ്ങളുടെ വാൾ ലിസേർഡ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓർക്കാം കേട്ടോ, അല്ലെങ്കിൽ നാച്ച് ഓർക്കാം. യെസ്, ഡൗൺലോഡ് ചെയ്യൂ, പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യൂ. ഇറ്റ്സ് വെരി ബെനിഫിഷ്യൽ. ഓക്കെ, എൻ്റെ ക്ലാസ് മാത്രമല്ല, ഏത് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഏവ്സ്. സ്റ്റുഡൻസ്, ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാം, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് എനിക്കറിയാം. സോ അത് കാരണം ഓക്കെ. സോ ദ പ്രസൻസ് ഓഫ് ഫെദേഴ്സ് ആൻഡ് ദർ ആർ ഫ്ലൈറ്റ്ലെസ് ബേർഡ് ഏതാണ്? നമ്മുടെ ഓസ്ട്രിച്ച്, പിന്നെ GK ആണ്. സോ ദേ ഹാവ് വിങ്സ്. അപ്പോൾ what is modified into wings? 4 limbs are modified into wings. Okay, and the hind limbs have scales and modified for walking, swimming and clasping. Okay, so that is the benefit. Okay, pinna skin is dry without glands except the oil gland which is present in the base of the tail. Endoskeleton is fully ossified. Okay, endoskeleton is fully ossified. അവർക്ക് എന്താ ബോൺസിൽ പോർസ് ഉണ്ട് അല്ലേ, ബോൺസിൽ ആ hollow bones ആണ്. Why do they have hollow bones? Because they need to fly and it will make their body weightless. Okay, weightless. So they have something called as the air cavities, and the digestive tracts of the birds have additional chambers, the crop and the gizzard. Okay, crop and the gizzard. Heart is completely 4 chambered. They are warm blooded ഇത് നിങ്ങളുടെ പോയിക്കിലോതേംസിൻ്റെ ഉൾട്ടയാട്ടോ. സോ ഹിയർ ദേ കെ നോട്ട് റെഗുലേറ്റ് ദ ബോഡി ടെമ്പറേച്ചർ. നമ്മളെപ്പോലെ തന്നെയാണ് ബോഡി ടെമ്പറേച്ചർ. പുറത്ത് ഇപ്പോൾ ഹോട്ടാന്ന് വെച്ചാൽ നമുക്ക് ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഫിക്സ്ഡ്, റൈറ്റ്? ഇറ്റ്സ് ഫിക്സ്ഡ്. ഓക്കെ, സോ and they maintain a constant body temperature. Respiration is by lungs. There are air sacs present. Students, important ആണ്, എയർ സാക്സ് പ്രസൻറ്റ് ആണ്. എന്തിനാ? സപ്ലിമെൻ്ററി എയർ സപ്ലൈ കൊടുക്കാൻ. ഓക്കെ, ബിക്കോസ് അവർ ഫ്ലൈ ചെയ്യുമല്ലോ, നിങ്ങൾക്ക് അറിയാലോ, ആസ് വി ഗോ റൈറ്റ് ദ ഓക്സിജൻ റെഡ്യൂസസ്. സോ air sacs are provided so that they can get supplementary respiration, extra respiration ആ എയറിന് വേണ്ടിയാണ് എയർ സാക്സ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ is internal. They are oviparous and development is direct. ഓക്കെ, ഡെവലപ്മെൻറ്റ് is direct. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? യെസ് ഓർ നോ? ക്ലിയർ ആണല്ലോ? ഈ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു പോകാം. സോ ഹിയർ വാട്ട് ഇസ് ദാറ്റ്? മാമൽസ് ആർ പ്രസൻറ്റ് എവറിവെയർ. ഡെസേർട്സിലുണ്ട്, മൗണ്ടൻസിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ലേ. പിന്നെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ എന്താ? പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്സ്. ഓക്കെ, പ്രസൻസ് ഓഫ് mammary glands, okay, by which the young ones are nourished. 2 pairs of limbs are present, adapted for walking, running. നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, able to maintain body temperature in Aves. ഇത് NCERTയിലെ തന്നെ സ്നിപ്പാണ്. ഇത്
ഇത് NCERT ഇല്ല. See, they are warm blooded animals, that is they are able to maintain a constant body temperature. അതിൽ ഇവർക്ക് 0 kilotherms എന്ന് വെച്ചാൽ ഫ്രോഗിനെ പോലെ ടെമ്പറേച്ചർ മാറ്റാൻ പറ്റില്ല, പക്ഷേ അവർക്ക് നമ്മളെ പോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേറെയാണ്, ചേഞ്ച് ചെയ്യുന്ന വേറെയാണ് അല്ലേ. സോ ദേ ക്യാൻ മെയിൻറ്റെയിൻ എ പ്രോപ്പർ ബോഡി ടെമ്പറേച്ചർ. ക്ലിയർ? യെസ്. Now what do they have? They possess hair, right? നമുക്ക് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറാണ് presence of hair. Now external ears or pinna are present, okay, which are different types of teeth are present in the jaws. Heart is 4-chambered. Again, ividum warm blooded animals are. Respiration is by lungs. Sexes are separate and fertilization is internal. They are viviparous with few of them that are oviparous. Very few of them, okay. Some of them, some exceptions ഉണ്ട്. നിങ്ങൾക്ക് ഭാഗ്യത്തിന് കുറേ എക്സെപ്ഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ഡെവലപ്മെൻറ്റ് ഇസ് ഡയറക്റ്റ്. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ ചാപ്റ്റർ. ഓക്കെ, വി ഹാവ് കംപ്ലീറ്റഡ് ദ ചാപ്റ്റർ. സ്റ്റുഡൻസ്, എനിക്ക് റാപ്പിഡ് ഫയർ ചെയ്യണം. പെട്ടെന്ന് ഒരു 5 questions ഞാൻ ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. ഹൗ ഡു യു റിമെമ്പർ ദ എക്സാമ്പിൾസ് ഓഫ് സീലൻ ട്രേറ്റ്സ്? സീലൻ ട്രേറ്റയുടെ എക്സാമ്പിൾ ഓർക്കാനുള്ള ട്രിക്ക് എന്താ? പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ പറയണം. റാപ്പിഡ് ഫയർ ആണ്. സോ ഹൂ ആൻസേഴ്സ് ഫസ്റ്റ്, only their name will be called out. ഓക്കെ, സീലൻ ട്രേറ്റയുടെ എക്സാമ്പിൾ ഓർക്കാൻ വാട്ട് ഇസ് ദ വേർഡ്? തീർന്നു അല്ലേ? 7:30 ആയപ്പോൾ ഞാൻ തീർത്തു. യെസ് സ്റ്റുഡൻസ്, സീലൻ ട്രേറ്റ ഓർക്കാൻ എന്താണ് പെട്ടെന്ന് ഒരു എന്താണ്? വാട്ട്സ് ദ ട്രിക്ക് ദാറ്റ് ഐ ടോൾഡ് യു? റാപ്പിഡ് ഫയർ ആണ്. സോ യു ഹാവ് ടു ബി വെരി വെരി ക്വിക്ക്. ഓക്കെ, വെരി വെരി ക്വിക്ക്. വെരി ഗുഡ് സൃഷ്ടി, വെരി ഗുഡ്. പോഹ അല്ലേ? പോഹ. ഓക്കെ, ഹൗ ടു റിമെമ്പർ ദി എക്സാമ്പിൾസ് ഓഫ് ആർത്രോപോഡ? How to remember the examples of Arthropoda? How to remember the examples of Arthropoda? Students, എല്ലാവരും ക്വിക്കായിട്ട് പറയണം. എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നോക്കി പറയുക. സോ എങ്ങനെയാണ് എക്സാമ്പിൾസ് ഓർക്കുക? ആർത്രോപോഡയുടെ ഏറ്റവും കുറേ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ച. കോൾ സമ്മൺ. whom to call? whom to call? പെട്ടെന്ന് പറയാം. റാപ്പിഡ് ഫയറിന് ഇത്ര സ്ലോ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാവും? ഓക്കെ, സ്റ്റുഡൻസിന് കേൾക്കാൻ പറ്റുന്നില്ലേ? ആർത്രോപോഡ. ആ, വെരി ഗുഡ്. കോൾ ബാല അല്ലേ? കോൾ ബാല. ഓക്കെ സ്റ്റുഡൻസ്, ആരാണ് CEO ഓഫ് ദ ഫൈലംസ്? CEO. ആരാണ് CEO ഓഫ് ദ ഫൈലംസ്? ഹൂ ഇസ് ദ CEO ഓഫ് ദ ഫൈലംസ്? ആ, എനിക്ക് സ്ലോ ആയിട്ടാണ് തോന്നുന്നു വരുന്നത്. ഈവൻ ഐ തിങ്ക് സോ. ഓക്കെ, സോ ഞാൻ വെയിറ്റ് ചെയ്യാം. വെരി ഗുഡ്. എക്കൈനോഡെർമേറ്റ. ഓക്കെ, എക്കൈനോഡെർമേറ്റ. അതാണ് നമ്മുടെ CEO അല്ലേ? സ്റ്റുഡൻസ്, ആരാണ് വാ? ഹൂ ഇസ് വാ ഇൻ ദ ആസ്കർ? ഓ സോറി, ആൻസർ പറഞ്ഞു. സോ വാ യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് ഫൈലത്തിനാണ്? ഏത് ഫയലാണ്? ഓക്കെ, നിങ്ങൾ മെസ്സേജ് അയക്കൂ, കാരണം കുറച്ച് ഡിലേ ഉണ്ട്. ഓക്കെ, yes, correct. Aschelminthes. 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 Okay. പിന്നെ how to remember the example of Ctenophora? Ctenophora'യുടെ എക്സാമ്പിൾ എങ്ങനെയാണ് ഓർക്കുക? Ctenophora. Ctenophora. Ctenophora ഞാൻ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞാലും നിങ്ങളുടെ ആ ഒരു പേര് മറക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാരാ? ഹൂ ഇസ് ദാറ്റ്? യെസ്, വെരി ഗുഡ്. പ്രിയങ്ക ചോപ്ര അല്ലേ? PC. പ്രിയങ്ക ചോപ്ര, റൈറ്റ്? വെരി ഗുഡ്. സോ സ്റ്റുഡൻസ്, ഈ സെഷൻ ഹെൽപ്ഫുൾ ആയിരുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ പെട്ടെന്ന്
chat box was this session helpful? Are you able to remember all the whatever we thought, like in the sense endakka tricks nammal try ചെയ്തു അതൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് പെട്ടെന്നൊന്ന് പറയുക. സോ വാസ് ഇറ്റ് ഹെൽപ്ഫുൾ ഓർ നോട്ട്? ബിക്കോസ് ദിസ് ദ ഫസ്റ്റ് ടൈം ഞാൻ നിങ്ങളുടെ കൂടെ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ എനിക്ക് ഓൾറെഡി അറിയാം, ദേ ലവ് ദ സെഷൻ, പക്ഷേ എനിക്ക് ഐ വോണ്ട് ടു നോ വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ സ്റ്റുഡൻസ് കുറേ അങ്ങനെ ഉണ്ട്. സോ ഞാൻ ഈ നോട്ട്സ് എന്തായാലും നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാം, എൻ്റെ ടെലിഗ്രാമിലും ഷെയർ ചെയ്യാം, അൺഅക്കാഡമി നീറ്റ് മലയാളം ടെലിഗ്രാമിലും ഷെയർ ചെയ്യാം. ആകെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പഠിക്കുക. ഓക്കെ, മര്യാദയ്ക്ക് ഇരുന്ന് അത് മുഴുവൻ വായിച്ച് പഠിക്കുക, എൻ സി ആർ ടി കറക്റ്റായിട്ട് വായിക്കുക. ബിക്കോസ് ദ വേ യു റീഡ് എൻ സി ആർ ടി മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഓക്കെ, ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, ഐ എം റിയലി ഹാപ്പി. സ്റ്റുഡൻസ് കുറച്ച് കുറവായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ പിക്കപ്പ് ആവുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ ടൈം എടുക്കും നല്ലൊരു amount ഓഫ് സ്റ്റുഡൻസ് വരാൻ. അതുമാത്രമല്ല എന്താ പറയുക, കുറേ മോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ് ഉണ്ടാകും, കുറേ ഡീമോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ് ഉണ്ടാകും. ഇതെല്ലാത്തിലും വി ഹാവ് ടു ഗോ. ഓക്കെ, സോ ടെലിഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെയുണ്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ, ഐ വിൽ ചെക്ക്. ഓ, ഇത് നീറ്റ് ഇംഗ്ലീഷിൻ്റെ ആണല്ലോ. സ്റ്റുഡൻസ് ടെലിഗ്രാമിൽ പോയിട്ട് നീറ്റ് മലയാളം എന്ന് അടിച്ചാൽ മതി കേട്ടോ. ടെലിഗ്രാം ചാനൽ വരും. ഓക്കെ, ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ കമ്മ്യൂണിറ്റി പേജിൽ പോയി നോക്കിയാൽ മതി, ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. ഓക്കെ, സോ സ്റ്റുഡൻസ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഐ ഹോപ്പ് ദ സെഷൻ വാസ് റിയലി ഹെൽപ്ഫുൾ. ഈ ഫുൾ സെഷൻ കാണുക, എല്ലാ ട്രിക്സും എഴുതി വെക്കുക, ഒരു പേജിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കുക. ബിക്കോസ് ഐ ഹാവ് ടേക്കൺ സോ മച്ച് എഫേർട്ട് ടു ബ്രിങ് ഇൻ സോ മച്ച് ട്രിക്സ്. നിങ്ങൾക്കറിയാം, ഈസി അല്ല ഇത്രയും പോയിൻറ്റ്സ് ഓർക്കുക, ഇത്ര എക്സാമ്പിൾസ് ഓർക്കുന്നത് ഒട്ടും ഈസിയുള്ള കാര്യമല്ല. സോ if I have taken the effort to come here and teach for this long, I want all of you to write it down and study. So ഈ ചാപ്റ്ററിലുള്ള നിങ്ങൾക്ക് 12 to 16 മാർക്സ് അല്ലെങ്കിൽ 16 to 20 മാർക്സ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. ഇതിൻ്റെ MCQs ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ സ്പെഷ്യൽ ക്ലാസ്സിൽ ഒന്നും കൂടെ ചെയ്യാം. സോ മോസ്റ്റ്ലി ഞാൻ സാറ്റർഡേ ഓർ സൺഡേ ഇതിൻ്റെ MCQs ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും MCQs ഉണ്ടാവുകയെന്ന്. So you can all join on my special class for the MCQ session. For that you have to go to the description box, അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെയുണ്ട് എൻ്റെ യൂസർ നെയിം ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ മാത്രമേ എല്ലാ ലിങ്ക്സും നിങ്ങൾക്ക് വരത്തുള്ളൂ. ഓക്കെ, യെസ്. സോ നികിത മാമിൻ്റെ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഐ നോ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടിയില്ല, ബട്ട് ഐ എം സോറി, വെരി ലോങ് ചാപ്റ്റർ അല്ലേ, സോ എനിക്ക് ഫിനിഷ് ചെയ്തേ പറ്റൂ. സോ സ്റ്റുഡൻസ്, സീ യു ഓൾ. ഈ വീഡിയോൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വൺസ് ദ ലൈവ് ഗെറ്റ്സ് ഓവർ പോയി കമൻറ്റ് ചെയ്യുക ഇഫ് ദ സെഷൻ വാസ് ഹെൽപ്ഫുൾ. ബിക്കോസ് നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ വേറെ കുറേ സ്റ്റുഡൻസിന് മോട്ടിവേഷൻ ഉണ്ടാവും ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാൻ. സോ യു പീപ്പിൾ ആർ ടു ദ റിയൽ മോട്ടിവേഷൻ അല്ലേ. നിങ്ങൾ പോയി ഒരു മെസ്സേജ് അവിടെ ഇടുമ്പോൾ ഹൗ മച്ച് ഡസ് ഇറ്റ് ടേക്ക്, 2 സെക്കൻഡ് എടുക്കും. ആ മെസ്സേജ് അവിടെ പോയി ഇടുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് അത് കാണുമ്പോൾ വിചാരിക്കും, ഓ ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ ഹർ, സോ മേ ബി ഈവൻ ഐ ഷുഡ് വാച്ച് ഇറ്റ് അല്ലേ. ആ ഒരു ഫീലിംഗ് വരും. സോ നിങ്ങൾ ചെയ്യുമോ? എല്ലാവർക്കും ഐ വോണ്ട് ടു സീ ഓൾ ഓഫ് യുവർ നെയിംസ് ദർ. സൃഷ്ടിയുടെ, ആത്രയുടെ, മേപ്പിൾ, all of your messages I want to see. Once ഈ ലൈവ് തീരുമ്പോൾ എനിക്ക് കമൻസിൽ കാണണം നിങ്ങൾക്ക് എങ്ങനെയാണ് ആക്ച്വലി നിങ്ങൾ ത്രൂ ഔട്ട് ഈ സെഷനിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഐ വോണ്ട് ടു സീ യുവർ ആക്ച്വൽ ഫീഡ്ബാക്ക് അബൌട്ട് ദ ക്ലാസ്. ഓക്കെ, ബിക്കോസ് ആദ്യമായിട്ടാണ് ഞാൻ 1 ഷോട്ട് ഇവിടെ അൺഅക്കാഡമി നീറ്റ് മലയാളത്തിൽ എടുക്കുന്നത്. സോ നിങ്ങളുടെ ഫീഡ്ബാക്സിൽ നിന്ന് ബെറ്റർ ആവാം. ഓക്കെ, സോ സീ യു ഓൾ സ്റ്റുഡൻസ്, ടേക്ക് കെയർ, ബൈ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദ സെഷൻ. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.